വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ അങ്ങ് ആരംഭിച്ചാലോ? ആരംഭിക്കാം. തുടങ്ങല്ലേ? ഒരു വണ്ടർഫുൾ ചാപ്റ്റർ ആയിട്ട് വന്നിട്ടുള്ള വണ്ടർഫുൾ ചാപ്റ്റർ എന്ന് വെച്ചാൽ ഇത് വായിച്ച് NCERT പക്കയാക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു. വായിച്ചു കഴിഞ്ഞാൽ സെറ്റാവില്ല. അപ്പോൾ ഇതേ എടുക്കാൻ വേണ്ടി പോണ ചാപ്റ്റർ വേറെ ലെവലാണ്. NCERT ലൈൻ വിത്ത് ലൈനായിട്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഞാനിത് ഒറ്റ ഫുള്ളാക്കി എടുക്കാനാണ് വിചാരിക്കണേ. ഒറ്റ ഒരു 2.5 or 3 മണിക്കൂർ ഫുൾ കട്ടക്കാണ്. അപ്പോൾ എൻ്റെ കൂടെ NCERT ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് വായിക്കാൻ ഉള്ളവരൊക്കെ പോകുന്നുള്ളൂ. ഏവർക്കും സ്വാഗതം. എൻ്റെ മനായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇപ്പം നമ്മൾ വായിക്കാൻ വേണ്ടി പോകണ്ട എടാ, തുടങ്ങല്ലേ? റെഡി. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഞാനൊരു പുതിയ സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. എന്താ അറിയോ? ഡെയിലി എല്ലാ ദിവസവും 10 മണിക്ക് 10:30 വരെ ഒരു 30 ക്വസ്റ്റ്യൻസ് ചെയ്യണം ഡെയിലി. എന്ന് വെച്ചാൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ രാത്രി 10 മണിക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്നും ഞാൻ ഡെയിലി ഒരു 30 ക്വസ്റ്റ്യൻസ് ചെയ്തു. എന്ന് വെച്ചാൽ നമ്മൾ നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആട്ടോ. ഒരു ഓൾമോസ്റ്റ് ഇനി 7 മാസം എക്സാമിനുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എക്സാം വരെ ഡെയിലി 30 ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ ഡെയിലി എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. ഡെയിലി ഒരു 10 മണിക്ക് നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് യൂട്യൂബ് എടുക്കുക, എൻ്റെ ചാനലിലേക്ക് ഒന്ന് കയറുക, അവിടെ ലൈവ് ഉണ്ടാവും, പിന്നെ അറ്റൻഡ് ചെയ്യുക. ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യും, ആൻസർ ഇങ്ങനെ പറഞ്ഞു പോവുക. അപ്പോൾ എക്സാം വരെ നിങ്ങൾക്ക് ബയോളജി പൊളിക്കും. ഇതിൻ്റെ ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് തരില്ല. നിങ്ങളെ വാട്സപ്പിൽ എൻ്റെ ചാനലുണ്ട്, ZNS ക്ലാസ്സസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കിട്ടും. ആ ചാനൽ കയറിയിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് നിങ്ങൾ എൻ്റെ കൂടെ പോന്നാൽ മതി. കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ ഏത് ചാപ്റ്ററാണ്, എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ടൈം എപ്പോഴാണ്, ഇതെല്ലാം ഞാൻ ഡെയിലി ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നെ പൊളിയല്ലേ? അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, റെഡി? അപ്പോൾ ഞാൻ നേരെ ചാപ്റ്ററിലേക്ക് പോകാം കേട്ടോ. റെഡി. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ഒരു ഗംഭീരമായ ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. ഇത് NCERT വായിക്കൽ കുറച്ച് ഡിഫിക്കൽട്ടിയാണ് എനിക്ക് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നോക്കോ, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. റെഡി? എന്ന് പറയാം. ആസ് യു ഹാവ് റീഡ് ഏർലിയർ, മുമ്പ് നിങ്ങൾ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയോ ഏതോ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏത് ചാപ്റ്ററിലാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? നിങ്ങൾക്കറിയോ? നിങ്ങൾ പഠിച്ചിട്ടുള്ള, എനിക്ക് തോന്നുന്നു, സെല്ലുലാർ റെസ്പിറേഷൻ എന്നുള്ള ചാപ്റ്റർ. ഒരുപാട് ചാപ്റ്റർ ഇതിങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത് അറിയോ? ഓക്സിജൻ ഈസ് യൂട്ടിലൈസ്ഡ്, ഓക്സിജൻ ഉപയോഗിക്കുന്നു. ആരുപയോഗിക്കുന്നു? ബൈ ദ ഓർഗാനിസംസ്, ജീവികളെല്ലാം ഉപയോഗിക്കുന്നു. ഇൻഡയറക്റ്റ്ലി ബ്രേക്ക് ഡൗൺ ചെയ്യാനാണ്. എന്തിനെ? സിമ്പിൾ മോളിക്യൂൾസ് ആയ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് ആൻഡ് ഫാറ്റി ആസിഡ് എക്സെട്ര, ഇവരെ എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി അമിനോ ആസിഡ്സിനെയും ഗ്ലൂക്കോസിനെയും ഫാറ്റി ആസിഡിനെയും ഇൻഡയറക്റ്റ് ആയിട്ട്, ഡയറക്റ്റ്ലി അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ഓക്സിജൻ ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തിനാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? ടു ഡിറൈവ് എനർജി, നമുക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ടു പെർഫോം, ആ എനർജിയാണ് നമ്മൾ പല ആക്ടിവിറ്റീസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഹാംഫുൾ, അത് ഭയങ്കര ഹാംഫുൾ ആണ് നമ്മുടെ ബോഡിയിൽ. ആൾസോ റിലീസ്ഡ് ഡ്യൂറിങ് ദ എബോ കാറ്റബോളിക് റിയാക്ഷൻ, ഇതേ കാറ്റബോളിക് റിയാക്ഷനിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ദെർഫോർ എന്ന് വെച്ചാൽ ദ ഓക്സിജൻ ഹാസ് ടു ബി കണ്ടിന്യൂസ്ലി പ്രൊവൈഡഡ്, നമ്മൾ ഓക്സിജനെ തുടർച്ചയായിട്ട് എന്ത് ചെയ്യണം, കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ടു ദ സെൽസിലേക്ക് നമ്മൾ തുടർച്ചയായിട്ട് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? ദ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെൽസ്, കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലിലെ ഹാവ് ടു ബി റിലീസ്ഡ്, അതിനെ പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്ത് ഒഴിവാക്കുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലിലേക്ക് തുടർച്ചയായിട്ട് നമ്മൾ ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? ആ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളെല്ലാം എന്ത് ചെയ്യുന്നു? കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ദിസ് പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ വിത്ത് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെൽ ഈസ് കോൾഡ് ബ്രീത്തിങ്. അപ്പൊ എന്താ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ? കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലും അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനും തമ്മിലുള്ള ഗ്യാസിന്റെ എക്സ്ചേഞ്ചിനെ, കൈമാറ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രീത്തിങ്. ദ കോമൺലി നോൺ ആസ്, ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റെസ്പിറേഷൻ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ഇതിനെ വിളിക്കാൻ പറ്റും. റെഡിയല്ലേ? പ്ലേസ് യുവർ ഹാൻഡ് ഓൺ യുവർ ചെസ്റ്റ്, നിങ്ങൾ ചെസ്റ്റിൽ ഒന്ന് കൈ വെക്കൂ.
അപ്പൊ എന്ത് ചെയ്യും? യു ക്യാൻ ഫീൽ ദാറ്റ് ജസ്റ്റ് മൂവിങ് ഡൗൺ. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? നിങ്ങളെ ചെസ്റ്റ് പൊന്തുന്നു താകുന്നു അല്ലെ? അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് അറിയോ ഡ്യൂ ടു ബ്രീത്തിങ്. അത് ബ്രീത്തിങ് കൊണ്ടാന്ന് നിങ്ങൾക്ക് അറിയോ? ഇല്ലടോ, ഇതൊരു അറിയില്ല അല്ലേ? നമ്മൾ ഇപ്പോഴാണ് അറിഞ്ഞുള്ളൂ അല്ലേ? നമ്മളെ കൊച്ചുങ്ങളാക്കാണ് ഇവര്. ഓക്കെ, ആൾറെഡി ആണ് അല്ലേ? യെസ്, ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇപ്പോഴല്ലേ. നിങ്ങൾക്ക് അറിയോ ഡ്യൂ ടു ബ്രീത്തിങ് ആണെന്ന്? യെസ്. ഹൗ ഡു ബ്രീത്ത്? നമ്മൾ എങ്ങനെ ബ്രീത്ത് ചെയ്യാം? The respiratory organs and the mechanism of breathing are described in the following section of this chapter. ഈ ചാപ്റ്ററിന്റെ ഇനി അങ്ങോട്ടുള്ള സെക്ഷനിൽ എങ്ങനെ ബ്രീത്ത് ചെയ്യുന്നു, അതിന്റെ മെക്കാനിസം എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഓക്കെ, നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്ന ഒന്നാമത്തെ ഹെഡിങ്ങിലേക്കാണ്. റെഡി അല്ലേ? ഫസ്റ്റ് സെക്ഷൻസ് ഓക്കെ അല്ലേ? റെഡി ആണല്ലോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും എൻ്റെ കൂടെ ഇങ്ങനെ വായിച്ചു വരട്ടെ. എൻസിആർടി റീഡ് ചെയ്ത് നമ്മളിങ്ങനെ എൻസിആർടി തഴമ്പിച്ച് എൻസിആർടി ലൈൻസ് ഒക്കെ കാണാപ്പാടം പഠിച്ച് നമ്മൾ പൊള്ളിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് ഈ ചാപ്റ്റർ 1 മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്ററിൽ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 1 minute 3 questions. റെഡി അല്ലേ? റെഡി. ഓക്കെ, നോക്കോ. അപ്പോൾ അടുത്തേക്ക് പോകണം നമ്മൾ. റെഡി നോക്കാം. The mechanism of respiratory organ. The mechanism of breathing. Breathing in the mechanism vary among different group of animals depending mainly on their habitats and level of organization. ജീവികളുടെ ലെവൽ, അത് സെല്ലുലാർ ലെവലാണോ, ടിഷ്യൂ ലെവലാണോ, ഓർഗൻ ലെവലാണോ, ഓർഗൻ സിസ്റ്റം ലെവലാണോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലും ഹാബിറ്റാറ്റ്, അവർ വെള്ളത്തിൽ ജീവിക്കുന്നവരാണോ കരയിൽ ജീവിക്കുന്നവരാണോ എന്നുള്ള അവരുടെ ഹാബിറ്ററ്റിന്റെ അടിസ്ഥാനത്തിലും എന്താകുന്നു? ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസിലെ എന്തുണ്ട്? ബ്രീത്തിങ്ങിന്റെ മെക്കാനിസത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണം അറിയട്ടെ, ദ ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സിൽപ്പെട്ട സ്പോഞ്ചസ്, സീലൻഡ്രേറ്റ്സ്, ഫ്ലാറ്റ് വേംസ്, ഇവരുടെയൊക്കെ പ്രത്യേകത എന്താ? എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ. ഇവർ ഓക്സിജൻ എക്സ്ചേഞ്ച് ചെയ്യുന്നു വിത്ത് ആരുമായിട്ട് തന്നെയാ? കാർബൺ ഡൈ ഓക്സൈഡുമായി തന്നെയാ. ബൈ എങ്ങനെയാ? സിമ്പിൾ ഡിഫ്യൂഷനാ. അപ്പൊ സിമ്പിൾ ഡിഫ്യൂഷൻ നടത്തിക്കൊണ്ടാണ് ഓക്സിജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ആര് എക്സ്ചേഞ്ച് നടത്തുന്നത്? സ്പോഞ്ചസും സീലൻഡ്രേറ്റ്സും ഫ്ലാറ്റ് വേംസും എക്സ്ചേഞ്ച് നടത്തുന്നത്. എന്നിട്ട് പറയാം their body surface. അവരുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് എങ്ങനെയാ? ബോഡി സർഫസിലൂടെയാ. The earthworms use their moist cuticles. അല്ലേ? അവർ യൂസ് ചെയ്യുന്നത് മോയിസ്റ്റ് ക്യൂട്ടിക്കിളാ. ഇൻസെക്ട് ആണെങ്കിലോ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്. അവരുടെ ബോഡിയിലെ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ് ആണ് ഇസ് കോൾഡ് ട്രക്കിയൽ ട്യൂബ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എവിടെ? ഈ ആർത്രോപോഡ്സിൽ അല്ലെ? ബുക്ക് ലെൻസ്, അതേപോലെ തന്നെ ട്രക്കിയൽ സിസ്റ്റം, ബുക്ക് ഗിൽസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി ഓർഗൻസ് ആണ് എവിടെ കാണപ്പെടുക? ഇൻസെക്റ്റിൽ കാണപ്പെടുക. ഓക്കെ ഗായ്സ്, അപ്പൊ നോക്കിക്കോ. അപ്പൊ പറഞ്ഞെന്താ? ട്രക്കിയൽ ട്യൂബ്, ട്രക്കിയൽ സിസ്റ്റംസ് അല്ലെ? ടു ട്രാൻസ്പോർട്ട് അറ്റ്മോസ്ഫിയറിക് എയർ. ഇവർ അറ്റ്മോസ്ഫിയറിക് എയറിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു വിത്തിൻ ദ ബോഡി, ഇവരുടെ ബോഡിയിലേക്ക്. സ്പെഷ്യൽ വാസ്കുലറൈസ്ഡ് ആയ സ്ട്രക്ചർ ഉണ്ട്, ഇസ് കോൾഡ് ഗില്ല് ട്ടോ. ഇനി അടുത്തയിലേക്ക് മാറണേ. അപ്പൊ ഗില്ലിനെ എൻസിആർടി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഓ മാൻ, വിച്ച് വെരി ഇമ്പോർട്ടന്റ്. കണ്ടോ? ഭയങ്കര ഇമ്പോർട്ടന്റ് വേണേ, ഒറ്റ മൈൻഡിൽ ഓർമ്മ വേണേ. എൻസിആർടി ഗില്ലിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാ? വാസ്കുലറൈസ്ഡ് സ്ട്രക്ചറിന്റെ പേരാണ് ഗില്ല്. ഈസ് കോൾഡ്. അത് എന്തിനു സഹായിക്കുന്നു? ബ്രാഞ്ചിയൽ റെസ്പിറേഷൻ. ബ്രാഞ്ചിയൽ റെസ്പിറേഷന് സഹായിക്കുന്നു. ആർ യൂസ്ഡ്. ആരാ ഇത് യൂസ് ചെയ്യുക? ബൈ മോസ്റ്റ് ഓഫ് ദ അക്വാട്ടിക് ആർത്രോപോഡ്സ്. അക്വാട്ടിക് ആർത്രോപോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അക്വാട്ടിക് മോളസ്കസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? എന്നാൽ വാസ്കുലറൈസ്ഡ് ബാഗ് ഉണ്ട് കേട്ടോ. പേരെന്താ? ലെൻസാ. വാസ്കുലറൈസ്ഡ് ബാഗിന്റെ പേര് ലെൻസ് ആണ്. അത് യൂസ് ചെയ്യുന്നത് എന്തിനാ? പൾമോണറി റെസ്പിറേഷൻ ആർ യൂസ്ഡ് ബൈ. ഇത് ആരെ യൂസ് ചെയ്യുന്നത്? ടെറസ്ട്രിയൽ ഫോമിൽപ്പെട്ട കരയിൽ ജീവിക്കുന്ന ജീവികൾ ഇവർ എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്യുന്നു. കരയിൽ ജീവിക്കുന്ന ജീവികൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു ഓഫ് ഗ്യാസസ് അല്ലെ? അപ്പൊ കരയിൽ ജീവിക്കുന്ന ജീവികൾ ഗ്യാസ് എക്സ്ചേഞ്ചിന് ഉപയോഗിക്കുന്നത് എന്താണ്? ലെൻസ് ആണ്. അത് ഉപയോഗിക്കുന്ന റെസ്പിറേഷന്റെ പേര് പൾമോണറി റെസ്പിറേഷൻ ആണ്. ആർക്ക് അത് ഉപയോഗിക്കുന്നതെന്ന് അറിയോ? എമംഗ് ദ വെർട്ടിബ്രേറ്റ്സ് അല്ലെ? വെർട്ടിബ്രേറ്റ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദ ഫിഷസ് യൂസ് ഗില്ലാണ്. വെർട്ടിബ്രേറ്റ്സിൽപ്പെട്ട ഫിഷസ് യൂസ് ചെയ്യുന്നത് ഗില്ലാണ്. എന്നാൽ ആംഫിബിയ, റെപ്റ്റീലിയ, ബേർഡ്സ് ആൻഡ് മാമൽസ് ഇവരെല്ലാം റെസ്പയർ ചെയ്യുന്നത് ത്രൂ ഏതാണ്? ലെൻസ് ആണ്. ആംഫിബിയയിൽപ്പെട്ട ലൈക്ക് ഫ്രോഗില്ലേ? ഫ്രോഗ് ക്യാൻ റെസ്പയർ. അവർക്ക് ശ്വസിക്കാനുള്ള കഴിവുണ്ട്. എങ്ങനെ? ത്രൂ ദെയർ മോയിസ്റ്റ് സ്കിൻ. സ്കിന്നിലൂടെ ബ്രീത്ത് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ഇസ് കോൾഡ് ക്യൂട്ടാനിയസ് റെസ്പിറേഷൻ. അപ്പൊ ക്യൂട്ടാനിയസ് റെസ്പിറേഷൻസ് രണ്ടാളുകൾക്കുണ്ട്. ആർക്കൊക്കെയുണ്ട്? ഒന്ന് ഫ്രോഗ്, രണ്ടാർക്കും ഉണ്ട്. ഇവിടെ 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 പറഞ്ഞില്ലേ? ആർക്ക്? നമ്മൾ അനലിഡയിൽപ്പെട്ട എർത്ത് വേംസിന്. കണ്ട? എർത്ത് വേംസിന് മോയിസ്റ്റ് ക്യൂട്ടിക്കൽ ക്യൂട്ടാനിയസ് റെസ്പിറേഷനാ. അപ്പൊ 2 ക്യൂട്ടാനിയസ് റെസ്പിറേഷൻ. പിന്നെ പൾമോണറി റെസ്പിറേഷൻ,
പിന്നെ ഗില്ല് യൂസ് ചെയ്തുകൊണ്ടുള്ള ബ്രാഞ്ചിയൽ റെസ്പിറേഷൻ അല്ലെ ഇസ് കോൾഡ്. ഇതാണ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. വായിച്ച് 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 നിങ്ങൾ പഠിക്കുക. റെഡിയല്ലേ? അടുത്ത നീറ്റ് നമുക്കുള്ളതാ. അടുത്ത നീറ്റ് നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കും. ഇനിയൊരു റിപ്പീറ്റേഷൻ ഇല്ല. നമ്മളങ്ങ് പഠിച്ച് നമ്മൾ അടുത്ത നീറ്റ് നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കും. എന്റെ കൂടെ കൂടി ഞാൻ സെറ്റാക്കി തരും. നിങ്ങൾ എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കണ്ട. ബാക്കി നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ മതി. ഓക്കെ ഓക്കെ, അപ്പൊ നോക്കിക്കോ, ബാക്കി നോക്കിക്കോ. യെസ് റെഡി. അടുത്തതാണ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റംസ്. യെസ് ഗായ്സ്, അടുത്ത് കേട്ടോ, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിലോട്ട് നമ്മൾ പോവാ. അടുത്തതാണ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മൾ ഹ്യൂമനിലേക്ക് കയറാം കേട്ടോ മക്കളെ. നമ്മൾ ഇനി നേരെ പോകുന്നത് അങ്ങോട്ടാ, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്കാ. നോക്കിക്കോ, നമുക്ക് എന്തുണ്ട്? ഒരു പെയർ എക്സ്റ്റേണൽ നോസ്ട്രിൽ, മൂക്കിന് 2 ദ്വാരങ്ങളുണ്ട്. മൂക്കിന് 2 ദ്വാരം. ഓപ്പൺ, അത് തുറക്കുന്നു. ഔട്ട്, പുറത്തേക്ക്. എബോവ് ദ അപ്പർ ലിപ്പ് അല്ലെ, മേൽ ചുണ്ടിന് മുകളിലൂടെയാണ് ഈ മൂക്കിന്റെ 2 ദ്വാരങ്ങൾ തുറക്കുന്നത്. ടിൽ ലീഡ് ടു നേസൽ ചേംബർ. ഈ മൂക്കിന്റെ 2 ദ്വാരം, മൂക്കിന്റെ 2 ദ്വാരം അല്ലെ, എങ്ങനെ ഉണ്ടാവുക? ഇത് നേരെ അറിയോ, നേസൽ ചേംബറിലേക്കാ പോകുന്നത്. ത്രൂ ഏതിലൂടെ? നേസൽ പാസേജ്. അപ്പൊ ഇതാണ് നേസൽ പാസേജ്, ഇതാണ് ആര്? നേസൽ ചേംബർ. അവൻ നോസ്ട്രിൽ അല്ലെ, അവൻ അപ്പർ ലിപ്പ്, നോസ്ട്രിൽ and nasal chamber, nasal passage. നേരെ പോകുന്നത് എങ്ങോട്ടാ? nasal passage-ലേക്കാ. The nasal chamber opening to pharynx. nasal chamber നേരെ തുറക്കുന്നത് എങ്ങോട്ടാ? pharynx-ലേക്കാ. a portion of which the common passage of food and air. pharynx എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, pharynx എന്ന് പറഞ്ഞാൽ the common passage of food and air. ഫുഡ് അല്ലെ, ഇതിൽ എക്സാമ്പിൾ, ഇപ്പൊ ഇതിലൂടെ പോകുന്നത് ഫുഡാ, ഇതിലൂടെ ഫുഡ് പോകുന്നു, ആൻഡ് ഇതിലൂടെ പോകുന്നത് എന്താ? എയറാ അല്ലെ. കാണുന്നുണ്ടോടാ? സെറ്റാണോ? കാണുന്നില്ലേ? ഓക്കെ, കറക്റ്റ് അല്ലേ? നോക്കോ, അപ്പൊ ഫുഡ് ആൻഡ് എയർ അല്ലെ, ഒരു ഡക്റ്റിലൂടെ പോകുന്നത് ഫുഡ് ആണെങ്കിൽ മറ്റേ ഡക്റ്റിലൂടെ പോകുന്നത് എന്താടാ? എയർ ആണ്. അപ്പൊ എയർ അല്ലെ, ഫുഡും എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് പാസ് ചെയ്യാം അല്ലെ. സോറി അങ്ങനല്ല, ഒരുമിച്ച് പാസ് ചെയ്യുന്ന സ്ഥലമാണ് ഫാരിൻസ്. അപ്പൊ ഫാരിൻസ് ഈസ് എ പോർഷൻ വിച്ച് ഈസ് എ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. ഫുഡും എയറും ഒരുമിച്ച് പോകുന്ന സ്ഥലം, ഇത് നമുക്ക് എന്ത് വിളിക്കാം? ഇസ് കോൾഡ് ഫാരിൻസ് എന്ന് എന്ത് ചെയ്യാം? വിളിക്കാം. ഇതാണ് നമ്മൾ ഫാരിൻസ്. എന്നിട്ടോ, ദ ഫാരിൻസ് ഓപ്പൺ ത്രൂ ദ ലാരിൻസ് റീജിയൻ ഇൻടു ദ ട്രക്കിയ. എടാ, ഇതാണ് ട്രക്കിയ. ട്രക്കിയന്റെ തൊട്ട് മുകളിൽ അവിടെ നമുക്ക് എന്ത് പറയാം? ഈ ലാരിൻസ് എന്ന് വിളിക്കാം. അപ്പൊ ത്രൂ ദ ലാരിൻസ് റീജിയൻ ഇൻടു ദ ട്രക്കിയ. അപ്പൊ ട്രക്കിയയിലേക്ക് കടക്കുന്നത് ഏതിലൂടെയാ? ട്രക്കിയയിലേക്ക് കടക്കുന്നത് ലാരിൻസ് എന്ന് പറയുന്ന റീജിയൻസിലൂടെയാ. ലാരിൻസ് എന്ന് വെച്ചാൽ എന്താ? അവിടെ കാർട്ടിലേജിനസ് ബോക്സ്. ലാരിൻസിൽ നിങ്ങൾക്ക് ഒരു കാർട്ടിലേജിനസ് കൊണ്ട് നിർമ്മിച്ച ഒരു ബോക്സ് കാണാം, വിച്ച് ഹെൽപ്പ്. ആ കാർട്ടിലേജിനസ് ബോക്സസ് എന്തിനു സഹായിക്കുന്നുണ്ട്? സൗണ്ടിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്നുണ്ട്. ഹെൻസ് അതുകൊണ്ട് തന്നെ ആ ലാരിൻസ് നമുക്ക് എന്ത് വിളിക്കാം? സൗണ്ട് ബോക്സ് എന്ന് വിളിക്കാം. അപ്പൊ ലാരിൻസ് എന്തുണ്ട്? ലാരിൻസ് എന്ന് പറഞ്ഞാൽ കാർട്ടിലേജിനസ് ബോക്സ് ആണ്, അത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ലാരിൻസിന് എന്ത് വിളിക്കാം? സൗണ്ട് ബോക്സ് എന്ന് വിളിക്കാം. ഡ്യൂറിംഗ് ദ സൊല്ലോയിഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ല ലാരിൻസ് ഒക്കെ അല്ലെ. നമ്മൾ ചില സൈക്കോപാത്തുകളൊക്കെ ചില സ്ത്രീകളെ എന്ത് ചെയ്യും? ബ്രൂട്ടലായിട്ട് ലൈംഗിക എന്ന് വെച്ചാൽ റേപ്പ് ചെയ്തിട്ട് അവരെ കൊന്നുകളയുന്ന കേസിലൊക്കെ എന്ത് ചെയ്യും? ഈ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു വടി വെച്ച് എന്ത് ചെയ്യും? അവരുടെ ഈ ലാരിൻസ് ഇവിടെ അടിച്ചു പൊടിക്കും അല്ലേ. നമ്മൾ ഇത് ഫിലിമിലൊക്കെ ഉണ്ടല്ലോ അത് അല്ലെ, ലാരിൻസ് അടിച്ചു പൊടിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ലാരിൻസ് പൊട്ടിക്കഴിഞ്ഞാൽ, സൗണ്ട് ബോക്സ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഇവരെ പീഡിപ്പിക്കുന്ന സമയത്ത് ഇവർ കരഞ്ഞാലും പുറത്തേക്ക് സൗണ്ട് വരില്ല. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ചില സൈക്കോപാത്തുകളൊക്കെ ചെയ്യുന്ന കില്ലിങ്ങിൽ ഇങ്ങനെ കാണാൻ പറ്റും. അവരെ തൊറാക്സിക് ക്യാവിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ, അവരെ നെക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ലാരിൻസ് എന്തായി ഉണ്ടാവും? പൊട്ടിപ്പോയിണ്ടാവും. അപ്പൊ ലാരിൻസ് പൊട്ടിച്ചിട്ടായിരിക്കും ചില ആൾക്കാർ എന്ത് ചെയ്യുക? ചില ആൾക്കാരെ പീഡിപ്പിക്കല്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ ലാരിൻസിന്റെ ഈ ഭാഗം ഇത് സൗണ്ട് ബോക്സ് ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക? സൗണ്ട് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുക. അത് കേട്ടോ. ഭക്ഷണം വിഴുങ്ങുന്ന സമയത്ത് ഗ്ലോട്ടിസ് can be covered by a thin elastic cartilaginous flap called epiglottis to prevent the entry of food into the larynx. അല്ലേ? നോക്കട്ടോ, ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇതാണ് നമ്മളെ ആര് ഓക്കെ മക്കളെ നോക്കാം. ഇത് നമ്മൾ ട്രക്ക് ചെയ്യാം. ഇത് നമ്മൾ ഈസോഫാഗസ്.
ട്രക്കിയാണ് ഈസോഫാഗസ് ആണ്. റെഡി. അപ്പോൾ ഇതാണ് ട്രക്കിയ, ഇതാണ് ഈസോഫാഗസ്. റെഡി അല്ലേ? റെഡി, കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാവരും ഓക്കെയാണ്. ട്രക്കിയാണ്, ഈസോഫാഗസ് ആണ്. ഓക്കെ മക്കളെല്ലാവരും ഓക്കെയാണ്. ഇനി നമ്മൾ പറഞ്ഞത് ഇവിടെയാണ് ആരുണ്ടാവുക? എപ്പിഗ്ലോട്ടിസ് ഉണ്ടാവുക അല്ലേ? എപ്പിഗ്ലോട്ടിസ് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഈ ഭാഗത്ത് ഇതിങ്ങനെ എപ്പിഗ്ലോട്ടിസ്. റെഡി? വിചാരിക്കും എപ്പിഗ്ലോട്ടിസ് കവർ ചെയ്തുകൊണ്ട് എപ്പിഗ്ലോട്ടിസ് ഉണ്ട്. ഇതിൻ്റെ ഇങ്ങനെ ഏകദേശം ഇതൊരു ഈ ഭാഗത്ത് ഇങ്ങനെ ഇതാണ് എപ്പിഗ്ലോട്ടിസ്. റെഡിയാണെന്ന് വിചാരിക്കും. ഇത് എപ്പിഗ്ലോട്ടിസ് ആണ്, എപ്പിഗ്ലോട്ടിസ്. റെഡി. അപ്പോൾ ഇതാണ് എപ്പിഗ്ലോട്ടിസ്. ഇനി ഈ എപ്പിഗ്ലോട്ടിസ് എവിടെ ഉണ്ടാവുക? ഗ്ലോട്ടിസിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഭാഗം നമുക്ക് എന്ത് വിളിക്കാം? ഗ്ലോട്ടിസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇത് നമ്മൾ ഗ്ലോട്ടിസ്, ഇത് എപ്പിഗ്ലോട്ടിസ് കേട്ടോ. ഇത് എപ്പിഗ്ലോട്ടിസ് ആണ്. അപ്പോൾ എപ്പിഗ്ലോട്ടിസ് എവിടെ ഉണ്ടാവുക? ഗ്ലോട്ടിസിലായിരിക്കും ഉണ്ടാവുക. റെഡി. ഇനി ഈ ഒരു പോർഷൻ നമുക്ക് എന്ത് വിളിക്കാം? ഇസ് കോൾഡ് ലാരിൻസ്. ശരിക്കും ഇങ്ങനെയാണ് സാധനം, പക്ഷേ നിങ്ങൾ NCERT ബുക്കിൽ ഇങ്ങനെ നല്ല പറഞ്ഞേ. അപ്പോൾ നമുക്ക് NCERT ബുക്ക് പറഞ്ഞത് വെച്ച് ഇങ്ങനെ പറയാം. ഏറ്റവും മേലെ എപ്പിഗ്ലോട്ടിസ്, എപ്പിഗ്ലോട്ടിസ് കാണുന്നത് ഗ്ലോട്ടിസിൽ, ഈ ഗ്ലോട്ടിസിന് നേരെ താഴെയുള്ളത് ലാരിൻസ്, പിന്നെ നേരെ ട്രക്കിയ. ഇങ്ങനെയാണ് NCERT ബുക്ക് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ലാരിൻസ് ഈ ഒരു റീജിയനാണ് യഥാർത്ഥത്തിൽ ആര് വിളിക്കൽ? ലാരിൻസ് എന്ന് വിളിക്കുന്നത്. മെഡിക്കൽ ബുക്കിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അങ്ങനെ ആയിരിക്കും കാണപ്പെടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം ഇങ്ങനെ പഠിക്കാം. ഏറ്റവും മേലെ എപ്പിഗ്ലോട്ടിസ് ഉണ്ട്. എപ്പിഗ്ലോട്ടിസ് കാണുന്നത് ഗ്ലോട്ടിസിലാണ്. ഗ്ലോട്ടിസിന് നേരെ ലാരിൻസ്, ലാരിൻസിലൂടെ നേരെ ട്രക്കിയിലേക്കാണ് പോവുക. ഇങ്ങനെയാണ് NCERT പറഞ്ഞത്. നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? അങ്ങനെ തന്നെ പഠിക്കാം. റെഡിയാണ് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ എപ്പിഗ്ലോട്ടിസ് എന്താ സംഭവിക്കുക? നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അല്ലെ, നേരെ ഫുഡ് വരികയാണ്. ഫുഡ് വരുമ്പോൾ എന്ത് ചെയ്യും? ഈ എപ്പിഗ്ലോട്ടിസിനെ മേലാണ് പുഷ് ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യും? എപ്പിഗ്ലോട്ടിസ് അങ്ങ് ക്ലോസ് ചെയ്യും. എപ്പിഗ്ലോട്ടിസ് അങ്ങ് ക്ലോസ് ചെയ്താൽ അല്ലേ, എപ്പിഗ്ലോട്ടിസ് അങ്ങ് ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് എങ്ങോട്ട് മാത്രമേ പോകുന്നുള്ളൂ? ഇൻ ടു ദ ഈസോഫാഗസ്. നേരെ ഇങ്ങോട്ടേയും ഈസോഫാഗസിലേക്ക് പോവുകയാണ് ചെയ്യാം. റെഡി അല്ലേ? അപ്പോൾ ഇതാണ് NCERT ബുക്ക് നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും കാര്യം ഗംഭീരമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. എപ്പിഗ്ലോട്ടിസ് ആണ് ഫസ്റ്റ് ഉണ്ടാവുക. എപ്പിഗ്ലോട്ടിസ് എവിടെ ഉണ്ടാവുക? ഗ്ലോട്ടിസിലാണ് ഉണ്ടാവുക. ഈ ഗ്ലോട്ടിസ് കഴിഞ്ഞാൽ പിന്നെ ലാരിൻസ് ഉണ്ടാവുക. ലാരിൻസ് കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടാവുക? അല്ലെ, ട്രക്കിയ ഉണ്ടാവുക. ലാരിൻസിലാണ് നമ്മൾ വോക്കൽ സാഗ് കാണപ്പെടുന്നത്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോക്കൽ സാഗ് ഉണ്ടാവുക. പക്ഷേ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ ഈ ഒരു റീജിയൻ, ഈ ഒരു ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് യഥാർത്ഥത്തിൽ ലാരിൻസ്. പക്ഷേ NCERT പ്രകാരം എപ്പിഗ്ലോട്ടിസ്, ഗ്ലോട്ടിസ്, ലാരിൻസ്, പിന്നെ എന്ത്? ട്രക്കിയ. റെഡി അല്ലേ? എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിച്ച് നമുക്ക് നേരെ വീണ്ടും എങ്ങോട്ട് തന്നെ പോകാം മക്കളെ? നമ്മൾ NCERT ബുക്കിലേക്ക് തന്നെ പോകാം. റെഡി? റെഡി. അപ്പോൾ നമ്മൾ NCERTയിലേക്ക് നമ്മൾ പോകണം. ഇവിടെ NCERT യെസ്, റെഡി. അപ്പോൾ നോക്കും. അപ്പോൾ റെഡി കേട്ടോ, എല്ലാം സെറ്റ് ആയിട്ടുണ്ട്, എല്ലാം ഗംഭീരമായിട്ടുണ്ട്. റെഡി, നോക്കാം. അപ്പോൾ നോക്കിയോളൂ. അപ്പോൾ പറഞ്ഞതാണ് ഈ സൗണ്ട് ബോക്സ് പറഞ്ഞു ഡ്യൂറിങ് ദ സെല്ലോയിങ്. അല്ലേ, ഭക്ഷണം വീങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഡ്യൂറിങ് ദ സെല്ലോയിങ്, ഭക്ഷണം വീങ്ങുന്ന സമയത്ത് ഗ്ലോട്ടിസ് ക്യാൻ ബി കവേർഡ് അല്ലെ, ഗ്ലോട്ടിസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു കട്ടിയില്ലാത്ത ഇലാസ്റ്റിക് കാർട്ടിലേജസ് ഫ്ലാപ്പ്. ഓന്റെ മോനെ, എപ്പിഗ്ലോട്ടിസിനെ NCERT വിശേഷിപ്പിച്ചതുണ്ടല്ലേ. എപ്പിഗ്ലോട്ടിസ് ഈസ് അല്ലെ കാർട്ടിലേജിനസ് ഫ്ലാപ്പ് തരും, ഇലാസ്റ്റിക് കാർട്ടിലേജിനസ് ഫ്ലാപ്പ് എന്ന് പറയും, തിൻ ഇലാസ്റ്റിക് കാർട്ടിലേജസ് ഫ്ലാപ്പ് എന്ന് പറയും. നല്ല ക്വസ്റ്റൻ അല്ലേ? ഗംഭീര ക്വസ്റ്റൻ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? ഫ്ലാപ്പ് വെറും ഫ്ലാപ്പ് അല്ല, കാർട്ടിലേജിനസ് ഫ്ലാപ്പ് അല്ല, ഇലാസ്റ്റിക് കാർട്ടിലേജിനസ് ഫ്ലാപ്പും അല്ല, തിൻ ഇലാസ്റ്റിക് കാർട്ടിലേജിനസ് ഫ്ലാപ്പാണ്. ആരെ? എപ്പിഗ്ലോട്ടിസ്. അടിപൊളി ക്വസ്റ്റ്യൻസ് ആട്ടോ അത്. ഇത് പ്രിവെന്റ് ചെയ്യാൻ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ദ ലാരിൻസ്. ലാരിൻസിലേക്ക് ഫുഡ് വരുന്നത് ആരെ തടയല്? എപ്പിഗ്ലോട്ടിസ് ആണ് എന്ത് ചെയ്യുക? തടയുക. ട്രക്കിയ എന്ന് പറഞ്ഞാൽ ഇസ്ട്രൈ ട്യൂബ്, അത് നേരെയുള്ള ട്യൂബാണ്. എക്സ്റ്റെൻഡ് അപ് അല്ലെ, അത് എക്സ്റ്റെൻഡ് അപ് ടു ദ മിഡ് തൊറാസിക് ക്യാവിറ്റി, അത് മിഡ് തൊറാസിക് ക്യാവിറ്റിയിലൂടെ കടന്നു പോകുകയാണ്. അത് ഡിവൈഡ് ചെയ്യുന്നു അറ്റ് ദ ലെവൽ ഓഫ് ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്ര, അഞ്ചാമത്തെ നട്ടല് അല്ലെ, ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്രയിൽ വെച്ച്. വെർട്ടിബ്ര പല ടൈപ്സ് ഉണ്ട്, നമുക്ക് ലോക്കോമോഷനുള്ള ചാപ്റ്റർ എടുക്കാനുണ്ട്, അവിടെ നമ്മൾ പഠിക്കും ഇല്ല. വെർട്ടിബ്ര എന്തുണ്ട്? പല ടൈപ്സ് ഉണ്ട്. അപ്പൊ ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്രയില് അതിന്റെ പൊസിഷനിൽ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കൈ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഇവർ ഡിവൈഡ് ചെയ്യുന്നു. ഈച്ച് ബ്രോങ്കൈ, ഓരോ ബ്രോങ്കൈയും അണ്ടർഗോ റിപ്പീറ്റഡ് ഡിവിഷൻ ഇൻ ടു ഫോം എ സെക്കൻഡറി, ടെർഷറി ബ്രോങ്കൈ ആൻഡ് ബ്രോങ്ക്യൂൾസ് എൻഡിങ് അപ്പ് ദ. എന്താ ഇവിടെ പറഞ്ഞത്? ഇതാണ് നമ്മളെ ട്രക്കിയ. അല്ലെ, ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്രയിൽ വെച്ച് രണ്ടായിട്ട് മാറുന്നു. പ്രൈമറി ബ്രോങ്കൈ, പിന്നീട് അവർ എന്തായിട്ട് മാറും? സെക്കൻഡറി ബ്രോങ്കൈ അല്ലെ, പ്രൈമറി ബ്രോങ്കൈ, സെക്കൻഡറി ബ്രോങ്കൈ, ദെൻ വീണ്ടും അവർ ഡിവൈഡ് ചെയ്യുന്നു ടെർഷറി ബ്രോങ്കൈ, ആൻഡ് ദെൻ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു ഇനീഷ്യൽ ബ്രോങ്ക്യൂൾസ്, വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു
ടെർമിനൽ ബ്രോങ്ക്യൂൾസ് ആൻഡ് ദെൻ അവസാനം നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും ദ ആൽവിയോളി അല്ലേ. ഇതാണ് NCERT പറഞ്ഞത്. അപ്പൊ നോക്കൂ എന്താ പറഞ്ഞേ, ഇറ്റ് ഈസ് പ്രൈമറി ബ്രോങ്കായി, ഇത് സെക്കൻഡറി ബ്രോങ്കായി അല്ലെ, ബ്രോങ്കായി അല്ലെ, സെക്കൻഡറി ബ്രോങ്കായി ആൻഡ് ഇറ്റ് ഈസ് primary, secondary, it is tertiary bronchi and it is initial bronchioles and the finally terminal bronchioles and finally alveoli. അതാണ് ഇവിടെ പറഞ്ഞത് അല്ലേ. അപ്പൊ എന്താ പറഞ്ഞേ, the each bronchi undergo repeated divided into in the secondary tertiary bronchi and bronchioles end up the very thin terminal bronchioles. അവസാനം അത് bronchioles ആയിട്ട് മാറും കേട്ടോ. അപ്പൊ bronchioles രണ്ടെണ്ണം ഉണ്ട്, ഇനീഷ്യൽ bronchioles ഉണ്ട്, bronchioles ഉണ്ട്. എന്നിട്ട് പറയണ the trachea primary, secondary and tertiary bronchi and initial bronchioles are supported by incomplete cartilaginous ring ഉണ്ട് എന്ന് വെച്ചാൽ ഇവിടെ എന്താ ഉദ്ദേശം അറിയോ, നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, സി ഷേപ്പ്ഡ് കാർട്ടിലേജ് ആരൊക്കെ ഉണ്ട് ഇവിടെ നോക്കിട്ടോ, ട്രക്കിയനെ അല്ലെ, ട്രക്കിയ, പിന്നെ പ്രൈമറി ബ്രോങ്കായി, പിന്നെ സെക്കൻഡറി ബ്രോങ്കായി, പിന്നെ ടെർമിനൽ ബ്രോങ്കായി, സോറി primary bronchi, secondary bronchi, primary, secondary, tertiary bronchi, then and initial bronchioles. ഇതില്ലേ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, സി ഷേപ്പ്ഡ് കാർട്ടിലേജ് കാണാൻ പറ്റും, അഥവാ ഇൻകംപ്ലീറ്റ് കാർട്ടിലേജ് കാണാൻ പറ്റും. എന്നാൽ ആ കാർട്ടിലേജ് ആബ്സെന്റ് ആണ് അവിടെ അറ്റ് ടെർമിനൽ ബ്രോങ്ക്യൂൾസ്. നീറ്റിന്റെ ക്വസ്റ്റ്യനാ, ടെർമിനൽ ബ്രോങ്ക്യൂൾസ് അല്ല കാണില്ലേ തന്നെ. അപ്പൊ ടെർമിനൽ ബ്രോങ്ക്യൂൾസിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റൂല, സി ഷേപ്പ്ഡ് കാർട്ടിലേജ് കാണാൻ പറ്റൂല കേട്ടോ. സി ഷേപ്പ്ഡ് കാർട്ടിലേജ് എവിടെ ഉണ്ടാവില്ല, ടെർമിനൽ ബ്രോങ്ക്യൂൾസിൽ കാണാൻ പറ്റൂല. ഈ പോയിന്റ്സ് നിങ്ങൾ മറക്കരുത്. റെഡി ആണെന്ന് വിചാരിക്കുന്നു. റെഡി അല്ല, റെഡി ഗംഭീര ക്വസ്റ്റ്യൻസ് ആണ് അത്. അപ്പൊ ടെർമിനൽ ബ്രോങ്ക്യൂൾസിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റൂല, സി ഷേപ്പ്ഡ് ഇൻകംപ്ലീറ്റ് കാർട്ടിലേജ് കാണാൻ പറ്റൂല. റെഡി അല്ല. ഇനി അർത്ഥം കേട്ടോ. നെക്സ്റ്റ്, ദ each terminal bronchioles give rise to number of very thin irregular വാളോട് കൂടിയിട്ടുള്ള ഒരു വാസ്കുലറൈസ്ഡ് ബാഗ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, പേരാണ് ആൽവിയോളി. ഇവനെയാണ് NCERT ഇങ്ങനെ വിശേഷിപ്പിച്ചത്. എങ്ങനെ വിശേഷിപ്പിച്ചത് എന്നറിയോ, നോക്കണേ, നമ്പർ ഓഫ് വെരി തിൻ, കട്ടില്ലാത്ത ഇറഗുലർ വാൾ, റെഗുലർ വാളല്ല, ഇറഗുലർ വാളാണ്, ആൻഡ് വാസ്കുലറൈസ്ഡ് ബാഗ് ലൈക്ക് സ്ട്രക്ചർ ആണ്, പേരെന്താണ്, ആൽവിയോളി. അപ്പൊ അവസാനം നിങ്ങൾക്ക് എന്ത് കാണാം, ആൽവിയോളികൾ കാണാൻ പറ്റും. എന്നിട്ടോ ദ ബ്രാഞ്ചിങ് നെറ്റ്വർക്ക് ഓഫ് ബ്രോങ്കായി, ബ്രോങ്ക്യൂൾസ് ആൻഡ് ആൽവിയോളി കംപ്രൈസ് ദ ലെൻസ്. ഇതെല്ലാം അടങ്ങിയതായിരിക്കും ആര്, ലെൻസ് എന്ന് പറഞ്ഞാല്. അപ്പൊ NCERT പറയാ ലെൻസ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ അല്ലെ, ബ്രോങ്കയും ബ്രോങ്ക്യൂൾസും ഇവരെല്ലാരും കൂടി അടങ്ങിയ ആ ഒരു ബാഗ് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെൻസ്. എന്നിട്ട് NCERT കണ്ടോ. അപ്പൊ എന്തൊക്കെ പറഞ്ഞേ, ട്രക്കിയ, ബ്രോങ്കായി, പ്രൈമറി ബ്രോങ്കായി, സെക്കൻഡറി ബ്രോങ്കായി, ടെർഷറി ബ്രോങ്കായി, ഇനീഷ്യൽ ബ്രോങ്ക്യൂൾസ്, ടെർമിനൽ ബ്രോങ്ക്യൂൾസ്, ആൽവിയോളി, ഇത് എല്ലാം കൂടി അടങ്ങിയ ആ ബാഗ് ലൈക്ക് സ്ട്രക്ചർ ഇല്ലേ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ലെൻസ് എന്നാണ് NCERT ബുക്ക് നമ്മളോട് പറഞ്ഞത്. എന്നിട്ടോ NCERT ബുക്ക് വീണ്ടും പറയുക തന്നെയാണ്. എന്താ പറഞ്ഞാൽ അവസ്ഥ സ്കോൾ അവരെ വിളിക്കുന്ന പേരാണെന്ത്, ലെൻസ്. വി ഹാവ് 2 ലെൻസ്, നമുക്ക് 2 ലെൻസ് ഉണ്ട്. കവേർഡ് ബൈ, ആ ലെൻസിനെ കവർ ചെയ്തുകൊണ്ട് ഡബിൾ ലെയർഡ് പ്ലൂറൈ ഉണ്ട്, വിത്ത് പ്ലൂറൽ ഫ്ലൂയിഡ് ബിറ്റ്വീൻ ദം. ആ 2 പ്ലൂറൽക്കിടയിൽ പ്ലൂറൽ ഫ്ലൂയിഡ് അടങ്ങിയിട്ടുണ്ട്. ഇറ്റ് റെഡ്യൂസ് ഫ്രിക്ഷൻ. ആ പ്ലൂറൽ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ത് ചെയ്യും, ഒഴിവാക്കും. എപ്പോ, ഓൺ ദ ലെൻസ് സർഫസ്. നിങ്ങളെ ലെൻസ് എന്ത് ചെയ്യും, ഇൻസ്പിരേഷന്റെയും എക്സ്പിരേഷന്റെയും സമയത്ത് അല്ലെ, ലെൻസ് എന്ത് ചെയ്യും, വികസിക്കുന്നു ചുരുങ്ങുന്നു, വികസിക്കുന്നു ചുരുങ്ങുന്നു. ഇങ്ങനെ ലെൻസ് വികസിക്കുന്നു ചുരുങ്ങുന്നു. ഈ 2 സമയത്തും എന്ത് ചെയ്യുന്നറിയോ, നിങ്ങളെ ലെൻസ് സർഫസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനെ ആര് ഇല്ലാതാക്കുന്നു, പ്ലൂറൽ ഫ്ലൂയിഡ് ഇല്ലാതാക്കുന്നു. അതാണ് NCERT നിങ്ങളോട് പറഞ്ഞത്. ആൻഡ് ഔട്ടർ പ്ലൂറൽ മെംബ്രെയിൻ ഈസ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദ thoracic cavity or thoracic chamber. ശരിയല്ലേ? എടാ ഇങ്ങോട്ട് നോക്ക്, എന്താ NCERT പറഞ്ഞതെന്നറിയോ, എന്താ പറഞ്ഞത് നിങ്ങൾക്ക് അറിയോ, ഇല്ലല്ലേ? നോക്കിക്കോ എന്താ പറഞ്ഞത്. എടാ ഇങ്ങോട്ട് നോക്ക്, ഇതാണ് നമ്മളെ ഇന്നർ പ്ലൂറ, ഇതാണ് ഔട്ടർ പ്ലൂറ. ഈ ഔട്ടർ പ്ലൂറ എപ്പോഴും നമ്മളെ thoracic ക്യാവിറ്റിയുമായിട്ട് ക്ലോസ് ആണ്, കോണ്ടാക്ട് ചെയ്ത് നിൽക്കുകയാണ്. എന്നാൽ ഇന്നർ പ്ലൂറ ലെൻസിലേക്ക് തട്ടി നിൽക്കുകയാണ് അല്ലേ. ഇതിന്റെ ഇടയിൽ യെല്ലോയിഷ് കളേർഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, പ്ലൂറൽ ഫ്ലൂയിഡ് കാണാൻ പറ്റും. അതാണ് കണ്ടോ, ഇസ് പ്ലൂറൽ ഫ്ലൂയിഡ്. ഇത് പ്ലൂറൽ ഫ്ലൂയിഡ് ആണ്, യെല്ലോ കളേർഡ്. അപ്പൊ പ്ലൂറൽ ഫ്ലൂയിഡ് എവിടെ ഉണ്ടാവുക, 2 ഇന്നർ പ്ലൂറ ആൻഡ് ഔട്ടർ പ്ലൂറ. ദ ഔട്ടർ പ്ലൂറ കോണ്ടാക്ട് വിത്ത് thoracic cavity, ദ ഇന്നർ പ്ലൂറ കോണ്ടാക്ട് വിത്ത് എന്താണ്,
ലെൻസ് ആണ്. റെഡിയാണെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. ബാക്കി നോക്കാം അല്ലേ? റെഡി അല്ലേ? ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, എന്നിട്ട് പറയാണ് എന്നിട്ട് പറയാ the lining of the inner pleural membrane is a contact with the lens surface. ശരിയല്ലേ? ഇന്നർ പ്ലൂറൽ എപ്പോഴും ലെൻസ് സർഫസുമായിട്ട് എന്ത് ചെയ്യുന്നു? കോണ്ടാക്റ്റിലാണ്. the part starting with the external nostril up to the terminal bronchioles. കണ്ടോ? മൂക്കിന്റെ ദ്വാരം മുതൽ കണ്ടോ? external nostril മൂക്കിന്റെ ദ്വാരം മുതൽ ഉൾഭാഗത്തുള്ള ടെർമിനൽ ബ്രോങ്കിയൂൾസ് വരെ നമുക്ക് എന്ത് വിളിക്കാം? കണ്ടക്റ്റിംഗ് പാർട്ട് എന്ന് വിളിക്കാം. അപ്പൊ ആരാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ കണ്ടക്റ്റിംഗ് പാർട്ട്? റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ കണ്ടക്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ നോസ്ട്രിൽ മുതൽ അങ്ങ് ടെർമിനൽ ബ്രോങ്കിയൂൾസ് വരെ കണ്ടക്റ്റിംഗ് പാർട്ടാണ്. എന്നാൽ ആൽവിയോളിക്ക് ചുറ്റുമുള്ള എന്താണ്? ബ്ലഡ് വെസലും ഡക്ട് കണ്ടോ? ഡക്ട് ആൽവിയോളിയും ആൽവിയോളിക്ക് ചുറ്റുമുള്ള ബ്ലഡ് വെസൽ എല്ലാം കൂടി ചേർന്നത് റെസ്പിറേറ്ററി അതല്ലെങ്കിൽ എക്സ്ചേഞ്ച് പാർട്ടാണ് എന്തിന്റെ? റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ. അപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ കണ്ടക്റ്റിംഗ് പാർട്ടും ഉണ്ട്, ദെൻ എന്തുണ്ട്? എക്സ്ചേഞ്ച് പാർട്ടും ഉണ്ട്. ഇനി അർത്ഥം കേട്ടോ, ദ കണ്ടക്റ്റിംഗ് പാർട്ട് ട്രാൻസ്പോർട്ട് അറ്റ്മോസ്ഫിയറിക് എയർ ടു ദ ആൽവിയോളി. അപ്പൊ കണ്ടക്റ്റിംഗ് പാർട്ടിന്റെ ഫംഗ്ഷൻ എന്താ? കണ്ടക്റ്റിംഗ് പാർട്ടിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചെയ്യണം ആരെ? അറ്റ്മോസ്ഫിയറിക് എയറിനെ. അറ്റ്മോസ്ഫിയറിലെ എയറിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു ടു എങ്ങോട്ട്? ടു ദ ആൽവിയോളി. എന്നിട്ടോ അല്ലേ കണ്ടക്റ്റിംഗ് പാർട്ടിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? അറ്റ്മോസ്ഫിയറിൽ എയറിനെ ലെൻസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ എടുക്കുന്ന എയറിലുള്ള പൊടിപടലങ്ങൾ അല്ലെ, അങ്ങനത്തെ ആവശ്യമില്ലാത്ത കുറെ ടെസ്റ്റ് പാർട്ടിക്കിൾസ് അതിനെ ക്ലിയർ ചെയ്യും. എന്നിട്ട് ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെ, ക്ലിയർ ദ ഫോം ഓഫ് ഫോറിൻ പാർട്ടിക്കിൾസ്. അപ്പൊ നമ്മൾ എടുക്കുന്ന എയറിലുള്ള ഫോറിൻ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്നത് ആരാണ്? കണ്ടക്റ്റിംഗ് പാർട്ടാണ്. ഹ്യൂമിഡിഫൈ ചെയ്യുന്നു ആൻഡ് ആൾസോ ബ്രിങ് ടു ദ എയർ ടു ബോഡി ടെമ്പറേച്ചർ. കണ്ടോ? നമ്മൾ ബോഡി ടെമ്പറേച്ചറിലേക്ക് എന്ത് ചെയ്യുക? മാറ്റണം. ആൻഡ് ഹ്യൂമിഡിഫൈ ചെയ്യുക. എന്താ ഹ്യൂമിഡിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ രൂപത്തിൽ അതിൽ വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്യും അല്ലെ. നമ്മൾ ഇങ്ങനെ ആകൂലേ നമ്മള് അല്ലെ, എയറിനെ പുറത്തേക്ക് ഇടൂലേ. അപ്പൊ നമ്മളെ ഒരു ചെറിയ വാട്ടർ വേപ്പർ കാണാം നമ്മൾ കണ്ണാടിന്റെ മുമ്പിലൊക്കെ. നമ്മളിങ്ങനെ ഫോണൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ അങ്ങനെ ആക്കൂലേ, ആ സമയത്ത് കുറെ വാട്ടർ വേപ്പേഴ്സ് കാണാൻ പറ്റും അല്ലെ. അപ്പൊ അതാണ് ഹ്യൂമിഡിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ ഹ്യൂമിഡിഫൈ ചെയ്യുക, ചെറിയ രൂപത്തിലൊക്കെ വാട്ടർ കണ്ടന്റ് ആഡ് ചെയ്യുക. ആൻഡ് ബ്രിങ് നമ്മൾ ബോഡി ടെമ്പറേച്ചറിലേക്ക് മാറ്റുക അല്ലെ. നമ്മൾ മൂക്കുന്ന വിടുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ടെമ്പറേച്ചർ യഥാർത്ഥത്തിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഊട്ടിയിലേക്ക് ചെന്ന് നല്ല തണുപ്പുള്ള പ്രദേശത്ത് ചെന്ന് നമ്മളിങ്ങനെ ബ്രീത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇടുമ്പോൾ അങ്ങനെ പുക പോണത് കാണാം. എന്താ? ഈ തണുത്ത അന്തരീക്ഷത്തിലേക്ക് നമ്മൾ മൂക്കുന്ന ചൂടുള്ള ടെമ്പറേച്ചർ പുറത്തേക്ക് പോകുമ്പോൾ അതിങ്ങനെ ആ തണുത്ത എയറിലേക്ക് നമ്മളെ ചൂടുള്ള എയർ ഇങ്ങനെ മിങ്കിൾ ചെയ്യുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന എയർ പറഞ്ഞാൽ എന്താണ്? ബോഡി ടെമ്പറേച്ചർ ആണ് ഇല്ല. അപ്പൊ എന്താണ്? ബ്രിങ് ടു ദ ബോഡി ടെമ്പറേച്ചർ. ദ എക്സ്ചേഞ്ച് പാർട്ട് ഈസ് സൈറ്റ് ഓഫ് ആക്ച്വൽ ഡിഫ്യൂഷൻ. എക്സ്ചേഞ്ച് പാർട്ടിൽ എപ്പോഴും എന്താ നടക്കുക എന്നറിയോ? എക്സ്ചേഞ്ച് പാർട്ടിൽ അവിടെ ഡിഫ്യൂഷൻ നടക്കും. ആര് തമ്മിലുള്ള ഡിഫ്യൂഷനാ? ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡും ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് എയർ അല്ലെ. ബ്ലഡും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് എയറും തമ്മിലുള്ള ഡിഫ്യൂഷൻ, ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എവിടെ വെച്ചാണ്? അത് ഡിഫ്യൂഷൻ സൈറ്റിൽ വെച്ചാണ്. റെഡിയാണ്? ഇത്രയുമാണ് NCERT നിങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് നേരെ അവിടേക്ക് പോവാണ്. ദ ലെൻസ്. ഇനി ലെൻസിനെ പറ്റി പറയാണ്. ദ ലെൻസ് ആർ സിറ്റുവേറ്റഡ് in the thoracic chamber അല്ലേ. ലെൻസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് thoracic chamberലാണ്. which anatomically ചേംബർ ആണ്. എന്താണ് അവിടെ പറഞ്ഞത് അറിയോ? ഭയങ്കര കിടിലം പോയിന്റാ. നമ്മളെ thoracic chamber പറഞ്ഞാൽ എയർ ടൈറ്റ് ചേംബർ ആണ്. അതിൻ്റെ ഉള്ളിൽ മൊത്തം എയർ നിറച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ എന്തിനാണ് ഇങ്ങനെ എയർ നിറച്ചു വെച്ചെന്നറിയോ? എന്താ പറയുന്നത്? thoracic chamber is formed dorsally. thoracic chamberന്റെ ബാക്ക് ഭാഗത്ത് നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? വെർട്ടിബൽ കോളം അല്ലെ, നട്ടല് കാണാൻ പറ്റും. വെൻട്രലി മുൻഭാഗത്ത് സ്റ്റേർണം, മാറല് കാണാൻ പറ്റും. ലേറ്റർലി ബൈ ദ റിബ്, അതിന്റെ രണ്ട് വശങ്ങളിൽ നിങ്ങൾക്ക് വാരിയൽ കാണാൻ പറ്റും. ഓൺ ദ ലോവർ സൈഡ് ഓഫ് ദ ഡോ അല്ലെ, അടിഭാഗത്ത് നിങ്ങൾക്ക് എന്ത് പറ്റും? ഡോം ഷേപ്ഡ് ഡയഫ്രം അല്ലെ. ഡോം ഷേപ്ഡ് ഡയഫ്രം, ഡോം അല്ലെ. അപ്പൊ ഡോം ഷേപ്ഡ് ഡയഫ്രം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇല്ലെ. എവിടെ? അടിഭാഗത്ത്, thoracic chamber അടിഭാഗത്ത് നിങ്ങൾക്ക് ഡോം ഷേപ്ഡ് ഡയഫ്രം ആണ് കാണാൻ പറ്റുക. ദ അനാട്ടമിക്കൽ സെറ്റപ്പ് ഓഫ് ലെൻസ്. ലെൻസിന്റെ അനാട്ടമിക്കൽ സെറ്റപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ അറിയോ? നമ്മളെ ലെൻസിനെ ഏത് രൂപത്തിലാണ് ഈ thoracic chamberൽ ക്രമീകരിച്ച് നിങ്ങൾക്കറിയോ? പറഞ്ഞാ എന്താ അറിയോ? എന്തെങ്കിലും എനി ചേഞ്ചസ് ദ വോളിയം ഓഫ് ദ thoracic cavity. നിങ്ങൾ thoracic cavityയിൽ എന്തെങ്കിലും ഒരു വോളിയത്തിൽ ചേഞ്ച് വന്നാല് അത് എങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യും? ലെൻസിലേക്ക് റിഫ്ലക്ട് ചെയ്യും. അഥവാ ലെൻസിനെ വിളിക്കുന്ന പേരാണ് പൾമോണറി ക്യാവിറ്റി. പൾമോണറി കേട്ടോ. പൾമോണറി എന്ന് പറഞ്ഞാൽ ലെൻസ് എന്നാണ്. കാർഡിയാക്ക് പറഞ്ഞാൽ എന്താ? ഹാർട്ട് എന്നല്ലേ. അപ്പൊ പൾമോണറി എന്ന് പറഞ്ഞാൽ എന്താ? ലെൻസ് എന്നാണ്. മനസ്സിലായല്ലോ? അപ്പൊ ചുരുക്കി പറഞ്ഞാല് നിങ്ങളുടെ thoracic ക്യാവിറ്റിയിൽ എന്തെങ്കിലും വോളിയത്തിൽ ചേഞ്ച് വന്നാൽ
അത് എങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യും? ലെൻസിലേക്ക്. ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടെ. നമ്മൾ എന്ത് ചെയ്യണം, ഇതാ പെട്ടെന്ന് ഒരാൾക്ക് നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് എന്ത് ചെയ്തു, കുഴഞ്ഞങ്ങ് വീണു. അപ്പോൾ നമുക്ക് മനസ്സിലായി അയാൾ എന്തോ പറ്റിയിട്ടുണ്ട്, അയാൾ ബ്രീത്ത് എടുക്കാൻ കഴിയാൻ കുറച്ച് ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും അല്ലേ, അയാൾക്ക് നമ്മൾ ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഇല്ലേ അയാൾക്ക് എയർ കൊടുക്കും. ഇനി അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അയാളെ റിബ് കേജിൻ്റെ മേലെ കൈ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, അയാൾക്ക് CPR കൊടുക്കും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, CPR കൊടുക്കുന്ന സമയത്ത് നമ്മൾ അയാളെ തൊറാസിക് ക്യാവിറ്റി അങ്ങോട്ട് അമർത്തുകയാണ്. അപ്പം നമ്മൾ തൊറാസിക് ക്യാവിറ്റി അമർത്തും എന്താ സംഭവിക്കാന്നറിയോ, ഈ തൊറാസിക് ക്യാവിറ്റി ചുരുങ്ങും. തൊറാസിക് ക്യാവിറ്റി ചുരുങ്ങുമ്പോൾ എന്ത് ചെയ്യും, അയാളെ ലെൻസിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യും. അപ്പം ലെൻസും ചുരുങ്ങും. അല്ലാതെ നമ്മൾ ലെൻസിനെ പിടിച്ചൊരിക്കലും അമർത്തൂല. ലെൻസിൻ്റെ മേലെ നമ്മൾ കൈ വെക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ തൊറാസിക് ചെയ്യുമ്പോൾ റിബ് വാരിയലിൻ്റെ മേലെ നമ്മൾ കൈ വെച്ച് അങ്ങ് അമർത്തുകയാണ്. അപ്പോൾ നമ്മൾ വാരിയലിൽ അമർത്തുമ്പോൾ അയാളെ തൊറാസിക് ക്യാവിറ്റി ചുരുങ്ങും. തൊറാസിക് ക്യാവിറ്റി ചുരുങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ചുരുങ്ങും, ലെൻസും ചുരുങ്ങും. അല്ലാതെ ലെൻസിൻ്റെ മേലെ കൈ വെച്ച് നമുക്ക് അമർത്താൻ പറ്റൂല. മനസ്സിലായില്ലേ? അതാ പറഞ്ഞത്, നിങ്ങൾ തൊറാസിക് ക്യാവിറ്റിയിൽ എന്തെങ്കിലും വോളിയത്തിൽ ഒരു ചേഞ്ച് വന്നാൽ ആ വോളിയത്തിലെ ചേഞ്ച് എങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, ലെൻസിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് NCERT പറഞ്ഞത്. റെഡി അല്ലേ? നിങ്ങൾ പറയുന്നത് സച്ച് അറേഞ്ച്മെന്റ് ഈസ് എസെൻഷ്യൽ. ഈ രൂപത്തിലുള്ള അറേഞ്ച്മെന്റ് ഭയങ്കര എസെൻഷ്യൽ, അത്യാവശ്യമാണ് ഫോർ എന്തിന്, ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട്. ആസ് വി കാനോട്ട്, കാരണം എന്താ വെച്ചോ, ആസ് വി കാനോട്ട് ഡയറക്ട്ലി ഓൾട്ടർ ദ പൾമണറി വോളിയം. നമുക്കൊരിക്കലും പൾമണറി വോളിയത്തിന് നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയില്ല. ലെൻസിന്റെ വോളിയം നമുക്ക് നേരിട്ട് ഒരിക്കലും കൂട്ടാൻ കഴിയില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തൊറാസിക് ചേമ്പറിന്റെ വോളിയം കൂട്ടാം, അപ്പോൾ ലെൻസിന്റെ വോളിയം കൂടും. നമുക്ക് വേണം തൊറാസിക് ചേമ്പറിന്റെ വോളിയം കുറക്കാം, അപ്പോൾ ലെൻസിന്റെ വോളിയം കുറയും. അല്ലാതെ നേരിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ലെൻസിന്റെ വോളിയം കൂട്ടാനോ ലെൻസിന്റെ വോളിയം കുറക്കാനോ നിങ്ങൾക്കുള്ള കഴിവില്ല എന്നാണ് NCERT പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം എന്തൊക്കെയാ പറഞ്ഞേ, നിങ്ങൾ തൊറാസിക് ക്യാവിറ്റി മുഴുവൻ എയർ ടൈറ്റ് ചേമ്പറാണ്. അവിടെ ലെൻസ് എന്ന് പറഞ്ഞൊരു ബാഗിലേക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ മുന്നിൽ വാരിയല്ല, അതിന് മുന്നിൽ മാറലാണ്, ബാക്കിൽ നട്ടലാണ്, വശങ്ങളിൽ രണ്ട് വശങ്ങളിൽ അല്ലേ എന്തുണ്ട്, റിബ് ഉണ്ട് അല്ലേ, എന്നിട്ട് ഇല്ല അടിഭാഗത്ത് ഡോം ഷേപ്ഡ് ഡയഫ്രം ഉണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ ലെൻസിന്റെ വോളിയം നേരിട്ട് കൂട്ടാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇത്ര കഴിയും, നിങ്ങൾ തൊറാസിക് ചേമ്പറിന്റെ വോളിയം നിങ്ങൾക്ക് കൂട്ടാം അല്ലെങ്കിൽ കുറക്കാം. അങ്ങനെ തൊറാസിക് ചേമ്പറിന്റെ വോളിയം കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലെൻസിന്റെ വോളിയം കൂടും എന്നാണ് NCERT പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ സെറ്റാണ്, റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഇനി നേരെ NCERT നിങ്ങൾ പറയുന്ന റെസ്പിറേഷന്റെ സ്റ്റെപ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. എന്തൊക്കെയാണ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നോക്കോ, NCERT പറഞ്ഞു തരാണ്. റെസ്പിറേഷൻ ഇൻവോൾവ് ദ ഫോളോയിങ് സ്റ്റെപ്സ് അല്ലേ. റെസ്പിറേഷനിൽ ദ ഫോളോയിങ് സ്റ്റെപ്സ് ഉണ്ട്. ഏതൊക്കെയാണ് സ്റ്റെപ്സ് നോക്കാം, നോക്കോ. ഒന്നാമത് റെസ്പിറേഷൻ ഇൻവോൾവ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. റെസ്പിറേഷൻ പ്രധാനമായിട്ടും ബ്രീത്തിങ് ഓർ പൾമണറി വെന്റിലേഷൻ ബൈ വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ is down and carbon dioxide rich alveolar air is released out. റെസ്പിറേഷൻ ഒന്നാമത് ബ്രീത്ത് ചെയ്യലാണ് അല്ലെങ്കിൽ പൾമണറി വെന്റിലേഷൻ നടത്തലാണ്. അറ്റ്മോസ്ഫിയറിക് എയറിനെ ഉള്ളിലേക്ക് എടുക്കുക. അതല്ലെങ്കിലോ കാർബൺ ഡയോക്സൈഡ് റിച്ച് ആയ ആൽവിയോളർ എയറിനെ നിങ്ങൾ പുറത്തേക്ക് ഒഴിവാക്കുക. ആൽവിയോളർ എയർ പുറത്തേക്ക് ഒഴിവാക്കുക, അല്ല അറ്റ്മോസ്ഫിയറിന് ഉള്ളിൽ എടുക്കുക. ഇതിന് സ്റ്റെപ്സ് ഒക്കെ ചോദിക്കലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നീറ്റിൽ ഡിസോർഡർ ആക്കി തന്നെ നമ്മൾ ഓർഡർ ചെയ്താൽ വേണ്ടി പറയും. നല്ല സാധനം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ബ്രീത്തിങ് എയർ ഉള്ളിൽ എടുക്കുക. രണ്ടാമത്തെ അതേപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് എയറിനെ പുറത്തേക്ക് വിടാം. രണ്ടെന്താ, ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് അക്രോസ് ആൽവിയോളർ മെംബ്രെയിൻ അല്ലേ. ആൽവിയോളർ മെംബ്രെയിനിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ഡിഫ്യൂഷൻ നടക്കും. അഥവാ ബ്ലഡിലുള്ള കാർബൺ ഡയോക്സൈഡ് ആൽവിയോളിലേക്ക് വരും, ആൽവിയോളിലുള്ള ഓക്സിജൻ എങ്ങോട്ട് പോകും, ബ്ലഡിലേക്കും പോകും. 3, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ബൈ ദ ബ്ലഡ്. അങ്ങനെ എന്ത് ചെയ്യും, ഓക്സിജൻ എന്ത് ചെയ്യും, നേരെ ആൽവിയോളിൽ നിന്ന് ടിഷ്യൂവിലേക്ക് പോകും. ടിഷ്യൂവിൽ നിന്ന് എന്ത് ചെയ്യുന്ന അറിയോ, കാർബൺ ഡയോക്സൈഡുകൾ നേരെ ആൽവിയോളിലേക്ക് വരും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ നടന്നു എന്തിന്റെ, ഗ്യാസിന്റെ. പിന്നെ ഡിഫ്യൂഷൻ നടക്കുന്നു ഓക്സിജൻ കാർബൺ ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താ, അങ്ങനെ ടിഷ്യൂവിൻ്റെ അടുത്ത് ബ്ലഡ് എത്തിക്കഴിഞ്ഞാൽ ബ്ലഡിൽ നിന്ന് ഓക്സിജൻ ടിഷ്യൂവിലേക്ക് കയറും, ടിഷ്യൂവിലുള്ള കാർബൺ ഡയോക്സൈഡ് ബ്ലഡിലേക്ക് വരും. അപ്പം അവിടെ എന്ത് ചെയ്ത് ഡിഫ്യൂഷൻ നടന്നു. ലാസ്റ്റ് എന്ത് ചെയ്യും, നിങ്ങൾ ടിഷ്യൂവിന് ഓക്സിജൻ കിട്ടിയില്ലേ, ടിഷ്യൂവിന് ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, ഓക്സിജൻ എന്ത് ചെയ്യാം, നിങ്ങൾ ടിഷ്യൂ യൂട്ടിലൈസ് ചെയ്യും എന്തിൽ, കാറ്റബോളിക് റിയാക്ഷനിൽ. എന്നിട്ട് എന്ത് ചെയ്യും, അങ്ങനെ നിങ്ങൾ ടിഷ്യൂവിൽ വെച്ച് ഓക്സിജൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, വീണ്ടും കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും. അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ചാപ്റ്റർ 12 ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സെല്ലുലാർ റെസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ചാപ്റ്ററാണ്. നമുക്ക് റീഡ് ചെയ്യാണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ബയോളജിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഉടൻ എന്ത് ചെയ്യുക, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെറ്റനസ് എന്ന ക്ലാസ് ഉണ്ട്, എൻ്റെ ക്ലാസ്സാണ്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇരുന്ന് കാണുക കേട്ടോ. ഫുൾ നിങ്ങൾക്ക് ബയോളജിയിൽ എന്തൊക്കെ നീറ്റിന് വേണോ അതൊക്കെ അതിലുണ്ട്. എന്താണത്, ഇത് മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ട്. റെഡി അല്ലേ, റെഡി കേട്ടോ. അപ്പോൾ മുന്നിട്ട് പോകണം. മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. നമ്മൾ ബ്രീത്തിങ്ങിൻ്റെ മെക്കാനിസത്തിലേക്ക് നമ്മൾ പോവാണ് അല്ലേ. ബ്രീത്തിങ്ങിൻ്റെ മെക്കാനിസമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റെഡി അല്ലേടാ. മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. ബ്രീത്തിങ്ങിൻ്റെ മെക്കാനിസം നമ്മൾ പറയാൻ വേണ്ടി പോവാണ്. അതെ, ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എടുക്കുന്ന ക്ലാസ് NCERT പഠിച്ച മക്കൾക്കുള്ള കണ്ടന്റ് പഠിച്ച കുട്ടികൾക്കുള്ള ക്ലാസ് കേട്ടോ.
കണ്ടന്റ് പഠിക്കാതെ ഈ ക്ലാസ് കേട്ടാൽ ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, വെറുതെ നിങ്ങൾക്ക് ഭ്രാന്ത് അടിക്കും. അതിന് ഞാൻ വേറെ ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും അറിയാത്തവർക്ക് ഞാൻ വേറെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇത് കണ്ടന്റ് ഒക്കെ പഠിച്ച് ഇത് നീറ്റ് ലെവലിൽ ഒരു കുട്ടിക്ക് വേണ്ട ക്ലാസ് മാത്രമാണ് കേട്ടോ. NCERT എങ്ങനെ വായിക്കാമെന്ന് മാത്രമേ നമ്മളിവിടെ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ കണ്ടന്റ് ഫുള്ള് പഠിച്ച കുട്ടിയായിരിക്കണം എൻ്റെ ഈ ക്ലാസ് കേൾക്കേണ്ടത്. അല്ലാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഞാൻ വേറെ ക്ലാസ് എടുക്കുന്നുണ്ട്. സ്കൂളിൽ നിന്നൊക്കെ ക്ലാസ് കേട്ടിരിക്കണം. ഓഫ് കോഴ്സ് NCERT എങ്ങനെ വായിക്കാമെന്ന് മാത്രമേ ഞാൻ ഇതിൽ പരിചയപ്പെടുത്തുന്നുള്ളൂ. റെഡി അല്ലേ? റെഡി, മുന്നോട്ട് നോക്കിക്കോ. ഇൻവോൾവ് 2 സ്റ്റേജ്. ബ്രീത്തിങ് 2 സ്റ്റേജ് ആയിട്ട് നടക്കും. ഇൻസ്പിരേഷൻ എന്ന് വെച്ചാൽ എന്താ, വിച്ച് അറ്റ്മോസ്ഫിയറിക് എയർ ഉള്ളിലേക്ക് എടുക്കലാണ്. എക്സ്പിരേഷൻ എന്ന് വെച്ചാൽ എന്താ, ആൽവിയോളിലെ എയറിനെ പുറത്തേക്ക് കളയലാണ്. ഇതാണ് 2 സ്റ്റെപ്പ്. അപ്പോൾ മെക്കാനിസം ഓഫ് ബ്രീത്തിങ്ങിൽ 2 സ്റ്റെപ്സ് ഉണ്ട്, ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. എയറിന് ഉള്ളിലേക്ക് എടുക്കുക, അറ്റ്മോസ്ഫിയറിനെ എയറിന് ഉള്ളിലേക്ക് എടുക്കൽ ഇൻസ്പിരേഷൻ ആണ്. ആൽവിയോളിൻ്റെ ഉള്ളിലെ എയറിനെ പുറത്തേക്ക് കളയൽ എന്താണ്, എക്സ്പിരേഷൻ ആണ്. അങ്ങനെ 2 ടൈപ്സ് ഓഫ് ഇൻസ്പിരേഷൻ ഉണ്ട്. The movement of air into and out of lens is carried out by the creating a pressure gradient between lens and atmosphere. എയർ എങ്ങനെ ഉള്ളിലേക്ക് വരിക, എയർ എങ്ങനെ പുറത്തേക്ക് പോവാന്നറിയോ? അതൊരു പ്രഷർ ഗ്രാഡിയന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ആർക്കിടയിലുള്ള പ്രഷർ ഗ്രാഡിയന്റ് ആണെന്നറിയോ? ആർക്കിടയിലുള്ളതാ, അത് അറ്റ്മോസ്ഫിയറിന്റെയും ലെൻസിന്റെയും. അപ്പൊ നോക്കുക, അറ്റ്മോസ്ഫിയറിന്റെയും ലെൻസിന്റെയും ഇടയിൽ നടക്കുന്ന ഒരു പ്രഷർ ഗ്രാഡിയന്റിന്റെ അടിസ്ഥാനത്തിലാണ് എയർ ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് കളയുന്നതും. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് നടക്കുന്നത്? ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻ ഒക്കേഴ്സ്, അത് നടക്കുന്നറിയോ? ദ പ്രഷർ വിത്തിൻ ദ ലെൻസ്, ലെൻസിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, പ്രഷർ ഇല്ലേ, അഥവാ ഇൻട്രാ പൾമിനറി പ്രഷർ. ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻട്രാ പൾമിനറി പ്രഷർ എന്ത് ചെയ്യണം, ഈസ് ലെസ് ദാൻ, കുറയണം. ആരെക്കാളും? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ പ്രഷർ കൂടണം, ലെൻസിൽ പ്രഷർ കുറയണം. അപ്പോഴാണ് എന്ത് ചെയ്യുക, എയർ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് വരിക. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ പ്രഷർ കൂടുതലേ, നിങ്ങളെ ലെൻസിൽ പ്രഷർ കുറവ്. അപ്പൊ ഏറ്റവും പ്രഷർ കൂടുതൽ അറ്റ്മോസ്ഫിയറിലല്ലേ, അപ്പൊ അറ്റ്മോസ്ഫിയറിൽ എയർ അങ്ങോട്ട് വരും എന്നറിയോ, ലെൻസിലേക്ക് വരും. അപ്പൊ പ്രഷർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എയർ പാസ് ചെയ്യുക, ഹയർ പ്രഷർ ടു ലോവർ പ്രഷർ. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ പ്രഷർ കൂടുതൽ, ലെൻസിൽ കുറവ്, അപ്പൊ എയർ എന്ത് ചെയ്യും, വരും. ഓക്കെ, ദാറ്റ് ഈസ്, എന്നാൽ ദ നെഗറ്റീവ് പ്രഷർ ഇൻ ദ ലെൻസ്, അല്ലെ, വിത്ത് അല്ലെ എന്ന് വെച്ചാൽ എന്താ, അതിന്റെ അർത്ഥം എന്താ, നെഗറ്റീവ് പ്രഷർ ആണ് ലെൻസിൽ പ്രഷർ കുറവാണ്. വിത്ത് ആരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിലെ പ്രഷറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ലെൻസിൽ എന്താണ്, പ്രഷർ കുറവാണ്, നെഗറ്റീവ് ആണെന്ന് പറഞ്ഞത്. സിമിലർലി അതുപോലെ തന്നെയാണ് എക്സ്പിരേഷൻ ടേക്ക് പ്ലേസ്. എങ്ങനെ എക്സ്പിരേഷൻ നടക്കില്ലെന്ന് അറിയോ? വെൻ ദ ഇൻട്രാ പൾമിനറി പ്രഷർ ഹയർ, അഥവാ നിങ്ങളുടെ ലെൻസിൽ പ്രഷർ കൂടണം ദാൻ ആരെക്കാളും, അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന പ്രഷറിനേക്കാളും നിങ്ങളെ ലെൻസിൽ എന്ത് ചെയ്യണം, പ്രഷർ കൂടണം, അല്ലെ, കൂടണം. അപ്പോഴാണ് എന്ത് നടക്കുക, എക്സ്പിരേഷൻ നടക്കുക. ദ ഡയഫ്രം ആൻഡ് സ്പെഷ്യലൈസ്ഡ് സെറ്റ് ഓഫ് മസിൽ ഉണ്ട് കേട്ടോ. അത് ഏതൊക്കെ മസിൽ, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് ആണ്. ബിറ്റ്വീൻ ആർക്കിടയിലുള്ള മസിൽസ് ഉണ്ടാവുക, റിബ്. അപ്പൊ വാരിയലിന്റെ ഇടയിലുള്ള മസിലാണ് എന്ത്, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ കോസൽ മസിൽസ് അറിയാം കേട്ടോ. അപ്പൊ എന്താ പറയുക, എക്സ്റ്റേണൽ ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽസ് ആണ് എന്ത് ചെയ്യുക, ഇതിനു വേണ്ടി സഹായിക്കുന്നത്, ഹെൽപ്പ് ചെയ്യുന്നു. എന്തിന്, ജനറേഷൻ സച്ച് ഗ്രാഡിയന്റ്. ഈ ഗ്രാഡിയന്റിന് വേണ്ടിയിട്ട്, അഥവാ ഈ എന്താ പറയാ, നിങ്ങളെ ലെൻസിന്റെ ഉള്ളിൽ പ്രഷർ കൂട്ടാനും ലെൻസിലെ പ്രഷർ കുറക്കാനൊക്കെ സഹായിക്കുന്ന ആരാണ്, വാരിയലുകളും അതുപോലെ തന്നെ ഈ ഇന്റർകോസ്റ്റൽ മസിൽസ് ആണ് എന്ത് ചെയ്യുക, സഹായിക്കുക, അല്ലെ. എന്നിട്ടോ ദ ഇൻസ്പിരേഷൻ ഈസ് ഇനീഷ്യേറ്റഡ്. എപ്പോഴാണ് ഇൻസ്പിരേഷൻ തുടങ്ങുന്നറിയോ, ദ കോൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം. നിങ്ങളെ ഡയഫ്രം ഉണ്ടല്ലോ, ചുരുങ്ങണം, ഡയഫ്രം ചുരുങ്ങി which is increase. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, the volume of thoracic chamber in the anteroposterior axis, അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, ഈ ആക്സിസ്, ഇതാണ് എന്ത്, ആൻഡ്രോപോസ്റ്റീരിയർ ആക്സിസ്. ഈ ആക്സിസിലുള്ള വോളിയം കൂടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഡയഫ്രം ചുരുങ്ങിയാൽ ഈ ആക്സിസിലെ വോളിയം കൂടും. ഞാൻ അതൊന്നും പറയാട്ടോ, അല്ലാതെ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഞാൻ അറിയാം, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോളൂ, നിങ്ങൾ ഈ ഞാനിപ്പോൾ എടുക്കുന്ന ഈ സെക്ഷൻസ് ഒന്ന് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് നേരെ മുന്നോട്ട് പോയിക്കോളൂ കേട്ടോ. അല്ലാത്തവർക്ക് ഞാനിത് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ഞാനിത് പറയണ്ടേ, ബിക്കോസ് അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. നോക്കട്ടോ, ഞാൻ ഇവിടെ പറഞ്ഞുതരാം എന്താ സംഭവിക്കണം എന്നുള്ളത്. ഇതാണ് ഒരാളെ നോർമൽ ഡയഫ്രം. ഈ ഡയഫ്രം ചുരുങ്ങി, ഡയഫ്രം കോൺട്രാക്ട്. അപ്പൊ ഇവിടെ ഇത്ര ആയിരുന്നു വോളിയം ഉണ്ടായിരുന്നത്. ഇപ്പൊ ആ വോളിയം എന്ത് ചെയ്ത്, ഇത്ര ആയിട്ട് മാറി. ഇവിടെ വോളിയം കൂടിയില്ലേ, കാണുന്നുണ്ടോ, കാണില്ലേ, കൊപ്പല്ലോ, കാണില്ലേ, കറക്റ്റ്. അതായിരിക്കും. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ, അല്ലെ, ഇതാണ് നോർമൽ ആയിട്ട് ഉണ്ടാവുന്ന ഡയഫ്രം. ഈ ഡയഫ്രം ചുരുങ്ങി. അപ്പൊ ഡയഫ്രം ചുരുങ്ങും എങ്ങനെ ആവും, ഇതേപോലെ ആകും. അപ്പൊ ഇവിടെ അല്ലെ, ഇവിടെ എങ്ങനെയായിരുന്നു ഉണ്ടായേ, അപ്പൊ അവിടെ എന്ത് ചെയ്ത്, ഇങ്ങനായി. അപ്പൊ ഇവിടുത്തെ വോളിയം കൂടിയില്ലേ, അതാ പറഞ്ഞത്. ഡയഫ്രം എന്ത് ചെയ്ത്, കോൺട്രാക്ട് ചെയ്ത്.
അപ്പോൾ എന്ത് ചെയ്ത് ഈ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ആൻഡ്രോ പോസ്റ്റീരിയർ ആക്സിസിൽ എന്ത് ചെയ്ത് വോളിയം ഇൻക്രീസ് ആയി. സെറ്റാന്ന് വിചാരിക്കുന്നു. റെഡി ആണല്ലോ? റെഡി കേട്ടോ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ അറിയോ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ എന്താ സംഭവിക്കാന്നറിയോ, അടുത്ത കേട്ടോ. ഹലോ 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 ഓക്കെ റെഡാ. അപ്പോൾ എടാ ഇങ്ങോട്ട് നോക്കുക, നമ്മൾ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് അപ്പോൾ എന്ന് പറയുമ്പോൾ അത് ഏകദേശം ഇങ്ങനെ വരും. ഇത് നമ്മളെ റിബാട്ടോ, വാരിയലിലാണ്. ഈ വാരിയലിൻ്റെ ഇടയിലാണ് അവിടെ ആരുണ്ടാവുക, മസിൽ ഉണ്ടാവുക. അതൊക്കെ ആരാണ്, എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിലാണ് കേട്ടോ. വാരിയലിൻ്റെ പുറത്തുണ്ടാകുന്ന മസിലാണ് ആര്, എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ. റെഡി അല്ലേ? ഇങ്ങനെ ആയിരിക്കും മസിൽ ഉണ്ടാവുക. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ ഉണ്ടല്ലോ, ഈ വാരിയലിൻ്റെ പുറത്ത് കാണുന്ന ഈ മസിൽ ഉണ്ടല്ലോ, ഈ മസിൽ എന്ത് ചെയ്യും, അങ്ങ് ചുരുങ്ങും. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ ചുരുങ്ങും എന്താ സംഭവിക്കുക അറിയോ, ഈ മസിൽ ചുരുങ്ങുമ്പോൾ ഇതാണ് നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്. എന്താ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു മനുഷ്യനാണെങ്കിൽ, അതിപ്പോൾ ഒരു ഹ്യൂമൻ ആണെന്ന് വിചാരിക്കുക, ഇങ്ങനെ ഇപ്പോൾ അയാളെ ബോഡി ഉണ്ടാവുക, അയാൾ ഈ സാധനം എന്ത് ചെയ്യും, ലിഫ്റ്റ് ചെയ്യും. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ ചുരുങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും, അയാളെ ഈ രണ്ട് ഭാഗം അഥവാ അയാളെ റിബ് ആൻഡ് സ്റ്റേർണം അങ്ങ് ലിഫ്റ്റ് ചെയ്യും, ഉയരും. അപ്പോൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കല്, ഇങ്ങനെ ആയിരിക്കും ചേഞ്ച് ഉണ്ടാവുക. റെഡി കേട്ടോ? ചേഞ്ച് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നോക്കുക, കണ്ടോ, അയാൾ ഈ ഭാഗം എന്ത് ചെയ്ത് ഇങ്ങനെയുള്ള സാധനം ജസ്റ്റ് ഒന്ന് അയാളെ തൊറാസിക് ക്യാവിറ്റി ഇങ്ങനെ കണ്ടോ. അപ്പോൾ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ ചുരുങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ ചുരുങ്ങുമ്പോൾ റിബ്സ് ആൻഡ് സ്റ്റേർണം, വാരിയെല്ലുകളും മാറലിലും എന്ത് ചെയ്ത് ലിഫ്റ്റ് ചെയ്തു, ഉയർന്ന്. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, കണ്ടോ നോക്കേ, ഇതാണ് സംഭവം. പക്ഷെ എന്ത് ചെയ്ത് ഇവിടെ ലിഫ്റ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്ത് ഇങ്ങനെ ആയിട്ട് മാറി. അപ്പോൾ സംഭവിച്ചേ, ഡോർസോ വെൻട്രൽ ആക്സിസിലെ വോളിയം കൂടി. അഥവാ ഇവിടെ ഡോർസോ വെൻട്രൽ, ഇതാണ് അയാളെ വെൻട്രൽ സൈഡ്, ഇത് ഇയാൾ ഡോർസൽ സൈഡ്, ഇത് ഇയാളെ വെൻട്രൽ സൈഡ്, ഇത് ഇയാൾ ഡോർസൽ സൈഡ്. അപ്പോൾ എന്താ സംഭവിച്ചേ, ഇവിടെ വോളിയം കൂടിയില്ലേ, ഇതിനെക്കാട്ടി അപേക്ഷിച്ച് ഇവിടെ വോളിയം കൂടുതലല്ലേ. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഈ ആക്സിസിലെ വോളിയം കൂടി, അതാരാ, ആൻഡ്രോ പോസ്റ്റീരിയർ ആക്സിസിലെ വോളിയം കൂടി. കണ്ടോ, ആദ്യം ഇവിടുത്തെ വോളിയം കൂടുന്നത്, ആൻഡ്രോ പോസ്റ്റീരിയർ ആക്സിസ് വോളിയം കൂടി. ഇപ്പൊ എന്ത് ചെയ്ത്, ഡോർസോ വെൻട്രൽ ആക്സിസിലെ വോളിയം കൂടി. സെറ്റാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞെന്താ, എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് അല്ലെ, പുറത്തുള്ള വാരിയലിന് പുറത്തുള്ള മസിൽസുകൾ ചുരുങ്ങുന്നു. ആ മസിലുകൾ ചുരുങ്ങുമ്പോൾ വാരിയല്ലുകളും മാറല്ലുകളും ഉയരുന്നു. അത് എന്തിന്റെ കാരണമായി, ഡോർസോ വെൻട്രൽ ആക്സിസിലെ വോളിയം കൂടാൻ കാരണമായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോ ടോട്ടൽ തൊറാസിക് ചേമ്പറിന്റെ വോളിയം കൂടി. കാരണം എന്താ, ആൻഡ്രോ പോസ്റ്റീരിയർ ആക്സിസിലെ വോളിയം കൂടി, ഡോർസോ വെൻട്രൽ ആക്സിസിലെ വോളിയം കൂടി. ഇതാണെന്ത്, ആൻഡ്രോ പോസ്റ്റീരിയർ ആക്സിസിലെ വോളിയം. അപ്പൊ 4 സൈഡിലെ വോളിയം കൂടി. ഇപ്പൊ ചുരുക്കി പറഞ്ഞ ടോട്ടൽ തൊറാസിക് ചേമ്പറിന്റെ വോളിയം കൂടി. ടോട്ടൽ തൊറാസിക് ചേമ്പറിന്റെ വോളിയം കൂടുമ്പോൾ അത് പൾമണറി വോളിയം കൂടാൻ കാരണമാകും, ലങ്സിന്റെ വോളിയം കൂടാൻ കാരണമാകും. വോളിയം കൂടിയാൽ പ്രഷർ എന്ത് ചെയ്യും, കുറയും. ആൻഡ് ഫൈനലി, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലായി അല്ലെ, ഞാൻ അതൊന്ന് ക്രോഡീകരിച്ച് ഇവിടെ ചെയ്തട്ടോ. അപ്പൊ നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഞാൻ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ടേ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാളെ ഡയഫ്രം കോൺട്രാക്ട് ആയി അല്ലെ, ഡയഫ്രം കോൺട്രാക്ട് ആയി. അപ്പൊ ആൻഡ്രോ പോസ്റ്റീരിയർ ആക്സിസിലെ വോളിയം എന്ത് ചെയ്ത് കൂടി അല്ലെ. പിന്നെ പറഞ്ഞത് എന്താ, എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിലുകൾ എന്ത് ചെയ്ത് കോൺട്രാക്ട് ചുരുങ്ങി അല്ലെ, എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്ത്. അപ്പൊ എന്ത് ചെയ്ത്, റിബ് അല്ലെ, വാരിയെല്ലുകളും ആൻഡ് സ്റ്റേർണം മാറിലും എന്ത് ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് അഥവാ ഉയർന്ന് അല്ലെ. അപ്പൊ എന്ത് ചെയ്ത്, ഡോർസോ വെൻട്രൽ ആക്സിസിലെ വോളിയം എന്ത് ചെയ്ത് കൂടി. ഡോർസോ വെൻട്രൽ ആക്സിസിലെ വോളിയം എന്ത് ചെയ്ത് കൂടി. ഡോർസോ വെൻട്രൽ ആക്സിസിലെ വോളിയം കൂടി അല്ലെ. അങ്ങനെ ഡോർസോ വെൻട്രൽ ആക്സിസിലെ വോളിയം കൂടുമ്പോൾ എന്ത് സംഭവിച്ച്, ടോട്ടൽ തൊറാസിക് ചേമ്പറിന്റെ വോളിയം എന്ത് ചെയ്ത് കൂടി. ടോട്ടൽ തൊറാസിക് ചേമ്പർ വോളിയം എന്ത് ചെയ്ത് കൂടി. അപ്പൊ എന്ത് ചെയ്യും, പൾമിനറി വോളിയം കൂടാൻ അത് കാരണമാകും അല്ലെ. പൾമിനറി വോളിയം കൂടാൻ അത് കാരണമായി. പൾമിനറി വോളിയം കൂടുമ്പോൾ എന്ത് ചെയ്യും, പൾമോണറി പ്രഷർ എന്ത് ചെയ്യും, കുറയും. അഥവാ ലെൻസിന്റെ ഉള്ളിലെ പ്രഷർ എന്ത് ചെയ്യും, കുറയും. ഇത് എന്തിന് കാരണമാകും, അറ്റ്മോസ്ഫിയറിലെ പ്രഷർ അഥവാ ഇല്ല അറ്റ്മോസ്ഫിയറിലെ പ്രഷർ എന്ത് ചെയ്യും, കൂടാൻ അത് കാരണമാകും. അപ്പൊ സ്വാഭാവികമായും എവിടെ പ്രഷർ കൂടുതൽ, അറ്റ്മോസ്ഫിയറിലെ പ്രഷർ കൂടിയില്ലേ, അറ്റ്മോസ്ഫിയറിലെ പ്രഷർ കൂടിയില്ലേ. അപ്പൊ ATMലുള്ള പ്രഷർ എന്ത് ചെയ്ത് കൂടി. എവിടെ പ്രഷർ കുറവ്, ലെൻസിലല്ലേ, അല്ലെ ലെൻസിൽ പ്രഷർ കുറവല്ലേ. അപ്പൊ എയർ എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിൽ നിന്ന് എങ്ങോട്ട് വരും, ലെൻസിലേക്ക് വരും.
ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇൻസ്പിരേഷൻ. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം, കാണാതെ പഠിക്കണം. ആദ്യം എന്താ പഠിക്കേണ്ടത്? ഡയഫ്രം കോൺട്രാക്ട്, ഡയഫ്രം ചുരുങ്ങി. അപ്പോൾ ആൻഡ്രോ പോസ്റ്റീരിയർ ആക്സിസിലെ വോളിയം എന്ത് ചെയ്ത് കൂടി. പിന്നെ എന്ത് ചെയ്യും? എക്സ്റ്റേണൽ ഇന്റർകോസൽ മസിൽസ് എന്ത് ചെയ്ത് കോൺട്രാക്ട്, എക്സ്റ്റേണൽ ഇന്റർകോസൽ മസിൽസുകൾ ചുരുങ്ങി. അപ്പോൾ എന്ത് ചെയ്യും? റിബ്സ് ആൻഡ് സ്റ്റേർണം എന്ത് ചെയ്ത് ലിഫ്റ്റ്, ഉയർന്ന്. അപ്പോൾ ഡോർസോ വെൻട്രൽ ആക്സിസിലെ വോളിയം എന്ത് ചെയ്ത് കൂടി. എന്താ ഡോർസോ വെൻട്രൽ ആക്സിസ്? ഈ ആക്സിസിലെ വോളിയം കൂടി. അപ്പോൾ ടോട്ടൽ തൊറാസിക് ചേംബറിന്റെ വോളിയം കൂടി. അത് എന്തിന് കാരണമാകും? പൾമിനറി വോളിയം കൂടാൻ ടോട്ടൽ തൊറാസിക് ചേംബർ വോളിയം കൂടി. അപ്പോൾ അത് എന്തിന് കാരണമായി? പൾമിനറി വോളിയം കൂടാൻ കാരണമായി. അപ്പോൾ എന്ത് ചെയ്യും? പൾമിനറി പ്രഷർ എന്ത് ചെയ്യും? കുറയും. ലെൻസിന്റെ ഉള്ളിലെ പ്രഷർ കുറയും. അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ പ്രഷർ എന്ത് ചെയ്യും? കൂടും. അറ്റ്മോസ്ഫിയറിലെ പ്രഷർ കൂടും. അപ്പോൾ എവിടെ ഏറ്റവും കൂടുതൽ പ്രഷർ? ലെൻസ്. അറ്റ്മോസ്ഫിയറിലാണ് പ്രഷർ കൂടുതൽ, ലെൻസിൽ പ്രഷർ കുറവല്ലേ? അപ്പോൾ എയർ എന്ത് ചെയ്യും? പാസസ് ഫ്രം അറ്റ്മോസ്ഫിയർ ടു ലെൻസ്. ഇതാണ് NCERT നിങ്ങളോട് പറഞ്ഞത്. എല്ലാവർക്കും റെഡി ആണെന്ന് വിചാരിക്കുന്നു. മേലെ കാണുന്നില്ലല്ലേ? മേലേക്ക് അങ്ങോട്ട് എത്തുന്നില്ല, സോറി. ഞാനിത് NCERT ബുക്ക് അനുസരിച്ചാണ് ഞാൻ അത് ഉണ്ടാക്കിയത് കേട്ടോ. ഇവിടെ DCന്റെ ആദ്യം ഡയഫ്രം കോൺട്രാക്ട്, പിന്നെയാണ് ഇത് വരിക കേട്ടോ. ഇപ്പോൾ റെഡി അല്ലേ? അപ്പോൾ ഡയഫ്രം കോൺട്രാക്ട്, ആൻഡ്രോപോസ്റ്റ് ആക്സിസിലെ വോളിയം കൂടി, പിന്നെ എക്സ്റ്റേണൽ കോസൽ മസിൽ. റെഡി അല്ലേ? ഇപ്പോൾ റെഡി ആണല്ലോ? റെഡി. ഞാൻ കൂടുതൽ പറഞ്ഞ് എന്ത് ചെയ്യുന്നില്ല, സാധനം നിങ്ങളെ ഇടങ്ങാറാക്കുന്നില്ല. റെഡി? ഓക്കെ. ഓൾമോസ്റ്റ് ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, സ്വാഭാവികമാണ്. പഠിച്ചിട്ടായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടാവുക. NCERT റീഡിങ്ങിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ സഹായം ഉണ്ടാവില്ല എന്ന് ഞാൻ എന്ത് ചെയ്യണം, വിശ്വസിക്കുകയാണ്. സെറ്റായിരിക്കും, നിങ്ങൾ പഠിച്ചതായിരിക്കും. അപ്പോൾ നോക്കാം, ബാക്കി നോക്കാം. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് എന്താ പറഞ്ഞേ? അല്ല, അപ്പോൾ പറഞ്ഞു ഇവിടെയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഇതാണ് ഇവിടെ പറഞ്ഞു ദർ ഇസ് നെഗറ്റീവ് പ്രഷർ, അങ്ങനെ പറഞ്ഞു. ഹയർ ദ ഡയഫ്രം SS നെയ്യോ. അപ്പോൾ ഡയഫ്രമും സ്പെഷ്യലൈസ്ഡ് സെറ്റ് ഓഫ് മസിലും അത് ആരൊക്കെയാണ്? എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഇന്റർകോസൽ മസിൽസ് ആണ്. ബിറ്റ്വീൻ ദ റിബ്സിന്റെ ഇടയിലാണ് കാണപ്പെടുക. ഹെൽപ്പ് ചെയ്യുന്നു ഇൻ ജനറേഷൻ സച്ച് ഗ്രാഡിയന്റ്. ഈ ഗ്രാഡിയന്റിന് വേണ്ടി സഹായിക്കുന്നത് ഈ രണ്ട് മസിൽസുകളാണ്. ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് തുടങ്ങാന്നറിയോ? കോൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം. ആദ്യം ഡയഫ്രം എന്ത് ചെയ്യണം? ചുരുങ്ങണം അല്ലെ? ഡയഫ്രം ചുരുങ്ങും. വിച്ച് ഇൻക്രീസ്, അങ്ങനെ ഡയഫ്രം ചുരുങ്ങുമ്പോൾ അത് കൂടും. എന്ത് കൂടും? ദ വോളിയം ഓഫ് തൊറാസിക് ചേംബർ അല്ലെ? തൊറാസിക് ചേംബറിന്റെ വോളിയം കൂടും. ഏത് ആക്സിസിൽ? ഇൻ ദ ആൻഡ്രോ പോസ്റ്റീരിയർ ആക്സിസ്. അപ്പൊ ആൻഡ്രോ പോസ്റ്റീരിയർ ആക്സിസിൽ എന്ത് ചെയ്യുന്നു? തൊറാസിക് ചേംബറിന്റെ വോളിയം കൂടുന്നു. എന്നിട്ടോ ദ കോൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇന്റർകോസൽ മസിൽസ്, അങ്ങനെ എന്ത് ചെയ്യുന്നു അല്ലെ? അങ്ങനെ കോൺട്രാക്ഷൻ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? ദ കോൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇന്റർകോസൽ മസിൽസ് അല്ലെ എന്ന് വെച്ചാൽ വാരിയലിന്റെ പുറത്തുള്ള മസിൽസുകൾ ചുരുങ്ങും. അത് എന്തിന് കാരണമാകും അറിയോ? ലിഫ്റ്റ്, ഉയരാൻ കാരണമാകും. ആര്? റിബ്സ് ആൻഡ് സ്റ്റേർണം അല്ലെ? വാരിയല്ലുകളും അതുപോലെ തന്നെ മാറെല്ലും എന്ത് ചെയ്യും? ഉയരാൻ അത് കാരണമാകും. ഓക്കെ, റെഡി? ഉയരാൻ കാരണമായി. എന്നിട്ടോ ഓക്കെ, എന്നിട്ടോ സ്റ്റേർണം കോസിങ്, സ്റ്റേർണം എന്ത് ചെയ്യും? ഇൻക്രീസ് അല്ലെ? അപ്പൊ മാറലിനും അതുപോലെ തന്നെ റിബും എന്ത് ചെയ്ത്? സ്റ്റേർണവും ഉയർന്നു. അപ്പൊ ഇൻക്രീസ് ചെയ്ത് വോളിയം ഓഫ് ദ തൊറാസിക് ചേംബർ. തൊറാസിക് ചേംബറിന്റെ വോളിയം കൂടി. ഏത് ആക്സിസിൽ? ഡോർസോ വെൻട്രൽ ആക്സിസ് അല്ലെ? അപ്പൊ രണ്ട് ആക്സിസിൽ വോളിയം കൂടി അല്ലെ? ഈ ആക്സിസിൽ വോളിയം കൂടി, ഈ ആക്സിസിൽ വോളിയം കൂടി. ഈ ആക്സിസിന്റെ പേര് ഏതാ? ആൻഡ്രോ. ഇതാണ് ആൻഡ്രോ പോസ്റ്റീരിയർ ആക്സിസ്. ഇതാണ് എന്ത്? ഡോർസോ വെൻട്രൽ അല്ലെ? ഈ ആക്സിസിൽ വോളിയം കൂടി. ഇൻക്രീസ് തൊറാസിക് ചേംബർ വോളിയം. അപ്പൊ ഓവറോൾ തൊറാസിക് ചേംബറിന്റെ വോളിയം കൂടി. കോസസ്, ഇത് എന്തിന് കാരണമായി? ഇൻക്രീസ് ദ പൾമിനറി വോളിയം, ലെൻസിന്റെ വോളിയം കൂടാൻ കാരണമായി. ആൻഡ് ഇൻക്രീസ് പൾമിനറി പ്രഷർ, ഇൻക്രീസ് പൾമിനറി വോളിയം, പൾമിനറി വോളിയം കൂടിയാൽ, അപ്പൊ എന്ന് വെച്ചാൽ ലെൻസിന്റെ വോളിയം കൂടിയാൽ ഡിഗ്രീസ്, അത് കുറയാൻ കാരണമാകും. എന്ത്? ഇൻട്രാ പൾമിനറി പ്രഷർ അല്ലെ? ലെൻസിന്റെ ഉള്ളിലെ പ്രഷർ കുറയാൻ കാരണമാകും. ടു ആരെക്കാളും? ലെസ് ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിലെ പ്രഷറിനേക്കാളും എന്ത് ചെയ്യും? ലെൻസിന്റെ ഉള്ളിലെ പ്രഷർ കുറയാൻ കാരണമാകും. വിച്ച് ഫോഴ്സ്, ഇത് എന്തിന് ഫോഴ്സ് ചെയ്യുന്നറിയോ? എയർ ഫ്രം ദ ഔട്ട്സൈഡ് ടു മൂവ് ഇൻ ടു ദ ലെൻസ്. പുറത്തത്തെ എയർ ഉള്ളിലേക്ക് വരാൻ ഇത് എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് ചെയ്യും. അങ്ങനെ എയർ ഉള്ളിലേക്ക് വരും. ഈ പ്രോസസ്സിന്റെ പേരാണ് ഇൻസ്പിരേഷൻ. ഇനി നേരെ ഓപ്പോസിറ്റ്, ദ റിലാക്സേഷൻ ഓഫ് ദ ഡയഫ്രം റിലാക്സ് ആയി. ആൻഡ് ഇന്റർകോസൽ മസിലുകൾ എന്ത് ചെയ്ത്? റിട്ടേൺ ടു ഡയഫ്രം ആൻഡ് സ്റ്റേർണം അല്ലെ? ഇന്റർകോസൽ മസിൽസ് നോർമൽ അവസ്ഥയിലേക്ക് റിട്ടേൺ ചെയ്യുന്നു, മടങ്ങുന്നു. അപ്പൊ ഡയഫ്രം സ്റ്റേർണം എന്ത് ചെയ്യുന്നു? അവരെ നോർമൽ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ റെഡ്യൂസ് ചെയ്യുന്നു. എന്ത്? തൊറാസിക് വോളിയം കുറയുന്നു. അപ്പൊ എന്ത് ചെയ്യും? അത് പൾമിനറി വോളിയം അത് കുറയാൻ കാരണമാകും. ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്ന അറിയോ? ഇൻക്രീസ് ഇൻട്രാ പൾമിനറി പ്രഷർ. പൾമിനറി പ്രഷർ അഥവാ എന്ന് വെച്ചാൽ ലെൻസിന്റെ ഉള്ളിൽ പ്രഷർ കൂടാൻ കാരണമായി. സ്ലൈറ്റ്ലി അബോ, ആരെക്കാളും അറിയോ? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും
ലെൻസിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടാൻ കാരണമാകും. കോസ് ഇതെന്തിന് കാരണം? എക്സ്പ്ലോഷൻ ഓഫ് എയർ ഫ്രം ദ ലെൻസ്, ലെൻസിൽ നിന്ന് എയർ പുറത്തേക്ക് പോകാൻ അത് കാരണമാകും. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? എക്സ്പിരേഷൻ. നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നു? എക്സ്പിരേഷൻ എന്നാണ് എന്ത് ചെയ്യുക? നമ്മൾ ഇതിനെ വിളിക്കുക. റെഡി അല്ലേ? ദ പ്രോസസ് ഈസ് കോൾഡ് എന്താണ്? എക്സ്പിരേഷൻ. നമ്മൾ എന്ത് വിളിക്കുന്നു? എക്സ്പിരേഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, റെഡി എന്നിട്ടോ? എക്സ്പിരേഷൻ. വി ഹാവ് നമുക്കുണ്ട്, എബിലിറ്റി ഉണ്ട് ടു ഇൻക്രീസ് ചെയ്യാൻ എന്ത്? ദ സ്ട്രെങ്ത് ഓഫ് ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. ഇൻസ്പിരേഷൻ്റെയും എക്സ്പിരേഷൻ്റെയും റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ അല്ലെ, സ്ട്രെങ്ത് കൂട്ടാനുള്ള കഴിവ് നമുക്കുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ്, എങ്ങനെ നമ്മൾ കൂട്ടാന്നറിയോ? അഡീഷണൽ മസിൽ ഇൻ ദ അബ്ഡോമൻ. നമുക്ക് അബ്ഡോമനിൽ അഡീഷണൽ മസിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. എന്തിൻ്റെ? ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. അതായത് അബ്ഡോമിനൽ മസിൽ അറിയാം, സിക്സ് ബാക്ക് നമുക്കുള്ള സാധനം അല്ലേ, സിക്സ് ബാക്ക്. അപ്പോൾ സിക്സ് ബാക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇൻസ്പിരേഷൻ എക്സ്പിരേഷൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കൂട്ടാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. വൺ ആവറേജ് ഹെൽത്തി ഹ്യൂമൻ ബ്രീത്ത്, ഒരു ആവറേജ് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബ്രീത്തിൽ എപ്പോഴാണെന്ന് അറിയോ? 12 to 60 times per minute. ഒരു മിനിറ്റിൽ 12 മുതൽ 16 തവണ ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ എന്ത് ചെയ്യും? ബ്രീത്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ. ദ വോളിയം ഓഫ് എയർ ഇൻവോൾവ് ഇൻ ദ ബ്രീത്ത് മൂവ്മെന്റ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ബൈ യൂസിങ് ദ സ്പൈറോമീറ്റർ. ഈ സ്പൈറോമീറ്റർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുന്ന എയറിന്റെ വോളിയം എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ പറ്റും. ദ ക്ലിനിക്കൽ അസസ്മെന്റ് ഓഫ് ദ പൾമണറി ഫങ്ഷൻസ്. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാണ്ട്? ക്ലിനിക്കലായിട്ട് പല ആവശ്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൾമണറി ഫങ്ഷൻസ് മനസ്സിലാക്കാൻ ഈ സ്പൈറോമീറ്റർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. നീറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ലെവലിലേക്ക് നമ്മൾ പോവാണ്. ഇന്റെ മോനമേ, ടി വി ടൈഡൽ വോളിയം ആൻഡ് കപ്പാസിറ്റീസ് എന്ന അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ് മക്കളെ. വോളിയം ആൻഡ് കപ്പാസിറ്റീസ്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് അല്ലേ? ഒരു രക്ഷയില്ലാത്ത ഇമ്പോർട്ടൻസ് ആണ്, കിട്ടിലും സാധനമാണ് ഇത്. നീറ്റിൻ്റെ മക്കൾ ഇത് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. വോളിയം ആൻഡ് കപ്പാസിറ്റീസ്. അപ്പോൾ ചോദിക്കുകയാണ് എന്ത് സാർ ഈ വോളിയം ആൻഡ് കപ്പാസിറ്റീസ്? തുടങ്ങല്ലേ? എല്ലാവരും കേട്ടോ, വോളിയം ആൻഡ് കപ്പാസിറ്റീസ് അല്ലേ? റെസ്പിറേറ്ററി വോളിയം ആൻഡ് കപ്പാസിറ്റീസ് ഇതെങ്ങനെ പഠിക്കേണ്ടി അറിയോ? ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നോക്കിക്കോ, ഞാൻ പഠിപ്പിച്ചുതരാം. റെഡി? ഒന്നാമതാണ് ടി വി. ടി വി എന്ന് പറഞ്ഞാൽ ടൈഡൽ വോളിയം. ഫസ്റ്റ് ടി വി അഥവാ ടി വി മീൻസ് ടൈഡൽ വോളിയം. ആരാ ടൈഡൽ വോളിയം? കേട്ടോ, നോക്കട്ടോ, ടൈഡൽ വോളിയം കേട്ടോ. ഞാനിപ്പോൾ നോർമൽ ബ്രീത്ത് എടുത്തു, നോർമൽ ബ്രീത്ത് വിട്ടു. അല്ല, ഞാൻ ഇങ്ങനെയാണ് എടുത്തത്. ഞാൻ ഇങ്ങനെയല്ല എടുത്തത്. ഞാൻ എന്താ ചെയ്തത്? ഒരു എയർ എടുത്തു, ഒരു എയർ വിട്ടു, ഒരു ബ്രീത്ത് എടുത്തു, ഒരു ബ്രീത്ത് വിട്ടു, ഒരു ബ്രീത്ത് എടുത്തു, ഒരു ബ്രീത്ത് വിട്ടു. ഞാൻ എടുത്ത ബ്രീത്ത് എത്ര എന്നറിയോ? ഒരു 500 ml. ഒരു 500 ml എയർ എടുത്തു, ഒരു 500 ml എയർ വിട്ടു. ഞാൻ എടുത്ത എയറിൻ്റെ പേരാണ് ടി വി അഥവാ ടൈഡൽ വോളിയം. ഞാൻ ഒരു നോർമൽ ബ്രീത്തിൽ, ഒരു സാധാരണ ബ്രീത്തിൽ ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നത് ഒരു നോർമൽ എമൗണ്ട് ഓഫ് എയറാണ്. അത് 500 ml എയറാണ്, അത് ടി വിയാണ്. അതേപോലെ തന്നെ ഞാൻ നോർമലായിട്ട് എയർ പുറത്തേക്ക് വിട്ടു, നോർമൽ എയർ പുറത്തേക്ക് വിട്ടു, അത് എത്ര ml? 500 ml. അതിന് നമുക്ക് എന്ത് വിളിക്കാം? ടി വി എന്ന് വിളിക്കാം. അപ്പോൾ ടി വി എന്ന് പറഞ്ഞാൽ എന്താ? ദ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. നിങ്ങൾ നോർമൽ റെസ്പിറേഷനിൽ ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് ഇടുന്നതുമായ എമൗണ്ട് ഓഫ് എയർ ആണ്. ഇത് അപ്രോക്സിമേറ്റ്ലി 500 ml ആണ് വരിക. ഒരു ഹെൽത്തി മാൻ ക്യാൻ ഇൻസ്പയർ ഒരു എക്സ്പയർഡ് ചെയ്യാം അപ്രോക്സിമേറ്റ്ലി 6000 മുതൽ 8000 ml പെർ ഓരോ മിനിറ്റ്. അപ്പോൾ ഓരോ മിനിറ്റിലും ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ എടുക്കുന്നത് എത്രയാണെന്ന് പറഞ്ഞേ? 6000 to 8000 ആണ്. ഓക്കെ, റെഡി? എന്നാൽ അടുത്തത് പറയാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം അഥവാ IRV. എന്താ IRV അറിയോ? ഇവിടെ IRV നോക്കിയോ? ഞാൻ പറഞ്ഞു കേട്ടോ, നോക്കോ. ഞാനൊരു ടി വി വിട്ടു, എന്നിട്ടോ കണ്ടോ, ഞാൻ മാക്സിമം വലിച്ചു. ഒരു ടി വി അങ്ങ് വിട്ട് മാക്സിമം വലിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ഒരു ടി വിയെ ഞാൻ പുറത്തേക്ക് വിട്ടു, എന്നിട്ട് മാക്സിമം എയർ ഉള്ളിലേക്ക് എടുത്തു. അപ്പം ഞാൻ ഒരു ടി വിയും എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അല്ലേ? ടി വി പുറത്തേക്ക് വിട്ട് മാക്സിമം വലിക്കുമ്പോൾ സാധാരണ എടുക്കുന്ന ടി വി എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ എയറും ഞാൻ എടുത്തിട്ടുണ്ട് അല്ലേ? നോക്കൂ, ഒരു ടി വി വിട്ടു, എന്നോ മാക്സിമം വലിച്ചു. അപ്പൊ സാധാരണ എടുക്കുന്ന ടി വി അതിൻ്റെ കൂടെ കുറച്ച് അധികം എയർ എടുത്തിട്ടുണ്ട്. ഈ അധികം എക്സ്ട്രാ എടുത്ത എയർ ഇല്ലേ, ഈ എക്സ്ട്രാ എടുത്ത എയർ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? IRV. അപ്പൊ IRV എന്താ? എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ, ഒരു പേഴ്സണെ ഇൻസ്പയർ ചെയ്യാൻ കഴിയും
ബൈ എ ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ. കണ്ടോ, ഒരു ഫോഴ്സിബിൾ ഇൻസ്പിരേഷനിൽ ഒരു പേഴ്സണിന് അഡീഷണൽ ആയിട്ട് എടുക്കാൻ പറ്റുന്ന എയർ ആണെന്ത്, IRV. ഇതാണ് കറക്റ്റ്. ആവറേജ് ഏകദേശം എത്ര ഉണ്ട്, 2500 മുതൽ 3000 ml ആണ് എന്ത് ഒരാൾക്ക് IRV അഥവാ എക്സ്ട്രാ എടുക്കാൻ പറ്റുന്നത് എന്നാണ് NCERT ബുക്ക് ഉദ്ദേശിച്ചത്. മനസ്സിലായി എന്ന് വിചാരിക്കും. ഇനി അടുത്തതാണ് ERV. ആരാ ERV കേട്ടോ? ERV കേട്ടോ? ERV കേട്ടോ? ഞാനൊരു TV എടുത്ത്, ഞാൻ വെറും ഒരു TV എടുക്കുന്നുള്ളേ, ഒരു TV എടുത്ത് എന്നിട്ടോ മാക്സിമം പുറത്തേക്ക് വിട്ട്, ഞാൻ വെറും TV എടുത്ത് മാക്സിമം എയർ പുറത്തേക്ക് വിട്ട്. TV എടുത്ത് മാക്സിമം എയർ പുറത്തേക്ക് വിടുമ്പോ ഈ എയർ എവിടുന്നാ വന്നേ? എടാ നിങ്ങളെ ലെൻസിൽ കെട്ടിക്കിടക്കുന്ന കുറച്ച് എയർ ഉണ്ട്, അതാണ് ERV എന്ന് പറഞ്ഞത്. നിങ്ങൾ TV എടുക്കുന്നുള്ളൂ, നിങ്ങൾ 500 ml എയർ എടുക്കുന്നുള്ളൂ, പക്ഷെ തിരിച്ചു വിടുമ്പോ 1000 1100 ml പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ 1000 ml എയർ എവിടുന്ന് വന്നതെന്നറിയോ? അത് നിങ്ങളെ ലെൻസിൽ കെട്ടിക്കിടക്കുന്ന എയർ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. എങ്ങനെ? ഒരാൾ എന്ത് ചെയ്ത് ആദ്യം TV ഉള്ളിലേക്ക് എടുത്ത് എന്നിട്ട് അയാൾ മാക്സിമം എയർ പുറത്തേക്ക് വിട്ട്, അങ്ങനെ മാക്സിമം വിടുമ്പോൾ അയാൾ TV പുറത്തേക്ക് വിടുന്നുണ്ട്, പ്ലസ് കുറച്ച് എക്സ്ട്രാ എയറും പുറത്തേക്ക് വിടുന്നുണ്ട്. ഈ എക്സ്ട്രാ എയർ എവിടെ നിന്ന് വന്നതാ? നിങ്ങളെ ലെൻസിൽ കെട്ടിക്കിടക്കുന്ന എയറാ. ഈ കെട്ടിക്കിടക്കുന്ന എയറിനെ വിളിക്കുന്ന പേരാണെന്ത്? ERV. അപ്പൊ ERV എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ ലെൻസിൽ കെട്ടിക്കിടക്കുന്ന കുറച്ച് എക്സ്ട്രാ എയർ ആണ്, അത് ഫോഴ്സിബിൾ ആയിട്ട് നിങ്ങൾ വിട്ടാൽ നിങ്ങൾ മുഖന്ന് പുറത്തേക്ക് പോകും. അപ്പൊ നോക്കേ, കുറച്ചെടുത്തിട്ട് മാക്സിമം വിട്ട്, അപ്പോൾ മാക്സിമം ഫോഴ്സിബിൾ ആയിട്ട് നിങ്ങൾ എയറിന് പുറത്തേക്ക് വിട്ടാൽ നിങ്ങളെ ലെൻസിൽ കെട്ടിക്കിടക്കുന്ന ERVയും കൂടി എന്ത് ചെയ്യും? TVന്റെ കൂടെ പുറത്തേക്ക് പോകും. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ERV. അപ്പോൾ ERV എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ലെൻസിൽ കെട്ടിക്കിടക്കുന്ന എയറാണ്, പക്ഷെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് പുറത്തേക്ക് ഒഴിവാക്കാൻ പറ്റും. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ? റെഡി. നെക്സ്റ്റ് അടുത്ത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഇനിയുണ്ടല്ലോ. യെസ്, അടുത്തത് റെസിഡൽ വോളിയം. ആരാ റെസിഡൽ വോളിയം? നോക്കിക്കോ, റെസിഡൽ വോളിയം എന്ന് പറഞ്ഞാൽ ആരാണ്? നോക്കൂ മക്കളെ, റെസിഡൽ വോളിയം എന്ന് പറഞ്ഞാൽ RV ആണ് അല്ലെ? RV ആണ് റെസിഡൽ വോളിയം. എന്താ RV എന്ന് പറഞ്ഞാൽ അറിയോ? RV എന്ന് പറഞ്ഞാൽ നിങ്ങളെ ലെൻസ് ഒന്നും ഒരിക്കലും പോകാത്ത എയർ. ERV എന്ന് പറഞ്ഞാൽ അല്ലെ? ERV എന്ന് പറഞ്ഞാൽ ലെൻസിൽ കെട്ടിക്കിടക്കുന്ന എയറാ, പക്ഷെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലെ? നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന എയറാണ് ERV. പക്ഷേ നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു എയർ ഉണ്ട്. ലെൻസ് ഒന്നും ഒരിക്കലും പുറത്തോട്ട് പോവാത്ത എയർ. നോക്കിയേ, ഞാൻ എത്ര ഒഴിവാക്കാൻ നോക്കിയാലും ലെൻസ് ഒന്നും പോകില്ല. ദാറ്റ് എയർ ഈസ് കോൾഡ് RV അഥവാ റെസിഡൽ വോളിയം. ദ വോളിയം ഓഫ് എയർ റിമൈൻ ഇൻ ദ ലെൻസ്. നിങ്ങളെ ലെൻസിൽ എപ്പോഴും ബാക്കിയാകും. എപ്പോൾ ബാക്കിയാകും? ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ. നിങ്ങൾ ഫോഴ്സിബിൾ ആയിട്ട് എയറിന് പുറത്തേക്ക് ഒഴിവാക്കാൻ നോക്കി, എത്ര നിങ്ങൾ ഒഴിവാക്കാൻ നോക്കിയാലും നിങ്ങൾ ലെൻസിൽ ബാക്കിയാകുന്ന എയർ അതാണെന്ത്? RV റെസിഡൽ വോളിയം. ഇത് ഏകദേശം 1100 മുതൽ 1200 ml എയർ ആണ്. സെറ്റ് ആണോ? അപ്പൊ 1100 മുതൽ 1200 ml ഈ എയർ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? RV അഥവാ റെസിഡൽ വോളിയം. സെറ്റ് അല്ലേ? കറക്റ്റ് എമൗണ്ട് ഒക്കെ പഠിച്ചു വെക്കണില്ലേ? അത് പഠിച്ചൊക്കെ നിർബന്ധം കേട്ടോ, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല. റെഡിയാന്ന് വിചാരിക്കുന്നു. സെറ്റാണ്. ഇത് റെഡിയാന്ന് വിചാരിക്കും. ഇനി അടുത്തത്, ബൈ ആഡിങ് ദ ഫ്യൂ റെസ്പിറേറ്ററി വോളിയം described above, one can derive the various pulmonary capacity which can be used in the clinical diagnosis. നമ്മൾ കുറച്ച് വോളിയം പഠിച്ചിട്ടുണ്ട്. ഇനി ക്ലിനിക്കൽ അസസ്മെന്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കുറേ കപ്പാസിറ്റീസും പഠിക്കാറുണ്ട്. നമ്മൾ കപ്പാസിറ്റി ഒന്നാമത്തേതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി അഥവാ IC. എന്താണെന്നറിയോ? ദ ടോട്ടൽ വോളിയം ഓഫ് എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. ദിസ് ഇൻക്ലൂഡ് ടൈഡൽ വോളിയം ആൻഡ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. എന്താ ഉദ്ദേശിച്ചത്? ഇന്ത്യ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എങ്ങനെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി കൂട്ടല്? ഇന്ത്യ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഇതാണ് ഇന്ത്യൻ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇവിടെ എന്തൊക്കെ ചെയ്ത്, ഞാൻ നോർമലായിട്ട് എടുക്കുന്ന TVയും എനിക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന IRVയും തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പോൾ എൻ്റെ TVയും IRVയും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എൻ്റെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി കൊടുക്കും. എനിക്ക് മാക്സിമം ഉള്ളിലേക്ക് എടുക്കാൻ പറ്റിയ കപ്പാസിറ്റി, എൻ്റെ മാക്സിമം കപ്പാസിറ്റി അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ TVയും എൻ്റെ IRVയും കൂടി എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. സെറ്റ് അല്ലേ? ഇനി അടുത്തതാണ് എന്ത്? എക്സ്പിറേറ്ററി കപ്പാസിറ്റി. യെസ്, അടുത്തത്. അപ്പോൾ സർ വാട്ട് ഈസ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി? എന്തൊരു എക്സ്പിറേറ്ററി കപ്പാസിറ്റി പറഞ്ഞാൽ എനിക്ക് മാക്സിമം പുറത്തേക്ക് വിടാനുള്ള കപ്പാസിറ്റി,
നിങ്ങൾക്ക് മാക്സിമം പുറത്തേക്ക് വിടാൻ കപ്പാസിറ്റി എങ്ങനെ മനസ്സിലാവുക? അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? എന്റെ എക്സ്പെക്ടഡ് കപ്പാസിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? ടോട്ടൽ വോളിയം പേഴ്സൺ ക്യാൻ എന്ന് വെച്ചാൽ ഞാൻ നോർമൽ വിടുന്ന ടി വി, ഇതാണ് ഞാൻ സാധാരണ വിടുന്ന ടി വി, പിന്നെ മാക്സിമം വിടാൻ നോക്കിയാൽ ഏതാ പുറത്തേക്ക് പോവുക? ERVയും പോകും അല്ലെ? ഇതിൽ എന്റെ മൂക്കുന്ന് പുറത്തേക്ക് പോവുക ടി വിയും ERVയും, ഇതാണ് അല്ലെ? ഇതൊക്കെ മാക്സിമം ഞാൻ ഒഴിവാക്കാൻ നോക്കി. എന്റെ ലെൻസിലെ മാക്സിമം എയർ ഞാൻ പുറത്തേക്ക് ഒഴിവാക്കാൻ നോക്കി. അപ്പൊ എന്തൊക്കെ പുറത്തേക്ക് പോകും? സാധാരണ എടുക്കുന്ന ടി വി പോകും, പിന്നെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുമ്പോൾ ERVയും പോകും. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എന്റെ എക്സ്പെക്ടഡ് കപ്പാസിറ്റി കിട്ടും. എനിക്ക് മാക്സിമം പുറത്തേക്ക് വിടാനുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാല് ഞാൻ സാധാരണ വിടുന്ന ടി വിയുമാണ്, മാക്സിമം ഫോഴ്സിബിൾ ആയിട്ട് ഒഴിവാക്കുന്ന ERVയുമാണ്. അതാണ് പറഞ്ഞത് എന്ത്? ദ വോളിയം ഓഫ് എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിരേഷൻ. ഒരു നോർമൽ ഇൻസ്പിരേഷന് ശേഷം എ പേഴ്സണിനെ എക്സ്പയർ ചെയ്യാനുള്ള കഴിവ് അല്ലെ? ഇപ്പൊ ഒരു നോർമൽ ഇൻസ്പിരേഷൻ എന്നിട്ട് അയാൾ ഫോഴ്സ്ഫുൾ ആയിട്ട് പുറത്തേക്ക് വിടാം. ആ ഫോഴ്സ് ആയിട്ട് വിടുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ആരൊക്കെയുണ്ട്? ടൈഡൽ വോളിയം ഉണ്ട്, എക്സ്പെക്ടഡ് റിസർവ് വോളിയം ഉണ്ട്, ടി വി പ്ലസ് ERV. റെഡി അല്ലേ? ഇനി അടുത്തതാണ് ദ ഫങ്ഷണൽ റെസിഡ്വൽ കപ്പാസിറ്റി. എന്താ അങ്ങനെ പറഞ്ഞാല്? എടാ നിങ്ങൾ നോക്കട്ടോ, FRC ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കാനുള്ള സാധനം നോക്കട്ടോ. ഞാൻ എന്താ ചെയ്തേ? ഒരു ബ്രീത്ത് നോർമൽ എടുത്തു, ഒരു നോർമൽ ബ്രീത്ത് വിട്ടു, ഒരു നോർമൽ ബ്രീത്ത് എടുത്തു, ഒരു നോർമൽ ബ്രീത്ത് വിട്ടു, ഒരു നോർമൽ ബ്രീത്ത് എടുത്തു, ഒരു നോർമൽ ബ്രീത്ത് വിട്ടു. ഞാൻ ഈ നോർമൽ ബ്രീത്ത് വിട്ടപ്പോൾ എൻ്റെ ലെൻസിൽ 2 എയർ കെട്ടി കിടക്കുന്നു. ഏതൊക്കെയെന്നറിയോ? ഒരു നോർമൽ ബ്രീത്ത് എടുത്തു, ഒരു നോർമൽ ബ്രീത്ത് വിട്ടു. ടി വി എടുത്തു, ടി വി വിട്ടു, ടി വി എടുത്തു, ടി വി വിട്ടു. പക്ഷേ ആ സമയത്തൊക്കെ എൻ്റെ ലെൻസിൽ ഒരു എയർ കെട്ടി കിടക്കുന്നുണ്ട്. ഏതറിയോ? 2 എയർ. ആരൊക്കെയാണെന്നറിയോ? RV. ഒരു മിനിറ്റ് കേട്ടോ, ഇതൊന്ന് ക്ലീൻ ചെയ്താൽ. RVയും അതുപോലെ തന്നെ ERVയും. ഈ 2 എയർ ഞാൻ ഓരോ ബ്രീത്ത് എടുത്ത് ഓരോ ബ്രീത്ത് വിടുമ്പോഴും, ഓരോ ബ്രീത്ത് എടുത്ത് ഓരോ ബ്രീത്ത് ഞാൻ പുറത്തേക്ക് വിടുമ്പോഴും എൻ്റെ ലെൻസിൽ ഈ 2 എയർ എന്ത് ചെയ്യുന്നുണ്ട്? കെട്ടിക്കിടക്കുന്നുണ്ട്. ഏതൊക്കെ എയർ? RVയും ERVയും എൻ്റെ ലെൻസിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. എൻ്റെ ലെൻസിൽ കെട്ടിക്കിടക്കുന്ന ഈ RV പ്ലസ് ERV എന്ന് പറയുന്ന ഈ 2 എയറിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ റെസിഡ്വൽ കപ്പാസിറ്റി, ദ വോളിയം ഓഫ് എയർ ദാറ്റ് വിൽ റിമെയിൻ ഇൻ ദ ലെൻസ്. നിങ്ങളുടെ ലെൻസിൽ അത് ബാക്കിയാകുന്നു എ നോർമൽ എക്സ്പിരേഷൻ. കണ്ടോ? അതിൽ ആരൊക്കെ ഇൻക്ലൂഡിംഗ് ആണ്? ERV പ്ലസ് RV. അപ്പോൾ ഓരോ നോർമൽ റെസ്പിറേഷന് ശേഷവും നിങ്ങളുടെ ലെൻസിൽ ബാക്കിയാകുന്ന ആ 2 എയർ, അത് RVയും ERVയുമാണ്. അവരെ വിളിക്കുന്ന പേരാണ് FRC അഥവാ ദ ഫങ്ഷണൽ റെസിഡ്വൽ കപ്പാസിറ്റി. നമ്മൾ നേരെ അടുത്തയിലേക്ക് പോകുന്നു മക്കളെ. അടുത്തതാണ് ആര്? അടുത്തത് വൈറ്റൽ കപ്പാസിറ്റി. ഇന്റെ മോനമേ, വൈറ്റൽ കപ്പാസിറ്റി. എന്താ വൈറ്റൽ കപ്പാസിറ്റി? അറിയില്ലല്ലോ? കേട്ടോ. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാല് പണ്ട് ഞാനും എൻ്റെ മാമനും കൂടി ഒരു കുളത്തിലേക്ക്, ഞാൻ എൻ്റെ മാമനും എൻ്റെ കൂടെ കുറേ എൻ്റെ ബ്രദേഴ്സൊക്കെ ഉണ്ട്, ഞങ്ങളെല്ലാവരും കൂടി ഒരു പുഴയിലേക്ക് കുളിക്കാൻ വേണ്ടി പോയി. അങ്ങനെ പുഴയിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എൻ്റെ മാമൻ പറഞ്ഞു, നമുക്കൊരു മത്സരം നടത്തിയാൽ ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്ത് മത്സരം മാമ? അപ്പോൾ മാമൻ പറഞ്ഞു, വെള്ളത്തിൻ്റെ അടിയിൽ ഏറ്റവും കൂടുതൽ സമയം നിൽക്കുന്നത് ആരാണ് ഒന്ന് നോക്കിയാൽ ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. മത്സരം സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടി മുങ്ങാൻ തുടങ്ങി. ഒരാൾ വിസിലടിച്ചു, ഞങ്ങൾ മാമൻ എല്ലാവരും കൂടി മുങ്ങാണ്. അപ്പം ഞാനെങ്ങനെ മുങ്ങിയെന്നറിയോ? നമ്മളെ വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങാൻ വേണ്ടി പോകുമ്പോൾ എങ്ങനെ മുങ്ങല്? നേരെ മുങ്ങോ? ഇല്ല, പിന്നെ നല്ല ബ്രീത്ത് അങ്ങ് എടുക്കും, ഒരൊറ്റ മുങ്ങല. അങ്ങനെ മുങ്ങി താഴെ പോയി. കുറേ സമയം കഴിഞ്ഞു. എൻ്റെ കപ്പാസിറ്റി ഓൾമോസ്റ്റ് ഫിനിഷായി. ഞാൻ നേരെ അങ്ങ് പൊന്തി. ഇങ്ങനല്ലേ നമ്മൾ മാക്സിമം ബ്രീത്ത് എടുത്ത താഴോട്ട് പോയി വെള്ളത്തിൽ മുങ്ങി, പിന്നെ തിരിച്ച് പൊങ്ങുന്ന സമയത്തോ ആ എടുത്ത ബ്രീത്ത് ഒന്നോട്ട് പുറത്തേക്ക് വിടും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ മത്സരത്തിൽ ഏറ്റവും പരാജയപ്പെട്ട ഞാനായിരുന്നു. കാരണം എനിക്ക് വൈറ്റൽ കപ്പാസിറ്റി ഒന്ന് കുറവായിരുന്നു. പക്ഷെ എൻ്റെ കൂടെ ലാസ്റ്റ് വിജയിച്ചാണ് മാമനാ. മാമൻ 2 മിനിറ്റോളം വെള്ളത്തിനടിയിൽ, ഞാനാകെ 30 സെക്കൻഡ് എടുത്ത് നിന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വാട്ട് ഈസ് എ വൈറ്റൽ കപ്പാസിറ്റി? ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾസിലുണ്ട് വൈറ്റൽ കപ്പാസിറ്റി. ഇത് നിങ്ങൾക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ വേറെ ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു ബീക്കർ, മറ്റൊരു ബീക്കർ. ഇവിടെ 2 ബീക്കർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 2 ബീക്കർ. ഈ ബീക്കറിൽ വെള്ളമുണ്ട്. ഇവിടെ ഒരു സ്ട്രോ വെച്ചിരിക്കുന്നു. ഈ 2 ബീക്കറിന് മറ്റൊരു സ്ട്രോ വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. നോക്കൂ, ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു.
ഇവിടെ ഒരു കുട്ടി എന്ത് ചെയ്യാണ്? ഊത്. എന്തിനാ ഊതിന് അറിയോ? ഇതിലൂടെ ഊതുമ്പോൾ എന്ത് ചെയ്യും? ഈ വെള്ളം ഇങ്ങോട്ട് വരും. അപ്പൊ ഏറ്റവും കൂടുതൽ വെള്ളം ഇവിടെ എത്തിക്കുന്നവൻ വിജയിക്കും എന്ന ഒരു മത്സരം നടത്തിയാൽ നമ്മളെങ്ങനെ ഊതല്? നമ്മളെങ്ങനെ എന്നിട്ട് ഊതുവോ? ഇല്ല. നമ്മളെങ്ങനെ ഊതല്? എനിക്ക് മത്സരത്തിൽ വിജയിക്കണം, ഞാനാണ് ഈ ഏറ്റവും കൂടുതൽ വെള്ളം ഇവിടുന്ന് ഇങ്ങോട്ട് ഊതി എത്തിക്കേണ്ടത്, ഊതി എത്തിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം എയർ എടുക്കും, എന്നിട്ട് ഒരൊറ്റ ഊത്ത. അതിലെന്ത് ചെയ്യുന്ന അറിയോ? അല്ലെ, അങ്ങനെ ഊതുന്ന സമയത്ത് നമ്മൾ ആ ഊത്തിന്റെ എയർ എന്ത് ചെയ്യും? ശക്തി കൊണ്ട് മാക്സിമം വെള്ളത ഇവിടേക്ക് എത്തും. അപ്പൊ ഇവിടെ ഇങ്ങനെ ആയിരിക്കും ഇവന് ഊതി ഉണ്ടാവുക. ഇവൻ ആദ്യം എന്ത് ചെയ്യും? ഒരു TV എടുത്ത് പ്ലസ് ഒരു IRVയും എടുത്ത്, അല്ലെ, അപ്പൊ ഇങ്ങനെയല്ല ഊതല്, TVയും IRVയും എടുത്ത് ഊതാണ്, ഊതാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ എടുത്ത TVയും അങ്ങോട്ട് വിടും, IRVയും വിടും, പ്ലസ് അതിന്റെ കൂടെ ആരും വിടും? ERVയും വിടും. ഈ 3 എയറും കൂടിയാണ് എന്ത് ചെയ്യുക? ഇവൻ പുറത്തേക്ക് വിടുക. ഈ 3 എയറും കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? ഇതായിരിക്കും അയാളെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ TVയും IRVയും ERVയും കൂട്ടിയാൽ കിട്ടുന്നതാണ് ഒരാളുടെ വൈറ്റൽ കപ്പാസിറ്റി. അപ്പൊ നമുക്കറിയാലോ TV എത്രയാണ്, അല്ലെ? നമുക്കറിയാം. നോക്കിക്കേ, ഒരാൾ TV എത്രയാ നോക്കിട്ടോ. ഇവിടെ നമ്മൾ പഠിച്ചു, ഒരാളെ TV എത്ര? 500. TV 500 ആണ്, അല്ലെ? IRV എത്രയാണ്? 3000. അപ്പൊ എത്രയായി? 3500 ആയി. ആൻഡ് ERV എത്ര? 1000 1100. 1100 കൂട്ടാം. അപ്പോ 3000 പ്ലസ് 3500 പ്ലസ് 4500 പ്ലസ് 4600. അപ്പോൾ ഒരു വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം എത്ര വരും? 4600 വരും. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി കൂട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? TV എടുത്ത്, അല്ലെ, ഈ എക്സ്പെരിമെന്റ് ആലോചിച്ചാൽ മതി. ഈ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് മനസ്സിലാകും എന്താ വൈറ്റൽ കപ്പാസിറ്റി. ആദ്യം എന്ത് ചെയ്യുക? TVയും IRVയും ഉള്ളിലേക്ക് എടുക്കുക, എന്നിട്ട് പുറത്തേക്ക് വിടുമ്പോൾ TVയും IRVയും പിന്നെ ലെൻസിൽ കെട്ടിക്കിടക്കുന്ന ERVയും കൂടി പുറത്തേക്ക് വിടുക. അപ്പൊ നമുക്ക് ഇത് 3 കിട്ടുന്നതാണ് എന്ത്? ഒരാളെ എന്ത്? വൈറ്റൽ കപ്പാസിറ്റി. അപ്പൊ ആ വൈറ്റൽ കപ്പാസിറ്റി നമുക്ക്, അല്ലെ, ഇതാണ് വൈറ്റൽ കപ്പാസിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഞാൻ എന്ത് ചെയ്ത് മായ്ച്ച് കളയാം കേട്ടോ. അപ്പോൾ എത്ര വരും? 4600 ആണ് വൈറ്റൽ കപ്പാസിറ്റി വരിക, അല്ലെ? എന്ന് പറയുന്നത് ദ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺസ് ദ മാക്സിമം വോളിയം ഓഫ് എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ചെയ്യുന്നു ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ. ഫോഴ്സ്ഡ് എക്സ്പിരേഷന് ശേഷം ഒരു പേഴ്സൺ ബ്രീത്ത് ചെയ്യാണ്. ദിസ് ഇൻക്ലൂഡ്, അതിൽ ആരൊക്കെ ഉണ്ട്? ERV ഉണ്ടാകും, TV ഉണ്ടാകും, IRV ഉണ്ടാകും. അല്ലെങ്കിൽ ദ മാക്സിമം വോളിയം ഓഫ് എയർ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ചെയ്യുന്നു ഔട്ട് ആഫ്റ്റർ എ ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ. കേട്ടോ, ഇവിടെ പല കോലത്തിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും. റെഡിയല്ലേ? ഇവിടെ പറഞ്ഞ ഇത്രേ ഉള്ളൂ. എന്താണ്? ഒരു ഫോഴ്സ്ഡ് എക്സ്പിരേഷന് ശേഷമുള്ള ഒരു ബ്രീത്ത് ആണ്. അപ്പൊ ഫോഴ്സ്ഡ് ആയിട്ട് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അയാൾ ബ്രീത്ത് ചെയ്യും. ഫോഴ്സ്ഡ് ആയിട്ട് ഇൻസ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? TVയും IRV ERVയും വരും. ഇത് 3 കൂട്ടിയാൽ കിട്ടും. പിന്നെ ഇത് ഇൻക്ലൂഡ് ERV TV എന്നിട്ട് പറയുന്നത് ഇവിടെ ദ മാക്സിമം വോളിയം ഓഫ് എയർ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഔട്ട് ആഫ്റ്റർ എ ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ. ഒരു ഫോഴ്സ്ഡ് ഇൻസ്പിരേഷന് ശേഷമുള്ള ശേഷം എന്ത് ചെയ്യുക? അയാൾ ബ്രീത്തിലും, അല്ലെ, അയാൾ ബ്രീത്ത് ചെയ്യണം. ദ വോളിയം ഓഫ് എയർ, എയറിന്റെ വോളിയമാണ്. ഒരു പേഴ്സൺ ക്യാൻ ബ്രീത്ത്, അയാൾ ബ്രീത്ത് ചെയ്യുന്നു, ബ്രീത്ത് ഔട്ട് അയാൾ പുറത്തേക്ക് വിടുന്നു ആഫ്റ്റർ എ ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ. അപ്പൊ ഫോഴ്സ്ഡ് ഇൻസ്പിരേഷന് ശേഷമുള്ള ബ്രീത്ത് ഔട്ട്, അപ്പൊ TVയും IRVയും ERVയും പോകും. അപ്പൊ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് ആണ് ദ ടോട്ടൽ ലെൻസ് കപ്പാസിറ്റി. എന്താണ് അങ്ങനെ പറഞ്ഞാല്? ഇങ്ങോട്ടോ, ടോട്ടൽ ലെൻസ് കപ്പാസിറ്റി നോക്കട്ടോ. പറയൂ, ഇപ്പൊ എന്റെ ലെൻസിൽ എന്തെല്ലാം ഉണ്ട്? TV, IRV, ERV, RV, അല്ലെ? ഇതിന്റെ ലെൻസിൽ ഇപ്പൊ എന്തൊക്കെയുണ്ട്? TV ഉണ്ട്. ഞാൻ TV എടുത്തില്ലേ? അല്ലെ, TV എടുത്തില്ലേ? TV എടുത്തു. പിന്നെ എന്തെടുത്തു? പ്ലസ് IRV എടുത്തില്ലേ? IRV എടുത്തു. പിന്നെ ലെൻസിൽ കെട്ടിക്കിടക്കുന്ന ERV പ്ലസ് RV അവിടെ തന്നെ ഉണ്ടാവില്ലേ? ഉണ്ടാകും. ഇതെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് ഒരാളെ ടോട്ടൽ ലെൻസ് കപ്പാസിറ്റി. സെറ്റ് അല്ലേ? അപ്പൊ ഇതാണ് എന്ത്, അല്ലെ? ഇനി ഇങ്ങനെ പറയാൻ പറ്റും കേട്ടോ. ടോട്ടൽ ലെൻസ് കപ്പാസിറ്റി നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ വെച്ചുകൂടാ. എന്ത്? വൈറ്റൽ കപ്പാസിറ്റി VC പ്ലസ് RV. ശരിയല്ലേ? VC പ്ലസ് RV. വൈറ്റൽ കപ്പാസിറ്റിക്ക് RV കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ലെൻസ് കപ്പാസിറ്റി കിട്ടും. സെറ്റ് അല്ലേ? അപ്പൊ ഇങ്ങനെ പല ക്വാളിറ്റിയിൽ നമുക്ക് പറയാൻ പറ്റും. നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക, അല്ലാതെ വേറെ രക്ഷയില്ല മക്കളെ. ഈ ചാപ്റ്റർ നിങ്ങൾ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. റെഡി അല്ലേ? നേരെ നമ്മൾ അടുത്തേക്ക് പോകണം. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. റെഡി? നമ്മൾ കൂടുതൽ ടൈം, കുറച്ച് സമയം ഇവിടെ എടുത്തോന്നൊരു സംശയം, കുറച്ച് സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തോന്നൊരു സംശയമുണ്ട്. റെഡി അല്ലേ? സാരമില്ല, അങ്ങനെ മനസ്സിലാവാനോ.
ഏരിയ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് അടിച്ചിട്ട് പോവാം. റെഡി, നീക്കാം. അടുത്ത കേട്ടോ. മക്കൾ നോക്കട്ടോ, അടുത്ത കേട്ടോ. നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാം. റെഡി കേട്ടോ. ആൽവിയോളി ആണ് പ്രൈമറി സൈറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ശരിയല്ലേ? ആൽവിയോളിൽ വെച്ചിട്ടാണ് ആദ്യത്തെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആൾസോ ഒക്കേഴ്സ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ. ഗ്യാസ് എക്സ്ചേഞ്ച് എവിടെ വെച്ച് നടക്കുന്നുണ്ട്? ബ്ലഡ് ആൻഡ് ടിഷ്യൂസിന്റെ അടിയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് ചെയ്യുന്നു ഇൻ ദ സൈറ്റ് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും വഴിയാണ് എന്ത് ചെയ്യുക, ഡിഫ്യൂഷൻ നടക്കല് അല്ലെ? ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂഷൻ നടക്കല് മെയിൻലി ബേസ്ഡ് ഓൺ അല്ലെ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്? ഒന്ന് പ്രഷർ ആൻഡ് കോൺസെൻട്രേഷൻ. പ്രഷർ ഗ്രാഡിയന്റിന്റെയും കോൺസെൻട്രേഷൻ ഗ്രാഡിയന്റിന്റെയും അടിസ്ഥാനത്തിൽ, സോളിഡിറ്റി ഓഫ് ഗ്യാസിന്റെ അടിസ്ഥാനത്തിൽ, തിക്നെസ് ഓഫ് മെംബ്രെയിൻ അടിസ്ഥാനത്തിൽ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫ്യൂഷൻ നടക്കും. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ് അഫക്റ്റ് ഓഫ് ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. അപ്പൊ ഇവിടുന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫ്യൂഷന്റെ റേറ്റിനെ എന്തെല്ലാം അഫക്റ്റ് ചെയ്യുന്നു? അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്തെല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? പ്രഷർ ഗ്രാഡിയന്റ്, കോൺസെൻട്രേഷൻ ഗ്രാഡിയന്റ്, സോലബിലിറ്റി ഓഫ് ഗ്യാസ്, തിക്നെസ് ഓഫ് മെംബ്രെയിൻ, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫ്യൂഷന്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് ചോദിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. റെഡി. അടുത്ത നെക്സ്റ്റ് ദ പ്രഷർ. റെഡി കേട്ടോ. അടുത്ത കേട്ടോ. നെക്സ്റ്റ് കേട്ടോ. സോറി. അടുത്ത കേട്ടോ. പ്രഷർ കോൺട്രിബ്യൂട്ടഡ് ബൈ എ ഇൻഡിവിജ്വൽ ഗ്യാസ്. നിങ്ങൾ ഒരു ഗ്യാസിന്റെ പ്രഷറിനെ പറ്റി പറയാൻ, ഇനി മിക്സർ ഓഫ് ഗ്യാസ് അല്ലെ, ഒരു മിക്സർ ഓഫ് ഗ്യാസിൽ നിന്ന് നിങ്ങൾ ഒരു ഓക്സിജനെ പറ്റി മാത്രം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി അറിയോ? പാർഷ്യൽ പ്രഷർ എന്ന് നിങ്ങൾ ആഡ് ചെയ്യണം. ഒരു മിക്സർ ഓഫ് ഗ്യാസിൽ നിന്ന് ഒരു ഗ്യാസിനെ പറ്റി പ്രത്യേകം നിങ്ങൾ എടുത്ത് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ പാർഷ്യൽ പ്രഷർ എന്ന് ആഡ് ചെയ്യണം. ഈസ് റെപ്രസെന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഓക്സിജനെ റെപ്രസെന്റ് ചെയ്യുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്നായിരിക്കണം. കാർബൺ ഡൈ ഓക്സൈഡ് റെപ്രസെന്റ് ചെയ്യുന്നത് PCO2 ഫോർ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? ഒരു മിക്സർ ഓഫ് ഗ്യാസിൽ നിന്നും ഒരു ഗ്യാസിനെ പറ്റി അഥവാ നിങ്ങൾ ഒരു ഓക്സിജനെ പറ്റി മാത്രം പറയുമ്പോൾ നിങ്ങൾ അവിടെ എന്ത് ആഡ് ചെയ്യണം? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് ആഡ് ചെയ്യണം. ഇനി കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ എന്ത് ആഡ് ചെയ്യണം? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പറയണം. ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ടു ഗ്യാസസ്, രണ്ട് ഗ്യാസിന്റെയും പാർഷ്യൽ പ്രഷർ ഇൻ ദ അറ്റ്മോസ്ഫിയറിക് എയറിന്റെ പാർഷ്യൽ പ്രഷർ ഇൻ ടു സൈറ്റ് ഓഫ് ഡിഫ്യൂഷൻ ആർ ഗിവൺ ടാബിൾ തന്നിട്ടുണ്ട് എങ്ങനെ നടക്കുക എന്നുള്ളത്. ആൻഡ് ഇസ് എ ഫിഗർ 4.3 എന്ന ഫിഗർ. ഇതിന്റെ ബാക്കിൽ ഒരു ഫിഗർ ഇല്ലേ, നിങ്ങൾ എൻസൈഡ് ബുക്ക് നോക്കണേ, അതിലും തന്നിട്ടുണ്ട്. ദ ഡാറ്റ ഗിവൺ ദ ടാബിൾ ക്ലിയർലി ഇൻഡിക്കേറ്റ്. എന്താണ് ഈ ടാബിൾ പറഞ്ഞതെന്ന് അറിയോ? ഈ ടാബിൾ എന്താ പറഞ്ഞതെന്ന് ആദ്യം നമുക്കൊന്ന് പറയാം കേട്ടോ. ടാബിൾ എന്ത് പറയുന്നു എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും ടാബിളിലേക്ക് നോക്കിക്കോളൂ. നമ്മൾ ടാബിൾ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയാൻ വേണ്ടി പോവുകയാണ്. നോക്കുക, റെസ്പിറേറ്ററി ഗ്യാസ് അഥവാ ഓക്സിജൻ. അറ്റ്മോസ്ഫിയറിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 159 ഓക്സിജൻ ഉണ്ട്. ആൽവിയോളിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 104 ഓക്സിജനേ ഉള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ ഓക്സിജൻ എവിടെ ഉള്ളത്? അറ്റ്മോസ്ഫിയറിലുള്ളത്. എന്നാൽ ആൽവിയോളി 104 ഉള്ളൂ. അപ്പൊ ഓക്സിജൻ കൂടുതൽ അറ്റ്മോസ്ഫിയറിലാണ്. അപ്പൊ ആൽവിയോളിലേക്ക് എന്ത് ചെയ്യും? ഓക്സിജൻ എന്ത് ചെയ്യും? പോകും. കാരണം കൂടുതൽ സ്ഥലത്ത് നിന്ന് എപ്പോഴും കുറഞ്ഞ സ്ഥലത്തേക്കാണ് ഗ്യാസസ് പോവുക. അപ്പൊ പ്രഷർ കൂടുതൽ എവിടെയാണ്? അറ്റ്മോസ്ഫിയറിലാണ്. എന്നാൽ ഏറ്റവും കുറവ് എവിടെയാണ്? 104ലാണ്, ആൽവിയോളിലാണ്. അപ്പൊ 159ൽ നിന്ന് ഓക്സിജൻ എങ്ങോട്ട് പോകുന്നു? 104ലേക്ക് പോകുന്നു. ഇനി ആൽവിയോളിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 104. എന്നാൽ അശുദ്ധ രക്തത്തിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 40 അല്ലേ ഉള്ളൂ അല്ലെ? ദി ഓക്സിജനേറ്റഡ് ബ്ലഡിൽ ആകെയുള്ള ഓക്സിജൻ 40 അല്ലേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ 104ൽ നിന്ന് എങ്ങോട്ട് പോകും? 40ലേക്ക് പോകും. കണ്ടോ? ഓക്സിജൻ ആൽവിയോളിൽ നിന്ന് അശുദ്ധ രക്തത്തിലേക്ക് കയറും. അപ്പോൾ അശുദ്ധ രക്തം ആരാകും? ശുദ്ധരക്തമാകും. അപ്പൊ 95 ആയി ഓക്സിജൻ. കണ്ടോ? അപ്പൊ 104ൽ നിന്ന് 40ലേക്ക് ഓക്സിജൻ കയറിയപ്പോൾ എത്രയായി? 95 ആയി ഓക്സിജൻ. ഇനി നോക്കൂ, ടിഷ്യൂവിൽ എത്രയാണ് ഉള്ളത്? വെറും 40. അപ്പൊ 95ൽ നിന്ന് ഓക്സിജൻ എങ്ങോട്ട് പോകും? 40ലേക്ക് പോകുന്നു. എന്നാൽ ടിഷ്യൂവിൽ കാർബൺ ഡൈ ഓക്സൈഡ് എത്ര ഉണ്ട്? നോക്കൂ, 45 അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂവിൽ എത്ര ഉണ്ട്? 45. എന്നാൽ ശുദ്ധരക്തത്തിൽ എത്രയുള്ളത്? ശുദ്ധരക്തത്തിൽ എത്രയുള്ളത്? വെറും 40 ഉള്ളൂ. അപ്പൊ ശുദ്ധരക്തത്തിലേക്ക് ആര് കയറുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് കയറുന്നു. അപ്പോൾ ശുദ്ധരക്തം ആരാകും? അശുദ്ധ രക്തമാകും. അഥവാ 45ൽ നിന്ന് 40ലേക്ക് കയറുമ്പോൾ ബ്ലഡ് ആരായി? 45ആയി. ആ ശുദ്ധരക്തത്തിലേക്ക് അല്ലെ കാർബൺ ഡൈ ഓക്സൈഡ് ശുദ്ധരക്തത്തിലേക്ക് കയറുമ്പോൾ, ഓക്സിജനേറ്റഡ് ബ്ലഡിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ബ്ലഡ് അശുദ്ധ
രക്തമായി, ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആയി. ദെൻ എന്നിട്ട് ഡിയോക്സിനേറ്റഡ് ബ്ലഡിൽ നിന്ന് 45 നിന്നും കയറുന്നു എങ്ങോട്ട്? ആൽവിയോളിയിലേക്ക്. കണ്ടോ, 45 നിന്ന് 40 കയറുന്നു, കയറി. അപ്പൊ എന്ത് ചെയ്യുന്നു? ആൽവിയോളി 40 ആയി. അറ്റ്മോസ്ഫിയർ എത്ര ഉണ്ട്? വെറും എത്ര ഉള്ളൂ? 0.3 അല്ലേ? അപ്പൊ 40 എങ്ങോട്ട് പോകും? ഇൻടു ദ 0.3. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. കണ്ടോ, അപ്പൊ ഇങ്ങനെയാണ് ഓക്സിജൻ പോകുന്നത്, ഇങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത്. റെഡി? റെഡി. അപ്പൊ നിങ്ങൾ എൻസിആർടി ബുക്ക് പറഞ്ഞ നോക്കിക്കോ. എൻസിആർടി ബുക്ക് എന്താ പറഞ്ഞേ? നോക്കിക്കോ, നോക്കൂ, നോക്കിക്കോ. അപ്പൊ എൻസിആർടി ബുക്ക് പറഞ്ഞതാണ്. യെസ്, റെഡി. അപ്പൊ എന്താ പറഞ്ഞേ? ദ പാർഷ്യൽ പ്രഷർ ഓഫ്, നോക്കിക്കോ, the partial pressure of two gases in the atmospheric air and two site of diffusion are given. table തന്നിട്ടുണ്ട്, and the figure പണ്ടത്തെ തന്നിട്ടുണ്ട്. The data given table clearly indicate, ഈ ടാബിൾ എന്ത് മനസ്സിലാകും? The concentration gradient for oxygen from the alveoli, alveoli എന്നുള്ള അല്ലേ concentration gradient to blood, എന്താ പറഞ്ഞേ? The data given the table clearly indicate the concentration gradient for oxygen. Oxygen concentration gradient എന്ന് പറഞ്ഞാൽ എവിടുന്ന് എങ്ങോട്ടാണ്? ആൽവിയോളിൽ നിന്ന് ബ്ലഡിലേക്കാണ്, ബ്ലഡിൽ നിന്ന് ടിഷ്യൂലേക്കാണ്. ശരിയല്ലേ? ആൽവിയോളിൽ നിന്ന് ബ്ലഡിലേക്ക്, പിന്നെ ബ്ലഡിൽ നിന്ന് ടിഷ്യൂ. സിമിലർലി അതുപോലെ തന്നെയാണല്ലോ ആരുടേതും. എന്താ ഫിഗർ ഒക്കെ തന്നിട്ടുണ്ട്. യെസ്, 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 യെസ്. ഓക്കെ, റെഡി? നോക്കോ, അത് സിമിലർലി അതുപോലെ തന്നെയാണ് ദ ഗ്രേഡിയന്റ് ഓഫ് പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രേഡിയന്റ് പ്രഷർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ടിഷ്യൂവിൽ നിന്ന് എങ്ങോട്ടാണ്? ബ്ലഡിലോട്ടും, ബ്ലഡിൽ നിന്ന് അങ്ങോട്ടാണ് ആൽവിയോളിലേക്കുമാണ്. നമ്മൾ ഇങ്ങനെ വരച്ചത് അല്ല, ഇങ്ങനെ വരച്ചിട്ട് പിന്നെ ഇങ്ങനെ വരച്ചത്. അപ്പൊ അതാണ് അതിന്റെ റീസൺസ് പറഞ്ഞത്. ആസ് എന്ന് വെച്ചാൽ ദ സോലിബിലിറ്റി ഓഫ് ഗ്യാസസ്, the solubility of carbon dioxide is 20 to 25 times higher than the oxygen. മോനമേ എന്താ പറഞ്ഞെന്നറിയോ? എടാ, ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ലയിക്കാൻ ഓക്സിജന് ഭയങ്കര മടിയാ. ഓക്സിജൻ എന്ത് ചെയ്യൂല? വളരെ പെട്ടെന്ന് ബ്ലഡുമായി ലയിക്കൂല. ഓക്സിജൻ ഒരിക്കലും എന്ത് ചെയ്യൂല? എടാ, പച്ചക്ക് പറഞ്ഞെങ്കിൽ ഓക്സിജന് ഹീമോഗ്ലോബിന് ഇഷ്ടമല്ല. പിന്നെ ഓക്സിജൻ ഹീമോഗ്ലോബിൻ കേരളം എപ്പോഴും അറിയോ? കുറേ ഓക്സിജൻ ഉണ്ടെങ്കിൽ കുറച്ച് ഹീമോഗ്ലോബിൻ ബ്ലഡിക്ക് കീഴുള്ളൂ. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനല്ല. കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? ഹീമോഗ്ലോബിന് ഭയങ്കര ഇഷ്ടമാണ്. അഥവാ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ലയിക്കുന്നതിന്റെ 20-25 ടൈം വേഗതയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആരുമായി ലയിക്കുന്നുണ്ട്? ബ്ലഡുമായി ലയിക്കുന്ന. അതാണ് സോലിബിലിറ്റി എന്ന് പറഞ്ഞാല്. കണ്ടോ, ആസ് എ സോലിബിലിറ്റി ലയിക്കാനുള്ള കഴിവ് ആരുമായി? ബ്ലഡുമായി ലയിക്കാനുള്ള കഴിവ് കാർബൺ ഡൈ ഓക്സൈഡിന് 20 മുതൽ 25 ടൈം കൂടുതലാണ് ആരെക്കാളും? ഓക്സിജനേക്കാളും. അപ്പൊ ആർക്കാണ് ഏറ്റവും കൂടുതൽ ലയിക്കാനുള്ള കഴിവ്? കാർബൺ ഡൈ ഓക്സൈഡിനാ. കഴിഞ്ഞില്ല. ദി എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ദാറ്റ് ക്യാൻ ഡിഫ്യൂസ്, കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിഫ്യൂസ് ചെയ്യാൻ കഴിയും ത്രൂ ദ ഏതിലൂടെ? ഡിഫ്യൂഷൻ മെംബ്രെയിനിലൂടെ. Periodic difference in the partial pressure is much higher compared than the oxygen. എന്താ പറഞ്ഞറിയോ? ഇങ്ങോട്ട് ഞാൻ പറഞ്ഞതാ, പറഞ്ഞത് മനസ്സിലാവാനേ കുറച്ച് പണിയുണ്ട്. ഒക്കെ നല്ല ഗംഭീരമായിട്ട് അത്രയും പഠിക്കുന്ന കുട്ടികൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാവുള്ളൂ. അവിടെ എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശം എത്ര ഉള്ളൂ? ഇങ്ങോട്ട് നോക്കുക. ഇതൊരു ഡിഫ്യൂഷൻ മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കുക കേട്ടോ. ഇതൊരു ഡിഫ്യൂഷൻ മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കുക. ഇവിടെ എന്തുണ്ട് അറിയോ? ഒരു 10 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇവിടെ 9 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എന്ന് വിചാരിക്കുക. മനസ്സിലായില്ലേ? ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്, ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ് അല്ലെ? അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് എത്രയാണ്? 1 ആണ് അല്ലെ? ഇപ്പൊ ഇനി ഒരു എക്സാമ്പിൾ, ഇത് ടിഷ്യൂ ആണെന്ന് വിചാരിക്കാം, ഇത് ബ്ലഡ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ ബ്ലഡിൽ ഇപ്പൊ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്? 9 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇനി ടിഷ്യൂവിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്? 10 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പൊ ഇവർക്ക് ഇടയിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 ആണ് അല്ലെ? 1 യൂണിറ്റ് ആണ് അല്ലെ? അപ്പൊ 1 യൂണിറ്റ് ഡിഫറൻസ് ആണ് ഇവർക്കിടയിലുള്ളൂ. എന്നാൽ പോലും ടിഷ്യൂവിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ട് കയറും? ഇൻടു ദ ബ്ലഡിൽ കയറും. ഇവിടെ ഡിഫറൻറ്റ് ഒന്നേ ഉള്ളൂ. എന്നാൽ പോലും ഡിഫ്യൂഷൻ മെംബ്രെയിനിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡുമായി ലയിക്കും. അത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിന് ഇഷ്ടമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് വളരെ വേഗത്തിൽ എന്ത് ചെയ്യും? ബ്ലഡുമായി ലയിച്ചോളും. ഇനി ആ ഡിഫറൻറ്റ് വെറും 1 ആണെങ്കിൽ പോലും. എന്നാൽ ഈ സ്ഥാനത്ത് ഓക്സിജൻ ഒന്ന് സങ്കല്പിച്ചോക്കെ. ഈ സ്ഥാനത്ത് ഓക്സിജൻ, ഓക്കെ, ഇവിടെ 10 ഓക്സിജൻ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? 8 ഓക്സിജൻ ഉണ്ട്. ഇത് ആൽവിയോളിയാണെന്ന് വിചാരിക്കാം. ഇത് ആൽവിയോളിയാണെന്ന് വിചാരിക്കുക. ഇതെന്താണ്? ബ്ലഡ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ 10 O2 ഉണ്ട്, ഇവിടെ 8 O2 ഉള്ളൂ. കാണുന്നുണ്ടോടാ? ഇവിടെ അല്ലേ? ഇല്ലല്ലേ? കാണുന്നുണ്ടോ? സെറ്റ് അല്ലേ?
10 തോറ്റു. യെസ്, ഇവിടെ 10 തോറ്റു, ഇവിടെ 8 തോറ്റു. ബ്ലഡിൽ എന്തുണ്ട്? 8 തോറ്റു ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാണുന്നുണ്ടോ? ഒന്ന് ഇങ്ങോട്ട് റെഡി ആക്കല്ലേ. Nothing, nothing, nothing. Nothing, 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 nothing. റെഡി അല്ലേ? സെറ്റ്. ഇപ്പൊ റെഡി അല്ലേ? കാണില്ലേ? റെഡി. അപ്പൊ ശരി പറഞ്ഞാല് എടാ, നമ്മളെ ആൽവിയോളിയിൽ 10 ഓക്സിജൻ ഉണ്ട്, നമ്മളെ ബ്ലഡിൽ 8 ഓക്സിജൻ ഉണ്ട്. ഇവർക്കിടയിൽ ഡിഫറൻസ് രണ്ടല്ലേ? ഇവിടുത്തെ ഡിഫറൻസ് എത്ര? ഇവിടുത്തെ ഡിഫറൻസ് വരുന്നത് 2. പക്ഷെ 2 പോലും ഓക്സിജൻ കയറൂല. കാരണം ഓക്സിജന് ബ്ലഡിന് ഇഷ്ടമല്ല, സോളിബിലിറ്റിക്ക് താല്പര്യമില്ല. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ അങ്ങനെയല്ല. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഡിഫറൻസ് 1 പോലും കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലേക്ക് ലയിക്കും എന്നാണ് NCERT പറഞ്ഞത്. സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരെ എന്ത് ചെയ്യാണ്? മുന്നോട്ട് പോവാട്ടോ മക്കളെ. അർത്ഥം ഇനി മനസ്സിലാവാത്തല്ലോ എന്ത് ചെയ്യുക? വീണ്ടും അത് കേട്ട് പഠിക്കാന്നല്ലാതെ വേറെ രക്ഷയില്ല. ടൈം അല്ലെങ്കിൽ നമ്മൾ ഓവറാണ്. ഒരുപാട് ടൈം എടുത്തിട്ട് നമ്മൾ ക്ലാസ് എടുക്കണം നോക്കാം. റെഡി. നിങ്ങൾക്ക് ഡീറ്റെയിൽ എൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആപ്പിൽ പോയിട്ട് ക്ലാസ് കാണാം കേട്ടോ. ഞാൻ ഗംഭീരമായിട്ട് എടുത്ത് തന്നെയുണ്ട്. വ്യക്തമായിട്ട് നിങ്ങൾക്ക് വേറെ ലെവൽ ക്ലാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പിൽ പോയിട്ട് എന്ത് ചെയ്യുക? കാണാം കേട്ടോ. അപ്പോൾ ഞാനിത് NCERT റീഡിങ് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. എൻ്റെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആപ്പിൽ പോകണം നോക്കാം കേട്ടോ. ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യും. ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിങ്ങൾക്ക് എടുത്തു തരും നോക്കാം. അപ്പോൾ എന്താ പറഞ്ഞേ നോക്കിട്ടോ? ദ ഡിഫ്യൂഷൻ മെംബ്രെയിൻ പെർ യൂണിറ്റ് ഡിഫറെൻറ്റ്. കണ്ടോ? ഒരു യൂണിറ്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യും? പാർഷ്യൽ പ്രഷർ ഈസ് മച്ച് ഹയർ കമ്പാരിഡ് ഓക്സിജൻ. ഓക്സിജന്റെ പാർഷ്യൽ പ്രഷറിനേക്കാളും ഒരു യൂണിറ്റ് ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും കാർബൺ ഡൈ ഓക്സൈഡിന് എന്ത് ചെയ്യാൻ കഴിയും? ഡിഫ്യൂഷൻ മെംബ്രെയിനിലൂടെ ഡിഫ്യൂസ് ചെയ്യാൻ കഴിയും എന്നാണ് പറഞ്ഞത്. എന്ത് പറയാണ്? ദ ഡിഫ്യൂഷൻ മെംബ്രെയിൻ നോക്കിട്ടോ. അടുത്തതിലേക്ക് NCERT പറയാണ് ദ ഡിഫ്യൂഷൻ മെംബ്രെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ഡിഫ്യൂഷൻ മെംബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് 3 മേജർ ലെയർ, 3 ലെയറിനെ കൊണ്ടാണ്. ആരൊക്കെ നെയ്മിലി? അതിന്റെ പേര് ഒന്ന് തിൻ സ്ക്വാമസ് എപ്പിത്തീലിയം. കണ്ടോ? ഇതാണ് തിൻ സ്ക്വാമസ് എപ്പിത്തീലിയം. ഇവിടെ സ്ക്വാമസ് എപ്പിത്തീലിയം അല്ലെ? ഏറ്റവും കട്ടി കുറഞ്ഞ എപ്പിത്തീലിയം. ദ ഫ്ലാറ്റൻഡ് സെല്ല് അല്ലെ? ഇതാണ് സ്ക്വാമസ് എപ്പിത്തീലിയം. അപ്പൊ ഏറ്റവും കട്ടി കുറഞ്ഞ എപ്പിത്തീലിയമാണ് സ്ക്വാമസ് അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? കുട്ടികൾക്കറിയാം. ഇതാണ് സ്ക്വാമസ് എപ്പിത്തീലിയം. ഏറ്റവും കട്ടി കുറഞ്ഞ എപ്പിത്തീലിയമാണ് സ്ക്വാമസ്. ഇനി ഒരു ക്യൂബ് ലൈക്ക് സെല്ലാണെങ്കിലോ ഇസ് കോൾഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. നീളമുള്ള സ്ലണ്ടർ സെല്ല് കണ്ടോ? നീളമുള്ള സെല്ലാണെങ്കിൽ നമുക്ക് എന്താ പറയാ? ഇസ് കോൾഡ് കോളംനാർ എപ്പിത്തീലിയം. ഇത് നിങ്ങൾ വ്യത്യസ്ത ഫിസിയോളജിയിലെ വ്യത്യസ്ത ചാപ്റ്റേഴ്സിൽ കാണാൻ. നമ്മൾ കിഡ്നിനെ പറ്റി പഠിച്ചപ്പോൾ, നെഫ്രോൺസിനെ പറ്റി പഠിച്ചപ്പോൾ നെഫ്രോൺസ് പറയുന്നുണ്ട് സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം നിങ്ങൾക്ക് പഠിക്കാണ്ട് അല്ലെ? അപ്പൊ അതാണ് ഉദ്ദേശം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. എന്ത് ചെയ്യാം? നേരെ നമ്മളെ ചാപ്റ്ററിലേക്ക് കയറാം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളാർ വാൾ വൺ കോൾഡ് തിക്ക് എന്ന് വെച്ചാൽ ഈ ലെയർ തിക്കാണെന്നല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ ആകെ ഒരു ലെയർ ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഈ ആൽവിയോൾ ഈസ് മേഡ് അപ്പ് ഓഫ് സിംഗിൾ ലെയർ കൊണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. വൺ കോൾഡ് തിക്ക് മീൻസ് എന്താണ്? അവിടെ സ്ക്വാമസ് എപ്പിത്തീലിയത്തിൻ്റെ ഒരു ലെയർ മാത്രമേ ഉള്ളൂ എന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. യഥാർത്ഥത്തിൽ അത് തിക്കാണെന്നല്ല. കാരണം NCERT പറയുന്നത് എന്ത്? ദ തിൻ സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളി അല്ലേ? അപ്പൊ സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളി ഉണ്ടാക്കിയത് എന്താണ്? തിൻ ലെയർ കൊണ്ടാണ്. ദ എൻഡോത്തീലിയം ഓഫ് ആൽവിയോളാർ കാപ്പിലറി എന്നങ്ങനെ പറഞ്ഞാല് ഈ ബ്ലഡ് വെസൽ ഇത് കണ്ടോ? ഇതാണ് എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് കാപ്പിലറി. യഥാർത്ഥത്തിൽ ഇതും സ്ക്വാമസ് എപ്പിത്തീലിയം തന്നെയാണ്. എൻഡോത്തീലിയം എന്ന് പറഞ്ഞാൽ എന്താ? ദ എപ്പിത്തീലിയം ഓഫ് ബ്ലഡ് വെസൽ അല്ലെ? ഒരാളെ ബ്ലഡ് വെസൽ നിർമ്മിച്ച സ്ക്വാമസ് എപ്പിത്തീലിയത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? യഥാർത്ഥത്തിൽ എൻഡോത്തീലിയം. അപ്പൊ എൻഡോത്തീലിയം എന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ എന്ത് തന്നെയാണ്? സ്ക്വാമസ് എപ്പിത്തീലിയം തന്നെയാണ്. ആൻഡ് ബേസ്മെന്റ് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ ഈ ബേസ്മെന്റ് സബ്സ്റ്റൻസ്? കമ്പോസ്ഡ് ഓഫ് തിൻ ബേസ്മെന്റ് മെംബ്രെയിൻ. അത് ബേസ്മെന്റ് മെംബ്രെയിൻ കൊണ്ട് നിർമ്മിച്ചതാണ്. അത് സപ്പോർട്ട് ചെയ്യുന്നു ആരെ? സ്ക്വാമസ് എപ്പിത്തീലിയത്തിനെ. ആൻഡ് ബേസ്മെന്റ് മെംബ്രെയിൻ സറൗണ്ട് ചെയ്യുന്ന ആരെ? സിംഗിൾ ലെയർ ആയിട്ട് ആരെ? എൻഡോത്തീലിയൽ സെൽ ഓഫ് കാപ്പിലറി. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ബ്ലഡ് കാപ്പിലറീസിന്റെയും അതേപോലെ തന്നെ സ്ക്വാമസ് എപ്പിത്തീലിയത്തിന്റെയും ഇടയിലായി കാണപ്പെടുന്ന ബേസ്മെന്റ് സബ്സ്റ്റൻസ് കൊണ്ട് നിർമ്മിക്കുന്ന അല്ലെ? ബേസ്മെന്റ് മെംബ്രെയിൻ കൊണ്ട് നിർമ്മിക്കുന്ന സാധനമാണെന്ത്? ബേസ്മെന്റ് സബ്സ്റ്റൻസ്. അതൊരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എന്താണ്? ലെയർ ആണ്. ഇതാണ് ഡിഫ്യൂഷൻ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ. ഇൻ ബിറ്റ്വീൻ ദം ഇത് എന്ത് ചെയ്യുന്നു? ആ രണ്ടാളുകൾക്കിടയിൽ. ആർക്ക് രണ്ടാളുകൾക്കിടയിൽ? സ്ക്വാമസ് എപ്പിത്തീലിയത്തിന്റെയും അതുപോലെ തന്നെ എൻഡോത്തീലിയത്തിന്റെ ഇടയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ബേസ്മെന്റ് സബ്സ്റ്റൻസ് കാണാൻ പറ്റും എന്നാണ് NCERT ബുക്ക് നമ്മളോട് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇനി നേരെ താഴോട്ട് നോക്കുമ്പോൾ അല്ലെ? നേരെ ഇനി എന്ത് ചെയ്യാണ്? നമ്മൾ താഴോട്ട് പോകണം. അപ്പൊ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് പറയാണ് എന്ന് വെച്ചാൽ ദ ടോട്ടൽ തിക്നെസ്. ഇവിടെ നിങ്ങൾക്ക് 3 ലെയർ ഉണ്ട് അല്ലെ? ഇവിടെ ഒരു ലെയർ, രണ്ടാമത്തെ ലെയർ,
മൂന്നാമത്തെ ലെയർ ഇതൊരു ഡിഫ്യൂഷൻ ബൗണ്ടറിയാ അല്ലേ. ദ ഡയഗ്രാം ഓഫ് സെക്ഷൻ ഇൻ ദ ആൽവിയോളാർ വിത്ത് ദ പൾമിനറി കാപ്പിലറി എന്ന് വെച്ചാൽ ഇത് മൂന്നും ചേർന്ന ഡിഫ്യൂഷൻ ബൗണ്ടറിയാണ്. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുക, ഗ്യാസുകൾ എക്സ്ചേഞ്ച് നടക്കുക അല്ലെ. ഓക്സിജൻ എങ്ങോട്ട്, ആൽവിയോളിൽ നിന്ന് ഓക്സിജൻ ബ്ലഡിലോട്ട്, ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളിലേക്ക്. ഇവിടെ ഡിഫ്യൂഷൻ നടക്കുന്ന സ്ഥലമാണ്, ഗ്യാസുകളുടെ എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നു, അഥവാ ദ ടോട്ടൽ തിക്നെസ് ഈ മൂന്ന് ലെയറിന്റെയും കട്ടി എന്ന് പറഞ്ഞാൽ ഈസ് മച്ച് ലെസ് ദാൻ 1 മില്ലിമീറ്റർ, 1 മില്ലിമീറ്ററിനെയും താഴെയാണ് എന്ത്, ഈ മൂന്ന് ലെയറിന്റെയും ടോട്ടൽ തിക്നെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടോട്ടൽ തിക്നെസ് ഓഫ് 3 ലെയർ, ഈ മൂന്ന് ലെയറിന്റെയും ടോട്ടൽ തിക്നെസ് എന്ന് പറഞ്ഞത് 1 മില്ലിമീറ്ററിനേക്കാളും താഴെയാണ്. therefore എന്ന് വെച്ചാൽ all the factors our body are favorable for diffusion of oxygen from alveoli to tissue and the carbon dioxide from the tissue to alveoli. ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ, എന്ത് solubility നോക്കുമ്പോൾ, അതേപോലെ തന്നെ പ്രഷർ നോക്കുമ്പോൾ, അതേപോലെ തന്നെ തിക്നെസ് നോക്കുമ്പോൾ, എല്ലാ കണ്ടീഷനും നോക്കുമ്പോൾ എന്തിന് ഫേവറബിൾ ആണ്, ഓക്സിജൻ ആൽവിയോളിൽ നിന്ന് ടിഷ്യൂവിലേക്ക് പോകാനും കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂവിൽ നിന്ന് ആൽവിയോളിലേക്ക് വരാനും എല്ലാ സാഹചര്യങ്ങളും എല്ലാ കണ്ടീഷൻസും ഫേവറബിൾ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നാണ് NCERT നമ്മളോട് ചോദിക്കുന്നത്. ഇതിനുശേഷം നമ്മൾ നേരെ പോകുകയാണ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് അല്ലെ. നമ്മൾ നേരെ ഇനി പോകുന്നത് അങ്ങോട്ടാ, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ആണ്. ഗ്യാസുകളുടെ ട്രാൻസ്പോർട്ടേഷനെ പറ്റി നമ്മൾ പറയാൻ വേണ്ടി പോവാണ്. നോക്കൂ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗ്യാസസ് നോക്കോ. ബ്ലഡ് എന്ന് പറഞ്ഞാൽ മീഡിയം ആണ് എന്തിന്റെ, ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മീഡിയം ആരാ, അത് ബ്ലഡ് ആണ്. ഏകദേശം 97% ഓക്സിജൻ എന്ത് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, RBCയിലൂടെയാണ് ഇൻ ദ ബ്ലഡ് അല്ലെ. ബ്ലഡിൽ RBC വഴിയാണ് എന്ത് ചെയ്യുക, 97% ഓക്സിജനെയും നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ദ റിമൈനിങ് 3% ഓഫ് ഓക്സിജൻ അല്ലെ, ബാക്കി വരുന്ന 3% ഓക്സിജൻ ഉണ്ടല്ലോ, അത് കൊണ്ടുപോകാൻ ആരുണ്ട്, ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ത്രൂ ദ പ്ലാസ്മ. നമ്മൾ ബ്ലഡ് പ്ലാസ്മയിലൂടെ എന്ത് ചെയ്യുക, ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ബാക്കി 3% ഓക്സിജനെയും ട്രാൻസ്പോർട്ട് ചെയ്യുക അല്ലെ. ഇനി 20 to 25% കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരാ, RBC ആ. എങ്ങനെ, RBCയിലൂടെയാണ് 97% കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ 7% കാർബൺ ഡൈ ഓക്സൈഡിനെ ബൈകാർബണേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ബാക്കി വരുന്ന 7% കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും പ്ലാസ്മയിൽ ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ആക്കിയിട്ടാണ്, പ്ലാസ്മയിലൂടെയാണ്. റെഡി ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതോടുകൂടി നമ്മൾ ഈ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. നേരെ അടുത്തിലേക്ക് പോവാണ്, ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ അല്ലെ. നമ്മൾ 2-3 ടോപ്പിക്സും കൂടി ഉള്ളൂ അല്ലെ. നോക്കോ, അപ്പൊ നമുക്ക് നേരെ പോവാ എങ്ങോട്ട് അല്ലെ, നേരെ പോവാണ്. ക്ലാസ് കുറച്ച് ഹെവി ആയോ, കുറച്ച് ലെന്ത് കൂടോ, അപ്പൊ ഒന്നുമില്ലല്ലോ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇല്ലേ, ഇരുന്ന് കാണില്ലേ, ക്ലാസ് ഇരുന്ന് കാണാം. അല്ലാതെ ഇപ്പം എന്താ, കഷ്ടപ്പെടാതെ നീറ്റിട്ടോ, നല്ല കഷ്ടപ്പെടണം, നല്ല കഷ്ടപ്പെടണം കേട്ടോ. നമ്മൾ അത് നീറ്റിട്ടോ, നന്നായിട്ട് കഷ്ടപ്പെടണം. അപ്പൊ നോക്കോ, അപ്പൊ അടുത്തതാണ് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻസ്. റെഡി നോക്കോ. അപ്പൊ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻസ് നമ്മൾ പറയാൻ വേണ്ടി പോവാം. എന്താ, ഹീമോഗ്ലോബിൻ ഈസ് എ റെഡ് കളേർഡ്. ഹീമോഗ്ലോബിന്റെ കളർ റെഡാ. അയൺ കണ്ടെയ്ൻ പിഗ്മെന്റാ. ഹീമോ എന്ന് വെച്ചാൽ, ഹീം എന്ന് വെച്ചാൽ എന്താ, അയൺ, ഗ്ലോബിൻ എന്ന് വെച്ചാൽ എന്താ, പ്രോട്ടീൻ. അപ്പൊ ഇരുമ്പും പ്രോട്ടീനും കൊണ്ട് നിർമ്മിച്ച മോളിക്യൂൾ ആണ് ഹീമോഗ്ലോബിൻ അല്ലെ. അപ്പൊ ഹീം എന്ന് വെച്ചാൽ എന്താണ്, ഇരുമ്പാണ്. ഗ്ലോബിൻ എന്ന് വെച്ചാൽ എന്താണ്, പ്രോട്ടീൻ ആണ് അല്ലെ. അപ്പൊ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ റെഡ് കളേർഡ് ആണ്, ചുവന്ന കളറുള്ള, അയൺ കണ്ടെയ്നിങ്, ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കുന്ന പിഗ്മെന്റ് ആണ്. പ്രസന്റ് ഇൻ ദ RBC, നമ്മൾ RBCയിൽ പ്രസന്റ് ആയിരിക്കും. RBCന്റെ ഉള്ളിൽ 270 മില്യൺസ് അല്ലെ, 270 മില്യൺസ്. പല കണക്കുണ്ട്, പല രൂപത്തിൽ പല കണക്കുകൾ പറയുന്നുണ്ട്. ഒരു RBCന്റെ ഉള്ളിൽ ഏകദേശം 270 മില്യൺ എന്തുണ്ട്, ഹീമോഗ്ലോബിൻ ഉണ്ട്. എ സിംഗിൾ RBC കണ്ടെയ്ൻ. ഒരു ഹ്യൂമൻ ബോഡിയിൽ 5 to 5.5 മില്യൺ എന്തുണ്ട്, RBC ഉണ്ട്. അതിൽ ഒരു RBCയിൽ തന്നെ 270 മില്യൺ എന്തുണ്ട്, ഹീമോഗ്ലോബിൻ ഉണ്ട് അല്ലെ. അപ്പൊ ഹീമോഗ്ലോബിൻ ഈസ് എ റെഡ് കളേർഡ് ആണ്, അയൺ കണ്ടെയ്നിങ് പിഗ്മെന്റ് ആണ്, പ്രസന്റ് ഇൻ ദ RBC പ്രസന്റ് ആണ്. ഓക്സിജൻ ക്യാൻ ബൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ അല്ലെ. ഓക്സിജൻ എന്തുള്ള കഴിവുണ്ട്, ഹീമോഗ്ലോബിനിൽ ബൈൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇസ് എങ്ങനെ, റിവേഴ്സിബിൾ മാനർ ആണ് ടു ഫോം ഈ ഹീമോഗ്ലോബിൻ അല്ലെ. അപ്പൊ എന്താ പറയുന്നത്, ഒരു ഓക്സിജൻ പ്ലസ് HB ഹീമോഗ്ലോബിനുമായി ചേർന്നാൽ, ഒരു ഓക്സിജനും ഹീമോഗ്ലോബിനും ചേർന്ന് എന്ത് കിട്ടുന്നു, ഹീമോഗ്ലോബിൻ കിട്ടുന്നു. അങ്ങനെ ഹീമോഗ്ലോബിൻ റിവേഴ്സിബിൾ മാനർ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും അല്ലെ, ബ്രേക്ക്, അവർ തമ്മിൽ പരസ്പരം ഒന്നാകും. ഒന്നായി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർ തമ്മിൽ വേർപിരിയും ചെയ്യും. അപ്പോൾ ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ചേർന്ന് ഹീമോഗ്ലോബിൻ ആകുന്നു. കുറച്ച് കഴിയുമ്പോൾ ഹീമോഗ്ലോബിൻ
ഹീമോഗ്ലോബിൻ ബ്രേക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഓക്സിജൻ വേറെ ഹീമോഗ്ലോബിൻ വേറെ, അങ്ങനെ എന്ത് ചെയ്യുന്നു, റിവേഴ്സിബിൾ മാനറിൽ അവർ തമ്മിൽ കൂടിച്ചേരുന്നു. ഈച്ച് ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ക്യാൻ ക്യാരി, ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂൾസിന് ക്യാരി ചെയ്യാൻ കഴിയുന്നത് മാക്സിമം 4 ഓക്സിജൻ മോളിക്യൂൾസിലാണ്, 4 ഓക്സിജൻ മോളിക്യൂൾസിലാണ് കേട്ടോ. ഒരു ഹീമോഗ്ലോബിൻ ക്യാരി ചെയ്യുന്നത് 4 ഓക്സിജൻ മോളിക്യൂൾസ് ആയിരിക്കും. ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ ഈസ് പ്രൈമർലി റിലേറ്റഡ് ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അല്ലെ, ആദ്യം പരിഗണിക്കുന്ന പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ്. ഓക്സിജൻ എന്ത് ചെയ്യണം, കൂടണം. ഓക്സിജൻ കൂടുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ. അപ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിൻ തമ്മിൽ ബൈൻഡ് ചെയ്യുന്നത് എന്തൊക്കെ റിലേറ്റ് ചെയ്യുന്നുണ്ട്, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ അയോൺസ്, കോൺസെൻട്രേഷൻ ഗ്രാഡിയന്റ്, അല്ലെ, ഹൈഡ്രജൻ അയോൺസിന്റെ കോൺസെൻട്രേഷൻ നോക്കണം, ടെമ്പറേച്ചർ നോക്കാണ്ട്, ഈ ഫാക്ടേഴ്സ് എല്ലാം നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓക്സിജന്റെയും ഹീമോഗ്ലോബിന്റെയും ബൈൻഡിങ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അപ്പോൾ ഓക്സിജനും ഹീമോഗ്ലോബിനും പരസ്പരം ബൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവർ തമ്മിൽ കൂടിച്ചേർന്നുണ്ടെങ്കിൽ എന്തൊക്കെ നോക്കാണ്ട്, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ നോക്കാണ്ട്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നോക്കാണ്ട്, H+ നോക്കാണ്ട്, ടെമ്പറേച്ചർ നോക്കാണ്ട്, ഈ കണ്ടീഷൻസ് ഒക്കെ ഫേവറബിൾ ആകുമ്പോൾ മാത്രമേ, എല്ലാം ഫേവറബിൾ ആകുമ്പോൾ മാത്രമേ ഹീമോഗ്ലോബിന്റെയും ഓക്സിജന്റെയും ബൈൻഡിങ് എന്ത് ചെയ്യുന്നുള്ളൂ, നടക്കുന്നുള്ളൂ എന്നാണ് NCERT നമ്മളോട് പറയുന്നത്. എന്നിട്ട് പറയാണ്, ഒരു സിഗ്മോയ്ഡ് കർവ് നിങ്ങൾ വരയ്ക്കുക, ഒബ്റ്റെയിൻ ചെയ്യാം. എവിടെ വരയ്ക്കുക, പെർസെന്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അല്ലെ, എന്താണ് അത് പറയുന്നത് എന്നറിയോ, മനസ്സിലായോ? ഇതാണ് പറയുന്നത്. അല്ലെ, നമ്മളെ ഗ്രാഫ് ഇതാ, നമ്മുടെ ഗ്രാഫ് ഇതാ, ഈ സാധനം. അല്ലെ, ഇവിടെ എന്തുണ്ട്, പെർസെന്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ, ഇവിടെ എന്തുണ്ട്, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ഇത് രണ്ടിന്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സിഗ്മോയ്ഡ് കർവ് അങ്ങ് പ്ലോട്ട് ചെയ്യുക, ഒരു സിഗ്മോയ്ഡ് കർവ് അങ്ങ് വരയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത്, അല്ലെ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അല്ലെ, എന്ത് കിട്ടും, അല്ലെ, ഡിസോസിയേഷൻ കർവ് കിട്ടും. അതിൽ NCERT പറഞ്ഞു വരുന്നേ നോക്കോ. അപ്പൊ അവിടെ NCERT ബുക്ക് പറയാണ്, എന്താ പറഞ്ഞത്, ഓക്കെ, NCERT ബുക്ക് എന്താ പറഞ്ഞേ, ഒരു സിഗ്മോയ്ഡ് കർവ് നിങ്ങൾ വരയ്ക്കുക. എവിടെ വരയ്ക്കുക, percentage of saturation of hemoglobin, ഹീമോഗ്ലോബിന്റെ സാച്ചുറേഷൻ വിത്ത് ഓക്സിജൻ പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജന്റെ ഇടയിൽ നിങ്ങൾ ഒരു സിഗ്മോയ്ഡ് കർവ് വരയ്ക്കുക. ദിസ് കർവ് ഈസ് കോൾഡ്, ഇത് നമ്മൾ വിളിക്കുന്ന പേരെന്താ, ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഈസ് ഹൈലി യൂസ്ഫുൾ. ഇത് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റുന്ന അറിയോ, ദ എഫക്ട് ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, H+ കോൺസെൻട്രേഷൻ, ഇതിനെ പറ്റി പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യും, ഈ ഗ്രാഫ് നമ്മൾ ഭയങ്കരമായിട്ട് സഹായിക്കും. ഇത് ഹയർ ക്ലാസ്സിലാണെങ്കിൽ ഇതിന്റെ യൂസസ് വരിക കേട്ടോ. നമ്മൾ മെഡിസിൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ, ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യാനുണ്ട്. എന്നിട്ട് പറയാണ്, ദ ബൈൻഡിങ് ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ ബൈൻഡിങ്, അല്ലെ, ദ ബൈൻഡിങ് ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ ബൈൻഡിങ് വിത്ത് ഹീമോഗ്ലോബിൻ, ഹീമോഗ്ലോബിനുമായിട്ടുള്ള ബൈൻഡിങ്ങിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യുന്നു, ഇതിനെ പഠിക്കാൻ സഹായിക്കുന്നത് ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആണ്. ഇൻ ദ ആൽവിയോളി, ആൽവിയോളിൽ എന്താ സംഭവിക്കുക എന്നറിയോ, ആൽവിയോളിൽ പ്രത്യേകത എന്താ, അവിടെ ഹൈ PO2, അവിടെ ഓക്സിജൻ കൂടുതലാണ്. ലോ PCO2, ആൽവിയോളിൽ കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്. ലെസ് H+ കോൺസെൻട്രേഷൻ, എന്ന ആൽവിയോളിൽ H+ കോൺസെൻട്രേഷൻ കുറവാണ്. ആൻഡ് ലോവർ ടെമ്പറേച്ചർ, ആൽവിയോളിൽ ടെമ്പറേച്ചർ കുറവാണ്. ദ ഫാക്ടേഴ്സ് ആർ, ഈ കണ്ടീഷൻ ഫേവറബിൾ ആണ്, അനുകൂലമാണ് ഫോർ എന്തിന്, ദ ഫോർമേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ. ഓക്സിഹീമോഗ്ലോബിൻ എന്ന് വെച്ചാൽ ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിൽ പരസ്പരം കൂടിച്ചേരാൻ ഇതെന്താണ്, ഫേവറബിൾ ആണ് എന്നാണ് NCERT ബുക്ക് നമ്മളോട് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഇങ്ങനെ പറയാൻ പറ്റും. നോക്കൂട്ടോ, മക്കൾസ് നോക്കാം, എന്താ പറയുക പറഞ്ഞറിയോ, മക്കൾസ് നോക്കൂ, ഇതാണ് നമ്മൾ ആൽവിയോളി. നോക്കൂട്ടോ, ഇത് നമ്മൾ ആൽവിയോളി ആണെന്ന് വിചാരിക്കാം. ദെൻ ഇത് നമ്മൾ ടിഷ്യൂ ആണെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ ടിഷ്യൂ, ഇത് ടിഷ്യൂ എന്ന് വിചാരിക്കാം, അല്ലെ. അവരിടയിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് എന്തുണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. ഇത് നമ്മൾ ബ്ലഡ് വെസൽ ആണെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മൾ ആരോ ബ്ലഡ് വെസൽസ്. കളറ് ഓക്കെ, കാണില്ലേ, കറക്റ്റ് അല്ലേ? ഓക്കെ, റെഡി. ഇനി ഇതാ എവിടെ ഓക്സിജൻസ് ഉണ്ടാവുക, ഇതാ ഓക്സിജൻസ് ഉള്ളത് ആൽവിയോളിയിലാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ ഉണ്ടാവുക, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത് അങ്ങ് ടിഷ്യൂവിലാണ്. എന്നിട്ട് നിങ്ങളോട് NCERT ബുക്ക് പറയാ, എവിടെയാണ് ഓക്സി ഹീമോഗ്ലോബിൻ അസോസിയേഷൻ നടക്കല്, ഇവിടെയാണ്. ഇവിടെ വെച്ച് ഓക്സി ഹീമോഗ്ലോബിന്റെ അസോസിയേഷൻ നടക്കുന്നു. എന്നാൽ ഇവിടെ വെച്ച് എന്ത് നടക്കും, ഓക്സി ഹീമോഗ്ലോബിന്റെ ഡിസോസിയേഷൻ ആണ് നടക്കുക, അല്ലെ. ഇവിടെ ഓക്സി ഹീമോഗ്ലോബിന്റെ ഡിസോസിയേഷൻ നടക്കുന്നു. ഇവിടെ ഓക്സി ഹീമോഗ്ലോബിന്റെ അസോസിയേഷൻ നടക്കുമ്പോൾ ഇവിടെ ഓക്സി ഹീമോഗ്ലോബിന്റെ ഡിസോസിയേഷൻ നടക്കും. എന്നാൽ ഇവിടെ കാർബമിനോ ഹീമോഗ്ലോബിന്റെ അസോസിയേഷൻ നടക്കുമ്പോൾ ഇവിടെ കാർബമിനോ ഹീമോഗ്ലോബിന്റെ എന്ത് നടക്കുന്നു, ഡിസോസിയേഷൻ നടക്കുന്നു, അല്ലെ. NCERT ബുക്ക് നമ്മളോട് പറയുന്നുണ്ട്. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്.
ഞാൻ NCERT വായിക്കുന്നത് കൊണ്ട് മാത്രം ഇത് പറയാത്തത് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അല്ലെ, അല്ലാതെ ശരിയാവില്ല. ഇവിടെയാണ് ഓക്സി ഹീമോഗ്ലോബിൻ അസോസിയേഷൻ നടക്കുന്നത്. എന്നാൽ ഇവിടെ വെച്ച് ആൽവിയോളിൽ വെച്ച് കാർബൺ ഹീമോഗ്ലോബിന്റെ ഡിസോസിയേഷൻ നടക്കുന്നു. ടിഷ്യൂ സൈഡിന്റെ പ്രത്യേകത എന്താ? ഇതാണ് നമ്മുടെ ടിഷ്യൂ സൈഡിന്റെ പ്രത്യേകത എന്താ? അവിടെ ഓക്സി ഹീമോഗ്ലോബിന്റെ ഡിസോസിയേഷൻ നടക്കുമ്പോൾ കാർബൺ ഹീമോഗ്ലോബിന്റെ അസോസിയേഷൻ നടക്കുന്നു. അതിന് ചില കണ്ടീഷൻസ് ഫേവറബിൾ ആണ്. എന്താ ഫേവറബിൾ? ഓക്സി ഹീമോഗ്ലോബിന്റെ അസോസിയേഷൻ നടക്കണമെങ്കിൽ ഓക്സിജനും ഹീമോഗ്ലോബിനും അസോസിയേറ്റ് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകണമെങ്കിൽ ഇവിടെ ചില കാര്യങ്ങൾ ഉണ്ടാകണം. എന്തൊക്കെ ഉണ്ടാവുന്നത്? ആൽവിയോളിൽ എന്ത് ചെയ്യണം എന്നറിയോ? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടണം, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് കുറയണം. കാർബൺ ഡയോക്സൈഡ് കുറയുമ്പോൾ H+ കുറയും, H+ കുറയുമ്പോൾ അസിഡിറ്റി കുറയും, അസിഡിറ്റി കുറയുമ്പോൾ pH കൂടും ആൻഡ് ടെമ്പറേച്ചർ കുറയണം. ഈ കണ്ടീഷൻസ് എവിടെ സംഭവിക്കണം? ആൽവിയോളിൽ. ഈ ആൽവിയോളിൽ ഈ കണ്ടീഷൻസ് സംഭവിച്ചാൽ ഓക്സിജൻ മോളിക്യൂൾസ് എല്ലാം എങ്ങോട്ട് പോകുന്നറിയോ? ദ ഓക്സിജൻ മോളിക്യൂൾസ് എൻ്റർ ഇൻ ടു ദ ബ്ലഡിലേക്ക് കയറും. ഹീമോഗ്ലോബിനുമായി ചേർന്ന് അവർ അസോസിയേറ്റ് ചെയ്തിട്ട് എന്തിൻ്റെ ഫോർമേഷൻ നടക്കും? ഓക്സി ഹീമോഗ്ലോബിൻ്റെ അസോസിയേഷൻ നടക്കും. എന്നാൽ ടിഷ്യൂവിലുള്ള അവസ്ഥ ഇങ്ങനെയല്ല. ടിഷ്യൂവിലേക്ക് വരുന്ന സമയത്ത് ടിഷ്യൂവിൻ്റെ ഉള്ളിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറയും. അവ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് കൂടും. കാർബൺ ഡയോക്സൈഡ് കൂടുമ്പോൾ H+ കൂടും. H+ കൂടുമ്പോൾ അസിഡിറ്റി കൂടും. അസിഡിറ്റി കൂടുമ്പോൾ pH കുറയും ആൻഡ് ദെൻ ടെമ്പറേച്ചർ ആൾസോ ഇൻക്രീസ്. കാരണം കാറ്റബോളിസം നടന്ന സെല്ലല്ലേ, ടെമ്പറേച്ചറും കൂടും. ഈ കണ്ടീഷൻ എവിടെ ഉണ്ടാകും? ഇൻ ദ ടിഷ്യൂ. നിങ്ങളുടെ ടിഷ്യൂവിൽ ഉണ്ടാകും. നിങ്ങളുടെ ടിഷ്യൂവിൽ ഈ കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും അറിയോ? അല്ലെ, ഓക്സി ഹീമോഗ്ലോബിന്റെ എന്ത് ചെയ്യും? ഡിസോസിയേഷൻ നടന്ന് ഓക്സിജൻ മോളിക്യൂൾസ് എല്ലാം എങ്ങോട്ട് കയറും? ഓക്സിജൻ മോളിക്യൂൾസ് എൻ്റർ ഇൻ ടു എങ്ങോട്ട് കയറുന്നു? ടിഷ്യൂവിലേക്ക് കയറുന്നു. ഓക്സിജൻ മോളിക്യൂൾസ് ടിഷ്യൂവിലേക്ക് കയറുന്നു. ആ സമയം തന്നെ കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസ് ടിഷ്യൂവിൽ നിന്ന് എങ്ങോട്ട് വരും? ഇൻ ടു ദ ബ്ലഡിലേക്ക് വന്ന് കാർബമിനോ ഹീമോഗ്ലോബിന്റെ അസോസിയേഷൻ നടന്ന് ഇവിടെ എന്തിന്റെ ഫോർമേഷൻ നടക്കും? കാർബമിനോ ഹീമോഗ്ലോബിന്റെ അസോസിയേഷൻ നടക്കും. ഇതാണ് NCERT ബുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നത്. മനസ്സിലാവാത്തവർ വീണ്ടും കേൾക്കണേ, ഒന്നും കൂടി കേൾക്കണേ. നമുക്ക് നേരം എന്ത് ചെയ്യാം? NCERT ബുക്കിലേക്ക് നോക്കാം. NCERT എന്താ പറയുന്നത് നോക്കാം. റെഡി അല്ലേ? റെഡി, നോക്കോ. അപ്പൊ NCERT ബുക്ക് നമ്മളോട് പറയുന്നത് നോക്കിക്കോളൂ ഗായ്സ്, നോക്കോ. NCERT ബുക്ക് എന്താ പറഞ്ഞത്? എന്ത് പറഞ്ഞത്? ഫാക്ടേഴ്സ് ആർ ഫേവറബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ അല്ലെ. അപ്പൊ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവാനുള്ള എല്ലാ കണ്ടീഷനും ഫേവറബിൾ ആണ്. ഇവിടെ ഇൻ ദ ആൽവിയോളിൽ അവിടെ ഓക്സിജൻ കൂടുതലാണ്, കാർബൺ ഡയോക്സൈഡ് കുറവാണ്, H+ കുറവാണ്. H+ കുറയുമ്പോൾ അസിഡിറ്റി കുറയും. അസിഡിറ്റി കുറയുക പറഞ്ഞാൽ pH കൂടുതലാണ് ആൻഡ് ടെമ്പറേച്ചർ ആൾസോ കുറവാണ്. ഈ കണ്ടീഷൻസ് ഫേവറബിൾ ഫോർ ഇൻ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. എന്നാൽ ഇൻ ദ ടിഷ്യൂവിലുള്ള ടിഷ്യൂവിൽ അങ്ങനെയല്ല. ടിഷ്യൂവിലുള്ള അവസ്ഥ ഇങ്ങനെയല്ലല്ലോ. അപ്പൊ എന്താണ് ടിഷ്യൂവിലെ അവസ്ഥ നോക്കാം. NCERT ബുക്ക് എന്താ പറഞ്ഞേ നോക്കൂ. അപ്പൊ ടിഷ്യൂവിലുള്ള അവസ്ഥ നോക്കൂ. ടിഷ്യൂവിൽ എന്താ അവസ്ഥ നോക്കോ. എന്നിട്ട് പറയാണ് യെസ് റെഡി. ഇവിടെ ഫേവറബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ്. എന്നാൽ ഇന്ന് ടിഷ്യൂയിലേക്ക് നോക്കുമ്പോൾ അവിടെ ലോ PO2. ടിഷ്യൂവിൽ നോക്കുമ്പോൾ അവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവാണ്, ഹൈ PCO2. എന്നാൽ ഹൈ PCO2 കാർബൺ ഡയോക്സൈഡ് കൂടുതലാണ്. H+ കോൺസെൻട്രേഷൻ അവിടെ H+ കോൺസെൻട്രേഷൻ കൂടുതലാണ് ആൻഡ് ഹൈ ടെമ്പറേച്ചർ അവിടെ ടെമ്പറേച്ചറും കൂടുതലാണ് എവിടെ? ടിഷ്യൂവിൽ. അപ്പൊ ആ കണ്ടീഷൻ എന്തിന് ഫേവറബിൾ ആണ്? ഫോർ ഡിസോസിയേഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ഓക്സി ഹീമോഗ്ലോബിൻ. ഓക്സി ഹീമോഗ്ലോബിനിൽ നിന്ന് ഓക്സിജൻ പിരിയാണ്, അവിടുന്ന് വേറെ പിരിയാണ്. എന്നിട്ട് ആ ഓക്സിജൻ എന്ത് ചെയ്യാണ്? ഇൻഡിക്കേറ്റ് ദാറ്റ് ഓക്സിജൻ ഗെറ്റ് ബൗണ്ട് ടു എന്നിട്ട് ഓക്സിജൻ എങ്ങോട്ട് കയറാണ്? ടിഷ്യൂവിലേക്ക് കയറാണ്, സെല്ലിലേക്ക് കയറാണ്. എപ്പോ? ടിഷ്യൂവിൽ വെച്ച് സംഭവിക്കുന്നത്. എന്നിട്ട് NCERT പറയാണ് ജസ്റ്റ് ക്ലിയർലി ഇൻഡിക്കേറ്റ്. നിങ്ങൾക്ക് ഇതിനൊരു കാര്യം മനസ്സിലായില്ലേ? എന്ത്? ഓക്സിജൻ ഗെറ്റ് ബൗണ്ട്. ഓക്സിജൻ എന്ത് ചെയ്യുന്നു? കൂടിച്ചേരുന്നു ആരുമായി? ഹീമോഗ്ലോബിനുമായി. എവിടെ? ലെൻ സർഫസിൽ വെച്ച്. എന്നിട്ട് ഗെറ്റ് ഡിസോൾവ്ഡ് അറ്റ് ദ ടിഷ്യൂ. എന്നിട്ട് ടിഷ്യൂവിലേക്ക് എന്ത് ചെയ്യാണ്? അത് പക്ഷേ ടിഷ്യൂവിൽ വെച്ച് എന്ത് ചെയ്യാണ്? ഈ ഓക്സി ഹീമോഗ്ലോബിനുമായിട്ട് ഇവർ ഡിസോസിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ആൽവിയോളിൽ വെച്ചിട്ട് ഹീമോഗ്ലോബിനും ഓക്സിജനും അസോസിയേറ്റ് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുക. ടിഷ്യൂ സൈഡിലേക്ക് എത്തുമ്പോൾ ഈ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഈ ഓക്സിജൻ എന്ത് ചെയ്യുക? സെല്ലിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നിട്ട് ഓരോ 100 ml ഓക്സിജനേറ്റ് ബ്ലഡ് എടുത്താൽ അതിൽ എന്തുണ്ടെന്നറിയോ? ഏകദേശം 5 ml ഓഫ് ഓക്സിജൻ ഉണ്ട് ടു ടിഷ്യൂ അണ്ടർ ദ നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷൻ. ഒരു നോർമൽ ഫിസിയോളജിക്കൽ ഫംഗ്ഷനിൽ ഏർപ്പെടാൻ ആവശ്യമായിട്ടുള്ള 5 ml ഓഫ് ഓക്സിജൻ നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? ഓരോ ഓക്സിജനേറ്റ് ബ്ലഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് NCERT ബുക്ക് നിങ്ങളോട്
പറയുന്നത് ഗായ്സ്. ഇതോടുകൂടി നമ്മൾ ഓക്സിജന്റെ ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ ഇനി പോകുന്നത് എങ്ങോട്ടാ? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടേഷനിലേക്കാ. ഇതല്ലേ ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്സ്. നമ്മൾ ഇനി അങ്ങോട്ടോട്ടാ പോണേ. റെഡി? ഓക്കെ ഗായ്സ്, നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ക്യാരിഡ് ബൈ ഹീമോഗ്ലോബിൻ. കാർബൺ ഡൈ ഓക്സൈഡ് ക്യാരി ചെയ്യുന്നത് ആരാണ്? ഹീമോഗ്ലോബിനാ. എന്നിട്ട് എന്തായിട്ട് മാറും? കാർബമിന് ഹീമോഗ്ലോബിനായിട്ട് മാറും. ഏകദേശം 20 to 25%, 20 മുതൽ 25% കാർബൺ ഡൈ ഓക്സൈഡ് ക്യാരി ചെയ്യുന്നത് ആരാണ്? ഹീമോഗ്ലോബിനാണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. 20 മുതൽ 25% കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാരി ചെയ്യുന്നത് ഹീമോഗ്ലോബിൻസ് ആണ് നമുക്കറിയാം. ഓക്കെ, എന്നിട്ടോ ദിസ് ബൈൻഡിങ് ഈസ് റിലേറ്റഡ് ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിനെ എന്ത് ബൈൻഡ് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ, അതുപോലെ ഓക്സിജൻ ഈസ് എ മേജർ ഫാക്ടേഴ്സ് വിച്ച് വുഡ് അഫക്ട് ദ ബൈൻഡിങ്. ഈ ബൈൻഡിങ്ങിനെ ആരൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഒക്കെ മേജർ ഫാക്ടേഴ്സ് ആണ് ഈ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട്. എന്താ പറയുക? when PCO2 is high, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടണം, ആൻഡ് PO2 is low, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറയണം. ഇൻ ദ ടിഷ്യൂ അല്ലെ, ടിഷ്യൂവിൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഹൈ ആണ്, എന്നാൽ ഓക്സിജൻ എന്താണ്? ലോ ആണ്. അപ്പൊ എന്ത് ചെയ്യും? മോർ ബൈൻഡിങ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്കേഴ്സ്. അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? ബൈൻഡ് ചെയ്യുന്നുണ്ട്. ആരുമായിട്ട്? ഹീമോഗ്ലോബിനുമായിട്ട്. എന്നാൽ PCO2 is low, എന്നാൽ PCO2 കുറവാണ്, എന്നാൽ PO2 is high, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലാണ്. എവിടെ? ഇൻ ദ ആൽവിയോളി അല്ലെ. ഇത് എന്തിന് കാരണമാകും? ഡിസോസിയേഷൻ അല്ലെ. ഇത് ഡിസോസിയേഷന് കാരണമാകുന്നു. ആര് ഡിസോസിയേറ്റ് ചെയ്യാൻ കാരണമാകുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോസിയേറ്റ് ചെയ്യാൻ കാരണമാകുന്നു. ഫ്രം എവിടെ നിന്നാ? ഫ്രം കാർബമിന് ഹീമോഗ്ലോബിനിൽ നിന്ന് അല്ലെ. ടേക്ക് പ്ലേസ്. അപ്പൊ കാർബമിന് ഹീമോഗ്ലോബിനിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ആൽവിയോലാർ സൈഡിൽ വെച്ചിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ടോ ദ കാർബൺ ഡൈ ഓക്സൈഡ് വിച്ച് ഇസ് ബൗണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ബൗണ്ട് ചെയ്യുന്നു, കൂടി ചെയ്യുന്ന ആരുമായിട്ട്? ഹീമോഗ്ലോബിനുമായിട്ട്. ഫ്രം ദ ടിഷ്യൂവിൽ വെച്ച് എന്നിട്ട് ഡെലിവേർഡ് ചെയ്യണം അറ്റ് ആൽവിയോളി. അങ്ങനെ ടിഷ്യൂ സൈഡിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്നിട്ട് എന്ത് ചെയ്യാണ്? ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യണം? ആൽവിയോളിലേക്ക് കൊടുത്തേക്കാണ്. RBC കണ്ടേ, RBCന്റെ ഉള്ളിൽ എന്തുണ്ട്? വെരി ഹൈ കോൺസെൻട്രേഷൻ, നല്ല ഒരു ഹൈ കോൺസെൻട്രേഷനിൽ ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേരാണ് കാർബോണിക് അൺഹൈഡ്രസ് അല്ലെ. മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിൽ അത് എവിടെയുണ്ട്? പ്രസന്റ് ആണ് പ്ലാസ്മയിലും നിങ്ങൾക്ക് ഈ എൻസൈം കാണാൻ പറ്റും. ഈ എൻസൈം ഈ ഫെസിലിറ്റേറ്റ് ഈ താഴെ തന്ന റിയാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. എന്താ റിയാക്ഷൻ അറിയോ? കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ചേർന്നിട്ട് എന്ത് ചെയ്യും? കാർബോണിക് ആസിഡ് ഉണ്ടാകും. നമ്മൾ കുടിക്കുന്ന സോഡ അല്ലേ, അതാണ് കാർബോണിക് ആസിഡ് ഉണ്ടാകും. പക്ഷേ ഈ കാർബോണിക് ആസിഡ് നമ്മുടെ ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിന് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ എന്ത് ചെയ്യും? കാർബോണിക് ആസിഡിനെ മുറിച്ചിട്ട് ബൈകാർബണേറ്റ് പ്ലസ് H+ ആക്കി മാറ്റും. ഈ H+ ആട്ടോ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ H+ കൂടുന്ന പറഞ്ഞില്ലേ, ഈ H+ ആണ്. H+ കൂടാൻ ആസിഡിറ്റി കൂടുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തമ്മിൽ ചേർന്ന് എന്ത് ചെയ്യുന്നു? കാർബോണിക് ആസിഡ് ഉണ്ടാകുന്നു. കാർബോണിക് ആസിഡിനെ മുറിച്ചിട്ട് ബൈകാർബണേറ്റ് H+ ആക്കുന്നു. ഇതിനൊക്കെ സഹായിക്കുന്നത് ആരാണ്? ഒരു എൻസൈമാണ്. ഈ എൻസൈമിന്റെ പേരാണെന്ത്? കാർബോണിക് അൺഹൈഡ്രസ്. അപ്പൊ ഈ റിയാക്ഷൻ ഇങ്ങോട്ട് നടക്കും. എപ്പോ? ടിഷ്യൂവിൽ വെച്ച്. എന്നാൽ ആൽവിയോളിൽ എത്തുന്ന സമയത്ത് എന്താ നടക്കുക? ഈ റിയാക്ഷൻ ഇങ്ങോട്ടും നടക്കും. അപ്പൊ ഈ റിയാക്ഷൻ ഇങ്ങോട്ട് നടക്കുന്നത് ടിഷ്യൂവിൽ വെച്ച്, ആൽവിയോളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ റിയാക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നടക്കും. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? നേരെ ആൽവിയോളിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് എന്ത് ചെയ്യും? അയക്കുകയാണ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പൊ ടിഷ്യൂ സൈഡിൽ വെച്ച് എന്താ സംഭവിക്കുക? ദ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആയി. ടിഷ്യൂവിൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ് ഡ്യൂ ടു കാറ്റബോളിസം. അവിടെയാണല്ലോ ബ്രേക്ക് ഡൗൺ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ചെയ്യുന്ന ആരുമായിട്ട്? ബ്ലഡുമായിട്ട് അഥവാ RBC അഥവാ പ്ലാസ്മയുമായിട്ട് എന്ത് ചെയ്യുന്നു? ഡിഫ്യൂസ് ആകുന്നു. എന്നിട്ട് എന്തായിട്ട് മാറും? അത് ബൈകാർബണേറ്റ് ആയിട്ട് മാറുന്നു. ആൻഡ് H+ ആയിട്ട് മാറുന്നു. അറ്റ് ദ ആൽവിയോളർ സൈഡ്, ആൽവിയോളർ സൈറ്റിലെ അവസ്ഥ എന്താ? അവിടെ PCO2 ലോ അല്ലെ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്. കാരണം എന്താ? the reaction proceed in the opposite direction. അപ്പൊ ലീഡിങ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ടിഷ്യൂ ആൽവിയോളർ സൈഡിൽ വെച്ച് റിയാക്ഷൻ ബാക്കിലേക്കാണ് നടക്കുക. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നടക്കും. അഥവാ ഇത് തമ്മിൽ കൂടി ചേർന്ന് ഇങ്ങനെ ഉണ്ടാകും. ഇത് എന്ത് ചെയ്യും? ഇങ്ങനെയായിട്ട് മാറും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷൻ നടക്കും. ലീഡിങ് ടു അങ്ങനെ എന്ത് ചെയ്യും? ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. അവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് അപ്പൊ ചുരുക്കി പറഞ്ഞ മനസ്സിലായി. ദ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാപ്ഡ്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ട്രാപ്പ് ചെയ്തു. എങ്ങനെ? ബൈകാർബണേറ്റ് ആയിട്ട് നമ്മൾ ട്രാപ്പ് ചെയ്തു കാർബൺ ഡൈ ഓക്സൈഡിനെ. ശരിയല്ലേ? ഈ ശരിക്കും ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. അപ്പൊ ഈ ബൈകാർബണേറ്റിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഉള്ളത് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. എവിടെ വെച്ച് നമ്മൾ ട്രാപ്പ് ചെയ്തത്? ടിഷ്യൂ ലെവലിൽ വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്തു എങ്ങോട്ട്? ആൽവിയോളിയിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്തു.
എന്നിട്ട് നമ്മൾ ഇതിനെ ആൽവിയോൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു, എന്നിട്ട് റിലീസ് ചെയ്തു പുറത്തേക്ക് എന്തായിട്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് എന്ത് ചെയ്ത് നമ്മൾ ഒഴിവാക്കി. ഓരോ 100 ml ഡിയോക്സിനേറ്റ് ബ്ലഡ് നിങ്ങൾ എടുക്കുക, അപ്പൊ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, അതിൽ ഏകദേശം 4 ml കാർബൺ ഡൈ ഓക്സൈഡ് കാണാൻ പറ്റും. എവിടെ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ്? നിങ്ങളെ ബ്ലഡ് ആൽവിയോയിലേക്ക് ഡെലിവറി ചെയ്യാൻ വെച്ച 4 ml കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ 100 ml അശുദ്ധ രക്തത്തിലും കാണാൻ പറ്റും. സെറ്റാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. റെഡി അല്ലേ? അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാന ഘട്ടത്തിലോട്ട് നമ്മൾ പോവുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് വിചാരിക്കുകയാണ്. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഉണ്ടാകും. റെഡി അല്ലേ? സെറ്റാണല്ലോ? ബോറടിക്കാനൊന്നുമില്ല. കഷ്ടപ്പെട്ട് പഠിക്കാൻ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നല്ല കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നണം, എൻ്റെ ലൈഫിൽ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടില്ല നമുക്ക് തോന്നണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു കോൺഫിഡൻസ് ഒക്കെ വരിക. അപ്പൊ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക. റെഡി ആണെന്ന് വിചാരിക്കും. അടുത്തതാണ് റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ അല്ലേ. റെസ്പിറേഷൻ നമ്മൾ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യമായിട്ട് ഞാനൊരു പിക്ചർ വരച്ചുതരാം. നോക്കൂ കേട്ടോ, ഒരു പിക്ചർ നോക്കേ. റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. ഇവിടെ നോക്കുക, നമ്മുടെ ബ്രെയിനിൽ 2 ഓർഗൻസ് പറയാണ്ട്. ഒന്ന് പോൺസ് അല്ലേ, ഇതാണ് പോൺസ്. അതിൻ്റെ അടിയിൽ ആരുണ്ട്? മെഡുല ഒബ്ലോങ്കട്ട. പോൺസിൽ ഒരു സെന്റർ, ന്യൂമോടാക്സിക് സെന്റർ. മെഡുലയിലുള്ള ഒരു സെന്റർ ആണ് റെസ്പിറേറ്ററി റിതം സെന്റർ അല്ലേ. ഇത് റെസ്പിറേറ്ററി റിതം സെന്റർ. ഇതാരാ? ന്യൂമോടാക്സിക് സെന്റർ. ഇത് ന്യൂമോടാക്സിക് സെന്റർ, ഇത് റെസ്പിറേറ്ററി റിതം സെന്റർ. ഇതിൻ്റെ ഉള്ളിൽ 2 സെന്റർ ഉണ്ട്. റെസ്പിറേറ്ററി റിതം സെന്ററിൽ 2 സെന്റർ, ഇൻസ്പിറേറ്ററി സെന്റർ, എക്സ്പിറേറ്ററി സെന്റർ. ഇൻസ്പിറേറ്ററി സെന്ററും ഇതാണ് ആര്? എക്സ്പിറേറ്ററി സെന്ററും. ഇൻസ്പിറേറ്ററി സെന്ററും ഉണ്ട്, പിന്നെ ആരുണ്ട്? എക്സ്പിറേറ്ററി സെന്ററും ഉണ്ട്. സെറ്റ് അല്ലേ? അപ്പൊ ഇത് ന്യൂമോടാക്സിക് സെന്റർ, ഇത് ഇൻസ്പിറേറ്ററി സെന്റർ, എക്സ്പിറേറ്ററി സെന്റർ. ഈ ഇൻസ്പിറേറ്ററി സെന്റർ, എക്സ്പിറേറ്ററി സെന്റർ ഉള്ളത് റെസ്പിറേറ്ററി റിതം സെന്ററിലാണ് ഉണ്ടാവുക. റെഡി അല്ലേ? ഇത് പോണ്, ഇത് മെഡുല. അപ്പൊ പോണിലാണ് ആരുണ്ടാവുക അല്ലെ? പോൺസിലാണ് ആരുണ്ടാവുക? നമ്മളെ ന്യൂമോടാക്സിക് സെന്റർ ഉണ്ടാവുക. മെഡുലയിലാണ് ആരുണ്ടാവുക? ഇൻസ്പിറേറ്ററി റെസ്പിറേറ്ററി റിതം സെന്റർ ഉണ്ടാവുക. ആ റെസ്പിറേറ്ററി റിതം സെന്ററിലാണ് ആരുണ്ടാവുക? ഇൻസ്പിറേറ്ററി സെന്റർ ആൻഡ് എക്സ്പിറേറ്ററി സെന്റർ ഉണ്ടാവുക. എല്ലാം സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരാൾ പെട്ടെന്ന് പേടിച്ചു. എങ്ങനെ പേടിച്ചു എന്നറിയോ? ഒരാൾ ഒരു രാത്രിയിൽ ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോവാണ്. അതിൽ പെട്ടെന്ന് ഒരു യക്ഷി ഇയാളെ മുമ്പിലേക്കാണ് വന്നു. എന്നിട്ട് ചോദിച്ചു, ആരടാ നീ എന്നാണ് ചോദിച്ചു. യക്ഷി. ഇയാളാണ് പേടിച്ച്, ഇയാളാകെ ബേജാറായി. അതിൽ ഇയാളെ സെരിബ്രം എന്ത് ചെയ്ത് നേരെ മെസ്സേജ് അയച്ചു. സെരിബ്രം കാണില്ലല്ലോ, നോക്കിട്ടോ. ഇയാളെ സെരിബ്രം എന്ത് ചെയ്ത് നേരെ മെസ്സേജ് അയച്ച് എങ്ങോട്ട്? ന്യൂമോടാക്സിക് സെന്ററിലേക്ക് മെസ്സേജ് അയച്ച്. എന്താ ന്യൂമോടാക്സിക് സെന്ററിനോട് പറയാ? നമ്മൾ പ്രേതത്തിനെ കണ്ടിട്ടുണ്ട് എന്ന് പറയും. അതിൽ ന്യൂമോടാക്സിക് സെന്റർ എന്ത് ചെയ്യും? നേരെ റെസ്പിറേറ്ററി റിതം സെന്ററിനോട് പറയും, നമ്മൾ പ്രേതത്തിനെ കണ്ടിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യും? ഈ റെസ്പിറേറ്ററി റിതം സെന്റർ ഉണ്ടല്ലോ, ഇൻസ്പിറേറ്ററി സെന്ററിനോടും എക്സ്പിറേറ്ററി സെന്ററിനോട് പറയും എന്ത്? ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷൻ കുറക്കൂ, എക്സ്പിറേഷന്റെ ഡ്യൂറേഷൻ കുറക്കൂ, ഇൻസ്പിറേഷന്റെ സമയം കുറക്കൂ, എക്സ്പിറേഷന്റെ സമയം കുറക്കൂ എന്നാണ് പറയും. അതിൽ എന്ത് ചെയ്യും? ഇൻസ്പിറേഷന്റെ സമയം കുറയും, എക്സ്പിറേഷന്റെ സമയം കുറയും. അപ്പൊ നോക്കൂ, ഇൻസ്പിറേഷൻ സമയം ഇതാണ്, ഇൻസ്പിറേഷൻ സമയം ഇതാണ്, എക്സ്പിറേഷൻ സമയം. പക്ഷെ എന്താ സംഭവിക്കുക? ഇവിടെ ഇൻസ്പിറേഷന്റെ എക്സ്പിറേഷന്റെ സമയം കുറഞ്ഞു. അപ്പൊ എന്ത് സംഭവിക്കും? റെസ്പിറേഷൻ റേറ്റ് കൂടൂലേ? ഇങ്ങനെ ആവൂലേ? അയാൾ പേടിക്കൂലേ? കിതക്കൂലേ? അപ്പൊ യഥാർത്ഥത്തിൽ കിതപ്പിന്റെ കാരണം ഇതാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഒരാൾ പേടിച്ച് സെരിബ്രം നേരെ ന്യൂമോടാക്സിക് സെന്ററിനോട് പറഞ്ഞ്, ന്യൂമോടാക്സിക് സെന്റർ റെസ്പിറേറ്ററി റിതം സെന്ററിനോട് പറഞ്ഞ്, റെസ്പിറേറ്ററി റിതം സെന്റർ ഇൻസ്പിറേറ്ററി ആൻഡ് എക്സ്പിറേറ്ററി സെന്ററിനോട് പറഞ്ഞ് എന്താ പറഞ്ഞത്? ഈ ഇൻസ്പിറേഷന് എക്സ്പിറേഷന് ഡ്യൂറേഷൻ സമയം കുറഞ്ഞാണ്. അങ്ങനെ സമയം കുറഞ്ഞപ്പോൾ എന്ത് ചെയ്ത്? റെസ്പിറേഷന്റെ റേറ്റ് കൂടി. ഇതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഒരാൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കിടോ, ഒരാൾ എന്ത് ചെയ്യാണ്? ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ കളിക്കുമ്പോൾ അയാളുടെ ബോഡിയിൽ എന്ത് ചെയ്യും? എനർജി ഡെഫിഷ്യൻസി കൂടും അല്ലെ? നന്നായിട്ട് എനർജി ഡെഫിഷ്യൻസി ഉണ്ടാവും. എനർജി ഡെഫിഷ്യൻസി കൂടുമ്പോൾ അയാളുടെ ബോഡിയിൽ എന്ത് ചെയ്യും? മെറ്റബോളിസം എന്ന് പറയുന്ന റിയാക്ഷൻ നടക്കും. മെറ്റബോളിസം നടന്നാലല്ലേ എനർജി കിട്ടുക. അപ്പൊ എനർജിക്ക് വേണ്ടി അയാളുടെ ബോഡിയിൽ മെറ്റബോളിസം നന്നായിട്ട് നടക്കും. മെറ്റബോളിസത്തിന്റെ റേറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും? അയാളുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ കൂടും. കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, H+ അളവും കൂടും അല്ലെ? അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും H+ കൂടി എപ്പോ? മെറ്റബോളിസം ഹൈ ആയാൽ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും കൂടി, മെറ്റബോളിസം കൂടി. ഈ വിവരം ആരറിഞ്ഞ്? കീമോ റിസപ്റ്റേഴ്സ് അറിഞ്ഞ്. ആരാ കീമോ റിസപ്റ്റേഴ്സ് അറിയോ? കീമോ റിസപ്റ്റേഴ്സ് കാണുന്നത് എവിടെ അറിയോ?
അയോട്ടിക് ആർച്ച് ആൻഡ് കരോട്ടിഡ് ആർട്ടറി. നമ്മൾ കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്ന നമ്മളെ ശരീരത്തിന്റെ മുകൾ ഭാഗത്തേക്ക് ബ്ലഡ് സപ്ലൈ നടത്തുന്ന മെയിൻ ആർട്ടറിയാണ് കരോട്ടിഡ് ആർട്ടറി, എക്സ്പെഷ്യലി ഇൻ ദ ബ്രെയിനിലേക്കൊക്കെ ബ്ലഡ് എത്തിക്കുന്ന കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്ന അല്ലെ കരോട്ടിഡ് ആർട്ടറിയും അതുപോലെ തന്നെ അയോട്ട എന്ന് പറയുന്ന മെയിൻ ബ്രാഞ്ച് ഓഫ് ഹാർട്ട്, നമ്മളെ ഹാർട്ടിന്റെ മെയിൻ ആയിട്ടുള്ള അല്ലെ മെയിൻ ആർട്ടറിയാണ് ആര്? അയോട്ട. അപ്പൊ അയോട്ടയിലും കരോട്ടിഡ് ആർട്ടറിയുമുള്ള കീമോ റിസപ്റ്റേഴ്സ് അറിഞ്ഞ് എന്ത് നമ്മുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡും H+ കൂടി എന്നുള്ളത്. ഉടൻ തന്നെ കീമോ റിസപ്റ്റേഴ്സ് മെസ്സേജ് അയക്കും എങ്ങോട്ട്? ഉടനെ തന്നെ കീമോ റിസപ്റ്റേഴ്സ് മെസ്സേജ് അയക്കും എങ്ങോട്ട്? ദ കീമോ സെൻസിറ്റീവ് ഏരിയ പ്രസന്റ് അറ്റ് അഡ്ജസന്റ് സൈഡ് ഓഫ് റിതം സെന്റർ. നമ്മുടെ റെസ്പിറേറ്ററി റിതം സെന്ററിന്റെ അടുത്ത് കാണപ്പെടുന്ന കീമോ സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. കീമോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ, ആ ഏരിയനോട് പറയും ആര്? കീമോ റിസപ്റ്റേഴ്സ് പറയും എന്ത്? നമ്മുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡും H+ കൂടുതലാണ്, അത് കുറക്കണം എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ കീമോ റിസപ്റ്റേഴ്സ് ആരോട് പറയുന്നു? കീമോ റിസപ്റ്റേഴ്സ് കീമോ സെൻസിറ്റീവ് ഏരിയനോട് പറയുന്നു എന്ത്? നമ്മുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡും H+ കൂടിയിട്ടുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് ദ കീമോ സെൻസിറ്റീവ് ഏരിയ റെസ്പിറേറ്ററി റിതം സെന്ററിനോട് കേട്ടോ, കീമോ സെൻസിറ്റീവ് ഏരിയ എന്ത് ചെയ്യും? റെസ്പിറേറ്ററി റിതം സെന്ററിലെ ഇൻസ്പിറേറ്ററി സെന്ററിനോടും എക്സ്പിറേറ്ററി സെന്ററിനോട് പറയും എന്ത്? ഇൻസ്പിറേഷന്റെ റേറ്റ് കുറക്കൂ, എക്സ്പിറേഷന്റെ റേറ്റ് കുറക്കൂ, റേറ്റ് അല്ല ഡ്യൂറേഷൻ കുറക്കൂ, ഇൻസ്പിറേഷന് സമയം കുറക്കൂ, എക്സ്പിറേഷന് സമയം കുറക്കൂ എന്ന് ആര് പറഞ്ഞ്? റെസ്പിറേറ്ററി റിതം സെന്റർ ഇൻസ്പിറേറ്ററി സെന്ററിനോടും എക്സ്പിറേറ്ററി സെന്ററിനോടും പറയും. അപ്പൊ ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷനും കുറയും, എക്സ്പിറേഷന്റെ ഡ്യൂറേഷനും കുറയും. അപ്പൊ എന്താ സംഭവിക്കുക? ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷനും എക്സ്പിറേഷന്റെ ഡ്യൂറേഷനും കുറഞ്ഞാൽ റെസ്പിറേഷൻ റേറ്റ് കൂടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫുട്ബോൾ കളിക്കുമ്പോൾ കിതക്കൂലേ? അതിന്റെ റീസൺസാ പറഞ്ഞത്. ആദ്യം പറഞ്ഞ കിതപ്പ് പേടിക്കുമ്പോ, രണ്ടാമത് പറഞ്ഞ കിതപ്പ് കളിക്കുമ്പോ അല്ലെങ്കിൽ ഓടുമ്പോ. അപ്പൊ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡും H+ കൂടി കഴിഞ്ഞാൽ കീമോ റിസപ്റ്റേഴ്സ് അറിയും, അത് കീമോ സെൻസിറ്റീവ് ഏരിയനോട് പറയും. കീമോ സെൻസിറ്റീവ് ഏരിയ നിൽക്കുന്നത് റിതം സെന്ററിനോട് ചേർന്നാണ്. കീമോ സെൻസിറ്റീവിന്റെ റിതം സെന്ററിനോട് പറയും. റിതം സെന്ററിലെ ഇൻസ്പിറേറ്ററി സെന്ററും എക്സ്പിറേറ്ററി സെന്റർ എന്ത് ചെയ്യും? അതിന്റെ ഡ്യൂറേഷൻ കുറക്കും, അതിലെന്ത് ചെയ്യും? റേറ്റ് കൂടും. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി നേരെ എന്ത് ചെയ്യുക? NCERT അങ്ങ് വായിച്ചു നോക്കാം. ഓക്കെ അല്ലേ? ഒക്കെ നേരെ NCERT അങ്ങ് വായിച്ചു നോക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിട്ട് പോയാൽ മതി കേട്ടോ. ഒക്കെ മനസ്സിൽ ഞാൻ ഇങ്ങനെ അതാണ് മെല്ലെ മെല്ലെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നേരെ എന്ത് ചെയ്യുക? എഴുതിട്ട് പോവാം. റെഡി? ഓക്കെ, അത് നേരെ ഇനി പോവാണ്. ഒന്ന് നേരെ പോകുന്നത് അങ്ങോട്ടാ. NCERT നോക്കാം. റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ. റെസ്പിറേഷന്റെ റെഗുലേഷൻസ് നമ്മൾ പറയാൻ വേണ്ടി പോവാണ്. ഓക്കെ കേട്ടോ. The human beings have significant ability ഉണ്ട്. എന്ത്? മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ മോഡറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്തിന്? റെസ്പിറേറ്ററി റിതംസിനെ. എന്തിനനുസരിച്ചാണ്? ഡിമാൻഡ് ഓഫ് ദ ബോഡി. നിങ്ങളെ ബോഡി ഡിമാൻഡ്സിനനുസരിച്ച്, ടിഷ്യൂസിന്റെ ഡിമാൻഡിനനുസരിച്ച് റെസ്പിറേറ്ററി ഫങ്ഷൻസിനെ മോഡറേറ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. എന്നിട്ട് പറയാണ് യെസ് ദിസ് ഈസ് ഡൺ ബൈ ദ. ഇതിന് സഹായിക്കുന്നത് ആരാണ്? ന്യൂറൽ സിസ്റ്റം ആണ്. ഒരു സ്പെഷ്യലൈസ്ഡ് സെന്റർ പ്രസന്റ് ആണ് നിങ്ങളെ മെഡുല റീജിയൻസിൽ. ആ സെന്ററിന്റെ പേരെന്താ? ബ്രെയിനിന്റെ റെസ്പിറേറ്ററി റിതം സെന്റർ ആണ്. ഇതാണ് പ്രൈമർ ആയിട്ട് റെസ്പോൺസിബിൾ ഫോർ എന്തിന്? ദിസ് റെഗുലേഷൻ. നിങ്ങൾ റെസ്പിറേറ്ററി ഫങ്ഷൻ റെഗുലേറ്റ് ചെയ്യാൻ പ്രൈമറിലി സഹായിക്കുന്ന ആരാണ്? റെസ്പിറേറ്ററി റിതം സെന്റർ ആണ്. മറ്റൊരു സെന്ററും കൂടി പ്രസന്റ് ആണ് പോൺ റീജിയൻസിൽ, പോൺസിൽ. അതിന് വിളിക്കുന്ന പേരാണെന്ത്? ഈസ് കോൾഡ് പോൺസിൽ ഈസ് കോൾഡ്. അതിന് വിളിക്കുന്ന പേരാണെന്ത്? ന്യൂമോടാസിക് സെന്റർ. ക്യാൻ മോഡറേറ്റ്. ഇതിനും കഴിവുണ്ട്. എന്ത്? റെസ്പിറേറ്ററി ഫംഗ്ഷൻ മോഡറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. എവിടെ? റിതം സെന്റർ അല്ലെ? റിതം സെന്ററിനെ മോഡറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ആർക്ക്? ന്യൂമോടാക്സിക് സെന്റർ. മോഡറേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ദ റെസ്പിറേറ്ററി റിതം സെന്റർ. ന്യൂറൽ സിഗ്നൽ ഫ്രം ദ സെന്റർ ഈസ് റിതം സെന്ററിന്റെ ന്യൂറൽ സിഗ്നൽ ഫ്രം ദ സെന്റർ. ഈ റെസ്പിറേറ്ററി റിതം സെന്ററിൽ നിന്ന് വരുന്ന സിഗ്നൽസ് എന്ത് ചെയ്യുന്ന അറിയോ? ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷൻ കുറക്കും. ബൈ അത് കാരണമായിട്ട് എന്ത് ചെയ്യും? ഓൾട്ടർ ദ റെസ്പിറേറ്ററി റേറ്റ്. റെസ്പിറേറ്ററി റേറ്റിൽ എന്ത് ചെയ്യും? ചേഞ്ച് ഉണ്ടാക്കും. അപ്പൊ റെസ്പിറേറ്ററി റേറ്റ് കൂടും. അപ്പൊ ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷൻ കുറയും. റെഡ്യൂസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷന്റെ സമയം കുറക്കും. അത് കാരണമായിട്ട് എന്ത് ചെയ്യും? റെസ്പിറേഷന്റെ റേറ്റ് എന്ത് ചെയ്യും? ചേഞ്ച് ആകും. കീമോ സെൻസിറ്റീവ് ഏരിയ എന്ന ഒരു ഏരിയ ഉണ്ട്. അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അഡ്ജസന്റ് സൈഡ് ഓഫ് ദ റിതം സെന്റർ അല്ലെ, വിച്ച് ഹൈലി സെൻസിറ്റീവ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രോജൻ അയോൺസ്. ഇനി മറ്റൊരു ഏരിയ ഉണ്ട് കീമോ സെൻസിറ്റീവ് ഏരിയ. ആ ഏരിയ സിറ്റുവേറ്റ് ചെയ്യുന്നത് അഡ്ജസന്റ്, അടുത്താണ് ആർക്ക്? റിതം സെന്ററിനോട് ചേർന്ന് നിൽക്കുന്നു.
ഇത് ഹൈലി സെൻസിറ്റീവ്. ഇത് എന്തിന് സെൻസിറ്റീവ് ആണ്? കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജൻ അയോൺസും കൂടി കഴിഞ്ഞാൽ ഇവരറിയാണ് ചെയ്യുക. ആൻഡ് ഇൻക്രീസ് ദ സബ്സ്റ്റൻസ്, അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് സബ്സ്റ്റൻസ്, ഇത് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ക്യാൻ ആക്ടിവേറ്റ് ദ സെന്റർ, ഈ സെന്റർ ആക്ടിവേറ്റ് ആകും, വിച്ച് ടേൺ ക്യാൻ സിഗ്നൽ ഇൻ ടു റിതം സെന്റർ, അങ്ങനെ റിതം സെന്ററിന് എന്ത് ചെയ്യും? മെസ്സേജ് കൊടുക്കും. എന്തിന്? നെസസറി ടു അഡ്ജസ്റ്റ്മെന്റ് ദ റെസ്പിറേറ്ററി പ്രോസസ് ഇൻ വൈച്ച് ദ സബ്സ്റ്റൻസ് ക്യാൻ ബി എലിമിനേറ്റഡ്, ഈ സബ്സ്റ്റൻസിനെ പുറന്തള്ളാൻ ആവശ്യമായ രൂപത്തിലുള്ള റെസ്പിറേറ്ററി പ്രോസസ്സിൽ ചേഞ്ച് അഡ്ജസ്റ്റ്മെന്റ് വരുത്താൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? മെസ്സേജ് കൊടുക്കുന്നതാണ് ഉദ്ദേശിച്ചത്. റിസപ്റ്റേഴ്സ് അസോസിയേറ്റ് വിത്ത് അയോട്ടിക് ആർച്ച്, അയോട്ടിക് ആർച്ചിലും കരോട്ടിഡ് ആർട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ മെയിൻ ആർട്ടറിയുമാണ് എന്ത് ചെയ്യുക? റെക്കഗ്നൈസ് ചെയ്യുന്നു. ചേഞ്ച് ദ കാർബൺ ഡയോക്സൈഡ് പ്ലസ് കോൺസെൻട്രേഷൻ സെൻഡ്സ് നെസസറി സിഗ്നൽസ് ഇൻ ടു ദ റിതം സെന്റർ. അപ്പൊ കീമോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നത് മെയിൻ ആയിട്ട് എവിടെയാണ്? അയോട്ടിക് ആർച്ചിലും കരോട്ടിഡ് ആർട്ടറിയിലാണ്. ഇവർക്കാണ് കാർബൺ ഡയോക്സൈഡ് എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ നമ്മുടെ ബോഡിയിൽ കൂടി കഴിഞ്ഞാൽ സെൻഡ് ചെയ്യാൻ പറ്റും എന്ത്? സിഗ്നൽസ് എങ്ങോട്ട്? റിതം സെന്ററിലേക്ക്. എന്നിട്ട് അതിനെ അനുസരിച്ചുള്ള ആക്ഷൻസ് എന്ത് ചെയ്യും? ഇവർ ചെയ്യുന്ന പറഞ്ഞ ദ റോൾ ഓഫ് ഓക്സിജൻ ആൻഡ് ദ റെഗുലേഷൻ ഓഫ് ദ റെസ്പിറേറ്ററി റിതം ഈസ് ക്വിറ്റ് ഇൻസ്പെക്ട് കനോട്ട്. the role of oxygen in the regulation of respiratory rhythm is quit, അങ്ങനെ എന്ത് ചെയ്യുന്നു? ഉടനെ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് ഓക്സിജൻ കയറുന്നു, പെട്ടെന്ന് ഓക്സിജൻ കയറും, കാർബൺ ഡയോക്സൈഡ് പെട്ടെന്ന് പുറത്തേക്ക് പോയി നമ്മൾ റെസ്പിറേറ്ററി റിതം എന്ത് ചെയ്യും? അവിടെ നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് അവിടെ NCERT ബുക്ക് ഉദ്ദേശിച്ചത്. റെഡി അല്ലേ? ഇനി ഏറ്റവും ലാസ്റ്റ് സാധനം കഴിഞ്ഞു. ഡിസോർഡേഴ്സ് റെസ്പിറേറ്ററി സിസ്റ്റം. ഒന്ന് ആസ്തമയാണ് അല്ലെ. എന്താ ആസ്തമ എന്ന് പറഞ്ഞാൽ? ആസ്മ എന്ന് പറഞ്ഞാൽ നോക്കിയോളൂ, എന്താ ആസ്മ? ഈസ് എ ഡിഫിക്കൽറ്റി ഓഫ് ബ്രീത്തിങ്. ബ്രീത്തിങ്ങിന് ഡിഫിക്കൽറ്റിയാണ് കോസ് ചെയ്യുന്നു. അതിന്റെ കാരണം എന്താ? വീസിങ് അല്ലെ. വീസിങ് എന്ന് പറഞ്ഞാൽ എന്താ? വീസിങ് എന്ന് പറഞ്ഞാൽ ഉച്ഛ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഒരാൾക്ക് ഡിഫിക്കൽറ്റി ഓഫ് ബ്രീത്തിങ് കോസ് കാരണമാകുന്ന വീസിങ് എന്ന് പറഞ്ഞാൽ ഉച്ഛ്വാസം എടുക്കാൻ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട്. ഡ്യൂ ടു, കാരണം എന്താണ്? അയാൾക്ക് ഉച്ഛ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടിന്റെ കാരണം എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ബ്രാങ്കൈ ആൻഡ് ബ്രോങ്ക്യൂൾസ് അല്ലെ. നമ്മൾ ബ്രാങ്കൈക്കും ട്രക്കിയ, ബ്രോങ്കൈക്കും ബ്രോങ്ക്യൂൾസിനും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ്. അപ്പൊ അതിന്റെ കാരണം എന്താ? ചില അലർജൻസ് അല്ലെ, അലർജിക്ക് കാരണമായിട്ടുള്ള ചില അലർജൻസ് ഉണ്ട്, ചില അലർജിക് സബ്സ്റ്റൻസുകൾ ഉണ്ട്. അത് നമ്മൾ റെസ്പിറേറ്ററി ട്രാക്കിൽ എത്തുമ്പോൾ റെസ്പിറേറ്ററി ട്രാക്ക് എന്ത് ചെയ്യും? വീങ്ങും. അങ്ങനെ റെസ്പിറേറ്ററി ഏരിയ കുറയും. റെസ്പിറേറ്ററി ഗ്യാസിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് നമ്മൾ ഡക്റ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ വീങ്ങും അല്ലെ. വീങ്ങി എന്ത് ചെയ്യും? ഗ്യാസിന് പോകാനുള്ള സ്പേസ് കുറയും. അപ്പൊ എന്ത് ചെയ്യും? ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അനുഭവപ്പെടും അല്ലെ. ഉള്ളിലേക്ക് എന്ത് ചെയ്യില്ല? എയർ പോകാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അനുഭവപ്പെടാം. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ആസ്മ അല്ലെ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ പറയാം കേട്ടോ. ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. NCERT വായിക്കൽ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അടുത്തത് എംഫിസിമ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു എന്താണ് അല്ലെ? ക്രോണിക് ഡിസോർഡർ ആണ്. എന്താ? പെട്ടെന്ന് ഉണ്ടാകുന്ന ഡിസോർഡർ അല്ല, വർഷങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സമയം എടുത്തുണ്ടാകുന്ന ഒരു ഡിസോർഡർ ആണ്. എന്താ ഡിസോർഡർ എന്ന് വെച്ചാൽ ആൽവിയോളർ വാൾ ഡാമേജ് ആകുന്നു. ഡ്യൂ ടു കാരണം എന്താ? റെസ്പിറേറ്ററി സർഫസ് കുറയലാണ്. അപ്പൊ ഇതാണ് ഒരാളെ ആൽവിയോളിന്റെ വലിപ്പം എങ്ങനെയാണെങ്കിൽ ആൽവിയോളിന് എന്ത് ചെയ്യാം? ആൽവിയോളി കുറെ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും? ലീക്ക് ആവുക. ആൽവിയോളി പൊട്ടുക, ഡാമേജ് ആയിട്ട് പൊട്ടുക. എന്നിട്ട് അതിന്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞു വരിക. ആൽവിയോളിന്റെ സൈസ് ചുരുങ്ങി വരിക. കാരണം എന്താ? ഇതിനുള്ളിൽ ലീക്കേജിങ് ഓഫ് എയർ, റെസിഡൽ വോളിയൊക്കെ എന്ത് ചെയ്യുക? പുറത്തേക്ക് നഷ്ടപ്പെട്ട് പോവുക. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഉള്ള എയറിനെ പുറത്തേക്ക് നഷ്ടപ്പെട്ട് പോവുകയാണ്. അപ്പൊ എന്താ അതിന് കാരണം അല്ലെ? ആ ആൽവിയോളർ വാള് ഡാമേജ് ആവുകയാണ്. ഡ്യൂ ടു വിച്ച് റെസ്പിറേറ്ററി സർഫസ് ഡിഗ്രീസ്ഡ്, അങ്ങനെ റെസ്പിറേറ്ററി സർഫസ് ഡിഗ്രീസ് ആവുകയാണ്. ഇറ്റ്സ് എ മേജർ കോസസ് ഓഫ് എന്താണ്? സിഗരറ്റ് സ്മോക്കിംഗ് ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം. റെഡി അല്ലേ? ഇനി ലാസ്റ്റ് ആണ് ഒക്യുപേഷണൽ ഡിസോർഡർ. എന്താണ് അല്ലെ? ഒക്യുപേഷണൽ ഡിസോർഡേഴ്സ്. ഓക്കെ മക്കളെ, അപ്പൊ ലാസ്റ്റ് ഒന്നും കൂടി ഉണ്ട്. ഇതുകൂടി കഴിഞ്ഞ് നമ്മൾ ടോപ്പിക്ക് അവസാനിക്കുകയാണ്. നമ്മൾ തീർക്കുകയാണ്. നോക്കോ, ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസീസ് അഥവാ ജോലി സംബന്ധമായി നമുക്കുണ്ടാകുന്ന റെസ്പിറേറ്ററി രോഗങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ സെർട്ടൈൻ ഇൻഡസ്ട്രി, ചില ഇൻഡസ്ട്രികളിൽ എക്സ്പെഷ്യലി ആരൊക്കെയാണെന്നറിയോ? ഗ്രൈൻഡിങ് പൊടിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോൺ ബ്രേക്കിങ്, കല്ലുകളൊക്കെ അല്ലെ, വലിയ വലിയ കോറികളൊക്കെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. കല്ലുകൾ അതുപോലെ തന്നെ ഗ്രൈൻഡിങ് ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവിടെ എന്തുണ്ട്? ഒരുപാട് ഡസ്റ്റേഴ്സ്, പൊടിപടലങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദ ഡിഫൻസ് മെക്കാനിസം ഓഫ് ബോഡി കാനോട്ട് ഫുള്ളി അല്ലെ, ഒരിക്കലും നമ്മുടെ ബോഡിക്ക് കംപ്ലീറ്റ് ഇതിനെ കോപ്പപ്പ് ചെയ്യാൻ കഴിയൂല. അഥവാ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പൊടിപടലങ്ങളെ നമ്മുടെ ബോഡിക്ക് ഒരിക്കലും കംപ്ലീറ്റ് ഡിഫെൻഡ് ചെയ്യാൻ കഴിയൂല. ഈ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഒരിക്കലും നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യുന്നില്ല? കംപ്ലീറ്റ് ഇത് കോപ്പപ്പ് ചെയ്യുന്നില്ല.
അഥവാ നമ്മുടെ ബോഡിക്ക് അത് കംപ്ലീറ്റ് ഈ ബോഡി പാർട്ടിലേക്ക് മുഴുവൻ എന്ത് ചെയ്യുക, ആദ്യമൊക്കെ കഴിയും, പക്ഷെ പിന്നീട് അതിങ്ങനെ എന്ത് വീക്ക് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ലോങ് ആയിട്ട് നിന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലമേഷൻ ലീഡിങ്, നമ്മളെ തൊറാസിക്, നമ്മളെ ഈ റെസ്പിറേറ്ററി ട്രാക്കിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കും, വീക്കം സംഭവിക്കും. അങ്ങനെ ആ വീക്കത്തിൽ എന്ത് ചെയ്യും, പല സബ്സ്റ്റൻസുകൾ അടിഞ്ഞു കൂടിയിട്ട് എന്ത് ചെയ്യും, അവിടെ ഫൈബ്രോസിസ് നടക്കും. അഥവാ എന്താണ്, അവിടെ ഫൈബ്രസ് ടിഷ്യൂ ഫോം ചെയ്യും. എന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡാകും. പിന്നെ ഒരിക്കലും എന്ത് ചെയ്യൂല, ഈ ഇലാസ്റ്റിക്സിറ്റി അഥവാ നമ്മളെ തൊറാസിക് ക്യാവിറ്റിയുടെ ആ നോർമൽ എന്ന് വെച്ചാൽ ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയൂൾസിനുള്ള ആ ഒരു ഇലാസ്റ്റിക്സിറ്റി, എയറിനെ പാസ് ചെയ്യാനുള്ള സമയത്ത് ഉണ്ടാകുന്ന ഇലാസ്റ്റിക്സിറ്റി, അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യാനുള്ള എബിലിറ്റി, അതൊക്കെ നഷ്ടപ്പെട്ട് അവിടെ ഒരു ഫൈബർസ് പോലെയാകും, ഒന്നുകൂടി ഹാർഡ് ആകും, ഒന്നുകൂടി സ്ട്രോങ് ആകും. ഇത് എന്തിന് കാരണമാകും എന്നറിയോ, സീരിയസ് ആയിട്ടുള്ള ലങ്സ് ഡാമേജസിന് കാരണമാകും. ഈ സച്ച് ഇൻഡസ്ട്രി ഷുഡ് വിയർ പ്രൊട്ടക്റ്റീവ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, മാസ്ക് യൂസ് ചെയ്യലാണ് നമുക്കിതിനെ ഒരു പരിധിയിൽ നമുക്ക് ഇത് എന്ത് ചെയ്ത് തടയാൻ പറ്റുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇതാണ് ഒക്യുപ്പേഷൻ ഡിസോർഡേഴ്സിൽ പറഞ്ഞത്, എന്ത് ചെയ്യുക, ഫൈബർസ് ഫോം ചെയ്യലാണ് അല്ലേ. ഇൻഫ്ലമേഷൻ സംഭവിച്ച് അതിൽ പല സാധനങ്ങൾ വന്ന് അടിഞ്ഞു കൂടിയിട്ടാണ് എന്ത് ചെയ്യുക, അത് ഫൈബ്രോസിസ് ആയിട്ട് മാറുക, ഫൈബർ ടിഷ്യൂ ഫോം ചെയ്യുക, അതൊരു ഹാർഡ് സിറ്റുവേഷനിലേക്ക് മാറും. അപ്പോൾ ഇതാണ് എന്ത്, നമ്മളെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അപ്പം എല്ലാവരും ഗംഭീരമായിട്ട് പഠിക്കുക. സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സി യു. നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം. ഓക്കെ, ബൈ, സി യു.